ഹായ് ഗൈസ്, എല്ലാവർക്കും വിദ്യ എഡ്യൂക്കേഷനിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന പോയം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജോൺ കീറ്റ്സ് എഴുതിയ ഓഡ് ഓൺ എ ഗ്രേഷൻ ഓൺ ആണ്. അപ്പം നമ്മളതിൻ്റെ എല്ലാത്തിലും പറയുന്ന പോലെ തന്നെ ഇതിലും നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ്. നിങ്ങൾ എക്സാമിൻ്റെ തലേന്ന് എടുത്ത് നോക്കുന്ന വ്യക്തികളാണെങ്കിൽ, അല്ലെങ്കിൽ എക്സാമിൻ്റെ 2-3 ദിവസം എടുത്ത് നോക്കുന്ന വ്യക്തികളാണെങ്കിൽ ലൈൻ ബൈ ലൈൻ സമ്മറി നോക്കാൻ സമയമുണ്ടെങ്കിൽ നോക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ നേരെ ഡയറക്റ്റ് സമ്മറി സെക്ഷനിലോട്ട് തന്നെ പോവുക. ലൈൻ ബൈ ലൈൻ അനാലിസിസ് നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, നേരെ ഡയറക്റ്റ് നമ്മൾ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിൽ ചാപ്റ്ററായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ സമ്മറിയുടെ ടൈം അലോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ആ ടൈമിൽ ജസ്റ്റ് ഒന്ന് ആ ബ്ലൂയിഷ് കളറിലുള്ള ടൈമിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. അല്ലെങ്കിൽ താഴോട്ട് പോകുമ്പോൾ ചാപ്റ്റേഴ്സ് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. സമ്മറിയിലോട്ട് ഡയറക്റ്റ് പോകും. സമ്മറിയിൽ നമ്മൾ ഷോർട്ടായിട്ട് നമ്മളെല്ലാം പറയുന്നുണ്ട്. തീംസ്, അതിൻ്റെ ഫോർമൽ സ്റ്റൈൽ എല്ലാം പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ലൈൻ ബൈ ലൈൻ അനാലിസിസ് നോക്കാൻ പറയുന്നതിൻ്റെ വ്യക്തമായിട്ടുള്ള കാര്യം എന്തെന്നാൽ അതിനകത്ത് വിത്ത് പിക്ചേഴ്സ് നമ്മൾ ലൈൻ ബൈ ലൈൻ അനാലിസിസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സമ്മർ സെക്ഷനിൽ അതങ്ങനെ നമ്മൾ പിക്ചേഴ്സ് ഇടാനുള്ളൊരു ഓപ്ഷൻ അല്ലെങ്കിൽ ഒരു സ്പേസ് അതിലില്ലാത്തതുകൊണ്ട് നമ്മൾ അതിങ്ങനെ ഇട്ടിട്ടില്ല. ബട്ട് ലൈൻ ബൈ ലൈൻ അനാലിസിസിൽ നമ്മൾ കംപ്ലീറ്റ് നിങ്ങൾക്ക് അതിൽ മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മളത് ഇട്ടേക്കുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനുമുമ്പ് ചെറിയൊരു കാര്യം, ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. തൊട്ടപ്പുറത്ത് ബെൽ ബട്ടൺ ഉണ്ട്, അതുകൂടി ഇനേബിൾ ചെയ്യുക. ഓഡിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ നമുക്ക് പറയേണ്ടതുണ്ട്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ എന്തെന്നാൽ ഓഡ് ഓൺ എ ഗ്രേഷൻ ഓൺ ആരെഴുതിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജോൺ കീറ്റ്സ് ആണ് എഴുതിയത്. ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഇംഗ്ലീഷ് പോയറ്റായ ജോൺ കീറ്റ്സ് ആണ് എഴുതിയത്. 1819 അദ്ദേഹം ഇത് എഴുതുന്നത്. ഇതൊരു കോംപ്ലക്സും മിസ്റ്റീരിയസും ഒക്കെ ആയിട്ടുള്ള ഒരു പോയമാണെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ എന്താ പറയുന്നത്, സിമ്പിളായിട്ടുള്ള കുറച്ച് എന്താ പറയുന്നത് ഇമേജസ് നമുക്കതിൽ കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് നോക്കാം. ആൻഡ് ഡിഫൈൻഡ് സ്പീക്കർ. പക്ഷേ ഇതിൽ സ്പീക്കർ ആരാന്ന് ഡിഫൈൻ ചെയ്തിട്ടില്ല. ചിലപ്പം പോയിട്ട് തന്നെ ആകാം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആകാം. ഡിഫൈൻഡ് സ്പീക്കർ ആരാന്ന് കറക്റ്റ് ഇതിൽ പറയുന്നില്ല. സ്പീക്കർ എന്ത് ചെയ്യുന്ന ഒരു ഗ്രേഷ്യൻ ഊണിൽ നോക്കുകയാണ്. ഈ ഊണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുടം, താഴെ പിക്ചർ കാണുന്ന പോലെ ഒരു കുടമാണ് ഈ ഗ്രേഷ്യൻ ഊണെന്ന് പറയുന്നത്. ഗ്രേഷ്യൻ ഊണെന്ന് വെച്ചാൽ ഗ്രീക്കിലുള്ള ഊണെന്നാണ് അർത്ഥം കേട്ടോ. ഓണെന്ന് വെച്ചാൽ എന്താണ്, കൂടം മങ്കുടം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ, അതാണ് ഈ ഊണിൻ്റെ അർത്ഥം. URN. ആ മൺകുടത്തിൽ കുറേ ചിത്രപ്പണികൾ, ഗ്രേഷ്യൻ ഊണിൻ്റെ പ്രത്യേകതയാണ്. ഗ്രീക്കിലുള്ള ഊൺസിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിൽ ഒരുപാട് ചിത്രപ്പണികൾ നമുക്ക് കാണാൻ സാധിക്കും. മിക്കവാറുള്ള മൺകുടത്തിൽ ഊൺസിലെല്ലാം എന്താണ് അങ്ങനത്തെ ചിത്രപ്പണികൾ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഗ്രീക്കിലുള്ള ഊണിൽ പ്രത്യേകപരമായിട്ടുള്ള ചിത്രപ്പണികളൊക്കെ നമുക്ക് സ്പെഷ്യലായിട്ട് കാണാൻ സാധിക്കും. അതിൽ എന്തൊക്കെ ഒരു ഇവോക്കേറ്റീവ് ഇമേജസ്, ഇവോക്കേറ്റീവ് എന്ന് വെച്ചാൽ സ്മരണ എന്നൊക്കെയാണ് അർത്ഥം. സ്മരണ ഉയർത്തുന്ന ഇമേജസ്. എന്തിന് സ്മരണ ഉയർത്തുന്ന? റസ്റ്റിക് ആയിട്ടുള്ള തുരുമ്പ് പിടിച്ച എന്താ ഭ്രാന്ത പ്രദേശത്തുള്ള, ഗ്രാമീണ പ്രദേശത്തുള്ള, ഏൻഷ്യൻ ഗ്രീസിലെ ഗ്രാമീണ പ്രദേശത്തുള്ള എന്താ പറയുക ഇമേജസ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഏൻഷ്യൻ ഗ്രീസിലെ പ്രാചീന കാലത്തുള്ള ഗ്രീസിലെ റസ്റ്റിക്കും റൂറലുമായിട്ടുള്ള ലൈഫാണ്. അതിൻ്റെ ഇവോക്കേറ്റീവ് ഇമേജസ് ആണ് ഈ ഊണിൽ ഡെക്കറേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, These scenes fascinate and mystify and excite the speaker in equal measure, and they seem to have a captured life in its fullness at are frozen in time. ഇതെന്ത് ചെയ്യുന്നു? പോയിറ്റിനെ ഫാസിനേറ്റ് ചെയ്യുന്നു, മിസ്റ്റിഫൈ ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ എന്തൊക്കെ മിസ്റ്ററി ഉണ്ടെന്ന് തോന്നുന്നു. ഫാസിനേഷൻ, നല്ല ഉന്മേഷം തരുന്നു, അതുപോലെ തന്നെ സന്തോഷം തരുന്നു. ഇതൊക്കെ കാണുമ്പം ഈ സീൻസൊക്കെ, ഊണിലെ ആ സീൻസൊക്കെ കാണുമ്പോൾ സ്പീക്കറിന് എന്താണ് ഒരു പ്രത്യേക സന്തോഷവും പ്രത്യേക ഒരു ആനന്ദം അതിൽ നിന്ന് കിട്ടുന്നു. മാത്രമല്ല ആ ജീവിതത്തെ, പച്ചയായിട്ടുള്ള ജീവിതത്തെ അതിൽ നമുക്ക് കാണാൻ സാധിക്കും. ലൈഫിനെ അതിൻ്റെ ഫുൾനെസ്സിൽ അതിൽ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ആ ജീവിതം ഫ്രോസൺ എന്ന് പറഞ്ഞാൽ തണുത്ത് മരവിച്ച അവസ്ഥയിലാണ്. തണുത്ത് മരവിച്ച അവസ്ഥയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ സമയത്തിൽ അത് ഒറ്റപ്പെട്ടു പോയി. മനസ്സിലായോ? എന്ന് വെച്ചാൽ അത് അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല, അത് അവിടെ തന്നെ നിൽക്കുകയാണ് സമയം. കാരണം ഊണിലുള്ള പിക്ചേഴ്സ് എന്ന് പറയുമ്പോൾ, പെയിൻറ്റിങ്ങിലുള്ള പിക്ചേഴ്സ് എന്ന് പറയുമ്പോൾ മൂവിങ് അല്ലല്ലോ. നമുക്ക് സിനിമ കാണുന്ന പോലെ മൂവ് ചെയ്ത് ഇങ്ങനെ ടൈമിനനുസരിച്ച് പൊക്കോടിക്കുന്നല്ലോ. അത് ആ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ നിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ ആ പിക്ചേഴ്സ് അവിടെ ഫ്രോസൺ ആയിട്ട് നിൽക്കുകയാണ്. ഓക്കെ, ദ സ്പീക്കേഴ്സ് റെസ്പോൺസ് ഷിഫ്റ്റ് ത്രൂ ഡിഫറെൻറ്റ് മോഡ്സ് ആൻഡ് അൾട്ടിമേറ്റ്ലി ഊൺ പ്രൊവോക്സ് ക്വസ്റ്റ്യൻസ് മോർ ദാൻ ഇറ്റ് പ്രൊവൈഡ്സ് ആൻസേഴ്സ്. അതായത് സ്പീക്കർ എന്താണ് പലതരത്തിലുള്ള മൂഡ്സിലാണ് ഇതിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പലതരം മൂഡൊക്കെ എന്താ പറയുക സ്പീക്കറിന് ഇവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഊണ് ആൻസേഴ്സ് അല്ല ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്, പകരം ക്വസ്റ്റ്യൻസ് ആണ്. മനസ്സിലായോ? ഉത്തരങ്ങൾ നമുക്കതിൽ കാണുവാൻ സാധിക്കത്തില്ല, മറിച്ച് ചോദ്യങ്ങളാണ് കൂടുതൽ കാണാൻ സാധിക്കുന്നത്. ആൻഡ് ദ പോയംസ് എൻഡിങ് remains the subject of varied interpretation. എന്ന് വെച്ചാൽ ഒരുപാട് വ്യാഖ്യാനങ്ങൾ, ഒരുപാട് നിരൂപണങ്ങൾ നമുക്കിതിൽ നിന്ന് കാണുവാൻ സാധിക്കും. ആൻഡ് ഊൺ സീംസ് ടു ടെൽ ദ സ്പീക്കറിനോട് എന്താണ് പറയുന്നത്? ഇൻ ടേൺ ദ റീഡർ ദാറ്റ് ട്രൂത്ത് ആൻഡ് ബ്യൂട്ടി ആർ ദ സെയിം. അതായത്
സ്പീക്കറിനോട് ഇവിടെ തിരിച്ചു പറയുകയാണ്. ഇവിടുത്തെ സ്പീക്കറിനോട് തിരിച്ചു പറയുമ്പോഴത്തേക്ക് നമ്മളിൽ തന്നെയാണ് വിരൽ ചൂണ്ടുന്നത്, നമ്മളോട് തന്നെയാണ്, റീഡറിനോട് തന്നെയാണ് പറയുന്നത്. എന്താണ് പറയുന്നത്? സത്യവും സൗന്ദര്യവും എല്ലാം ഒരേപോലെയാണ്. സത്യവും സൗന്ദര്യവും, യാഥാർത്ഥ്യവും സൗന്ദര്യവും എല്ലാം ഒന്ന് തന്നെയാണെന്ന് നമ്മുടെ റീഡറിനോട് അവസാനം ഈ ഊണിൽ പറയുന്നുണ്ട്. ഓക്കെ, അതുപോലെ കീറ്റ്സ് ഈ ഒരു പോയം എഴുതിയത് ഒരു ഗ്രേറ്റ് ബേസ്ഡ് ഓഫ് ക്രിയേറ്റിവിറ്റി ആൻഡ് ഓൾസോ പ്രൊഡ്യൂസ് അതർ ഫേമസ് ഓഡ്സ്. ഇതിൻ്റെ കൂടെ തന്നെ പുള്ളിക്കാരൻ വേറെയും ഓഡ്സുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഫേമസ് ആയിട്ടുള്ള ഓഡ് ടു എ നൈറ്റിംഗേൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. കീറ്റ്സിൻ്റെ വേറൊരു പ്രധാനപ്പെട്ട വർക്കാണ് ഓഡ് ടു എ നൈറ്റിംഗേൾ. പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഈ ഒരു പോയം, ഈ ഒരു ഓഡ് ടു ദ ഗ്രേഷൻ ഓൺ എന്ന് പറയുന്ന ഈ ഒരു ഓഡ് എന്ന് പറയുന്നത് കീറ്റ്സ് ജീവിച്ചിരിക്കുന്ന സമയത്ത് വലിയ എന്താ പറയുക, പോപ്പുലർ ഒന്നും അല്ലായിരുന്നു, വലിയ പ്രാധാന്യം, വലിയ പോപ്പുലാരിറ്റിയും ഫെയിമൊന്നും നേടിയ ഒരു ഓഡല്ലായിരുന്നു. പക്ഷേ ഇപ്പോഴും ഇംഗ്ലീഷ് ലാംഗ്വേജിൽ വൺ ഓഫ് ദി മോസ്റ്റ് സെലിബ്രേറ്റഡ് ഓഡെന്ന് പറയുന്നത്, ഈ ഓഡെന്ന് പറയുന്നതിൽ ഒരു ഓഡ് ഏതാണ്? ഈ ഓഡാണ് ഗ്രേഷൻ ഓണാണ്. തൊട്ട് താഴെ ഓഡിൻ്റെ ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്. ഓഡ് ഏൻഷ്യൻ ഗ്രീക്കിൽ നിന്ന് തന്നെയാണ് എടുത്തത്. അതൊരു ടൈപ്പ് ഓഫ് ലിറിക്കൽ സ്റ്റാൻസയാണ്. എന്ന് പറഞ്ഞാൽ ലിറിക്സ് ഉള്ള ഒരു സ്റ്റാൻസയാണ്, ഒരു എലാബറേറ്റഡ് സ്ട്രക്ചേർഡ് പോയമാണ്. എന്ന് പറഞ്ഞാൽ നല്ല വിശാലമായിട്ട് കിടക്കുന്ന കറക്റ്റ് സ്ട്രക്ചറൊക്കെ ഉള്ളൊരു പോയമാണ്. അതിൽ ഒന്നുകിൽ പ്രൈസിങ് ഓർ ഗ്ലോറിഫൈങ് എന്ന് പറഞ്ഞാൽ നല്ലതായിട്ട് വലുതായിട്ട് കാണിക്കുക. എന്തിനാ? ഒരു ഈവൻറ്റിനെയോ ഒരു വ്യക്തിയോ ഒരു സന്ദർഭത്തെയോ ഒരു വ്യക്തിയോ നല്ല രീതിയിൽ ഗ്ലോറിഫൈ ചെയ്ത് കാണിക്കുക. അതിൽ പ്രകൃതിയെ എന്താണ്, നേച്ചറിനെ എന്ത് ചെയ്യുന്നു, നല്ല ഇൻ്റലക്ച്വലി ആയിട്ടും ഇമോഷണലായിട്ടും എന്ത് ചെയ്യുന്നു, നല്ല രീതിയിൽ വിവരിക്കുന്നുണ്ട്. ക്ലാസിക്കൽ ഓഡിന് 3 പാർട്ടുകൾ ഉണ്ടെന്ന് പറയുന്നുണ്ട്. സ്ട്രോഫി, ആൻറ്റിസ്ട്രോഫി ആൻഡ് എപ്പോഡ്. ഓക്കെ, സ്ട്രോഫി, ആൻറ്റിസ്ട്രോഫി ആൻഡ് എപ്പോഡ്. പലതരത്തിലുള്ള ഫോംസ് ഏതൊക്കെയാണ് ഓഡിൻ്റെ പലതരത്തിലുള്ള ഫോംസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹോമോസ്ട്രോഫിക് ഓടും ഇറഗുലർ ഓടും. ഓക്കെ, ഹോമോസ്ട്രോഫിക് ഓടും ഇറഗുലർ ഓടും. ഇത് ഓഡിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചറാണ്. ഇതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചേക്കുക, കാരണം ഒരുപാട് ഓടുകൾ നമ്മൾ പഠിക്കുന്നതാണ്. അപ്പോൾ ഓട് എന്താണെന്ന് നമുക്ക് പറയാൻ അറിഞ്ഞിരിക്കണം. തിരിഞ്ഞു പോയതാണ്, സോറി. നെക്സ്റ്റ് എന്താ പറയുക, ജോൺ കീറ്റ്സിനെ പറ്റി ജസ്റ്റ് ഒരു ബയോഗ്രഫി നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ജോൺ കീറ്റ്സ് എന്നാ ജനിച്ചത്? 31 ഒക്ടോബറിലാണ് ജനിച്ചത്. 1795 എവിടെ ജനിച്ചത്? ലണ്ടനിലാണ് ജനിച്ചത്. മൂർഗേറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് പുള്ളിക്കാരൻ ജനിക്കുന്നത്. മരിക്കുന്നത് 23 ഫെബ്രുവരി 1821. 25 വയസ്സുള്ളപ്പോൾ മാത്രമാണ് പുള്ളിക്കാരൻ എന്താ പറയുന്നത് അവിടെ മരിക്കുന്നതെന്ന് പറയുന്നത്. മരിച്ചത് റോമിൽ വെച്ചാണ്. ഡെത്തിന് കാരണം ട്യൂബർക്കുലോസിസ് എന്ന് പറഞ്ഞ അസുഖമാണ്. അദ്ദേഹത്തിൻ്റെ ഓക്കുപേഷൻ പോയറ്റാണ്. ലിറ്ററി മൂവ്മെൻറ്റ്, അദ്ദേഹം ഏത് ലിറ്ററി മൂവ്മെൻറ്റിൻ്റെ അംഗമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റൊമാൻറ്റിസിസം എന്ന് പറഞ്ഞാൽ ലിറ്ററി മൂവ്മെൻറ്റ് അംഗമാണ്. റിലേറ്റീവ്സ് ഒരാൾ ജോർജ് കീറ്റ്സ്. ഇത് നമ്മൾ അവസാനം പറയുന്ന ജോൺ കീറ്റ്സിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ ഒരു ബയോഗ്രഫി നമ്മൾ അവസാനം പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒന്ന് കേട്ട് നോക്കുക. ലാസ്റ്റ് നമ്മൾ പറയുന്നുണ്ട് ബയോഗ്രഫി. നമ്മൾ അവസാനം ഈ വീഡിയോയുടെ അവസാനം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ജോൺ കീറ്റ്സിനെ പറ്റി വിവരിക്കുന്നതാണ്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ അത്രേ ഉള്ളൂ. ജസ്റ്റ് ഒന്നുകൂടെ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കുക. അടുത്ത നമ്മളിതിൻ്റെ ലൈൻ ബൈ ലൈൻ അനാലിസിസിലേക്കാണ് പോകുന്നത്. നമ്മൾ വളരെ പതുക്കെ ഇതൊന്ന് പറയുകയാണ്, കാരണം കറക്റ്റ് മനസ്സിലാക്കി വരണ്ടേ. നമ്മൾ സമ്മറിയിൽ നമുക്ക് പെട്ടെന്ന് പോവാം. സമ്മറി ഇൻട്രൊഡക്ഷൻ ആകുമ്പോൾ പെട്ടെന്ന് പഠിച്ചു പോകാം. പക്ഷേ ലൈൻ ബൈ ലൈൻ അനാലിസിസ് എൻ്റെ വ്യക്തമായ രീതിയിൽ പറഞ്ഞാലേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. സോ നമുക്ക് ദോ സ്റ്റിൽ അൺറാവിഷ് തൊട്ട് സ്ലോ ടൈമിൻ്റെ വരെ അർത്ഥം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്പീക്കർ ഇവിടെ ഡയറക്റ്റ്ലി ഏതിനെ അഡ്രസ്സ് ചെയ്യുകയാണ്? ആ ഒരു പാത്രത്തെ അഡ്രസ്സ് ചെയ്യുകയാണ്. ഊണിനെ അഡ്രസ്സ് ചെയ്യുകയാണ്. ഊണെന്ന് വെച്ചാൽ എന്താണ്? ഒരു കുടം. ഓക്കെ, അപ്പം ആ കൂടത്തെ അഡ്രസ്സ് ചെയ്യുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഈ ഊൺ എന്ന് പറയുന്നത് ഒരു പ്യുവർ പാർട്ട്ണറാണ്, പരിശുദ്ധമായ പാർട്ട്ണറാണ്. ഏതിൻ്റെ പാർട്ട്ണറാണ്? കോയിറ്റ്നസിൻ്റെ, അതായത് ശാന്തതയുടെ ഒരു പാർട്ട്ണറാണ്. അതുപോലെ തന്നെ ഒരു അഡോപ്റ്റഡ് ചൈൽഡ് എന്ന് പറയുന്നത് ദത്തെടുത്ത ഒരു ചൈൽഡാണ്. ഏതിൻ്റെ ദത്തെടുത്ത ചൈൽഡാണ്? സൈലൻസിൻ്റെ, ശാന്തതയുടെ ദത്തെടുത്ത ചൈൽഡാണ് ഈ ഊണെന്ന് പറയുന്നത്. അതുപോലെ സമയത്തിൻ്റെ ചൈൽഡ് കൂടിയാണ്. സമയത്തിൻ്റെ ഒരു ചൈൽഡ് കൂടിയാണ്. വാസ്റ്റ് ലെൻസ് ഓഫ് ടൈം, ഒരുപാട് നീണ്ടു നിൽക്കുന്ന സമയത്തിൻ്റെ ഒരു ചൈൽഡ് കൂടിയാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ മൂവിങ് ഓൺ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവുന്നത് എന്താ അങ്ങനെ പറഞ്ഞതെന്ന്. ആൻഡ് സിൽവിയൻ ഹിസ്റ്റോറിയൻ ഹു കാൺട്ട് ദസ് തൊട്ട് റൈം വേരിയൻ്റെ റൈം വേരിയൻ്റെ അർത്ഥം ചോദിച്ചു കഴിഞ്ഞാൽ, ദ ഊൺ എന്ന് പറയുന്നത്, ദ ഊൺ ഈസ് എ ഹിസ്റ്റോറിയൻ ഓഫ് റൂറൽ സീൻസ്. ഊണെന്ന് പറയുന്നത് എന്താണ്? നമുക്ക് എന്താണ് കാട്ടിത്തരുന്നത്? നമ്മൾ പണ്ട് കാലത്തുള്ള മൺപാത്രങ്ങളൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഹാരപ്പൻ സിവിലൈസേഷൻ്റെ ഒക്കെ നമുക്കറിയാം. ഹാരപ്പൻ സിവിലൈസേഷൻ്റെ ഒരുപാട് തെളിവുകൾ, അതിൻ്റെ അവിടെ എന്തൊക്കെ
കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ടെന്നൊക്കെ നമുക്ക് അവിടെ പാത്രങ്ങൾ അവരിങ്ങനെ ഇതേപോലെ ഊണിലൊക്കെ ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ എന്താ പറയുക, ഈ കാളവണ്ടിയുടെ കുറച്ച് ടോയ്സൊക്കെ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അന്ന് കാലത്ത് കൃഷിയൊക്കെ ഉണ്ടായിരുന്നു, കാളവണ്ടി ഉണ്ടായിരുന്നു എന്നൊക്കെ നമുക്ക് ആ ഒരു ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ഒരു ഗ്രേഷ്യൻ ഊണിൽ നമുക്ക് ഒരുപാട് ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഗ്രാമീണ പ്രദേശത്തുള്ള സീൻസ് നമുക്ക് കാണാൻ സാധിക്കും. അതാണ് ദ സിൽവിയൻ ഹിസ്റ്റോറിയൻ എന്ന് പറയുന്നത്. ദ ഊൺ ഈസ് ഹിസ്റ്റോറിയൻ ഓഫ് റൂറൽ സീൻസ്. അവിടെ എന്താണ് ഡെപിക്റ്റ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനേക്കാളും ബെറ്റർ ആയിട്ടാണ് ഡെപിക്റ്റ് ചെയ്യുന്നത്. ആ ഒരു പിക്ചേഴ്സ് കണ്ടു കഴിഞ്ഞാൽ ഈ സ്പീക്കർ, അവിടെ ഒരു സ്പീക്കർ ഉണ്ടെന്ന് പറയുന്നു, ഒരു അൺഡിഫൈൻഡ് വ്യക്തമല്ലാത്തൊരു സ്പീക്കറുണ്ട്, സ്പീക്കറാണ് ഇത് പ്രസൻറ്റ് ചെയ്യുന്നത് നമുക്ക് വേണ്ടിയിട്ട്. അപ്പം സ്പീക്കറിൻ്റെ സ്പീക്കറിൻ്റെ കാലഘട്ടത്തിലുള്ള പൊയട്രിയെക്കാളും ബെറ്റർ ആയിട്ടാണ് അന്ന് കാലഘട്ടത്തിലുള്ള ആ ഒരു എന്താ പറയുക ഊണിൽ ആ പിക്ചേഴ്സ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ആ ഗ്രാമീണ പ്രദേശത്തെ നമുക്ക് ഒരു വാക്കുകളിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും ആനന്ദത്തോടെ അല്ലെങ്കിൽ സൗന്ദര്യത്തോടും അല്ലെങ്കിൽ വ്യക്തമായിട്ടും ക്ലാരിറ്റി ആയിട്ടും നമുക്ക് ഈ ഒരു ഊണിൽ കാണാൻ സാധിക്കുന്നുണ്ട്. മനസ്സിലായോ? ആ ഒരു ഊണിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതാണ് പറയുന്നത് ഊൺ ഈസ് ഹിസ്റ്റോറിയൻ ഓഫ് റൂറൽ സീൻസ്. ഇറ്റ് ഈസ് ബെറ്റർ ദാൻ ദ പോയട്രി ഓഫ് ദി സ്പീക്കേഴ്സ് എറ. സ്പീക്കറിൻ്റെ കാലഘട്ടത്തിലെ പോയട്രിയേക്കാളും ബെറ്ററാണ് ആ ഊണിലുള്ള ആ ഹിസ്റ്റോറിക്കലായിട്ടുള്ള റൂറൽ സീൻസ് എന്ന് പറയുന്നത്. അവിടെ കമ്പാരിസൺ നടത്തുവാണ് ഇവിടെ സ്പീക്കർ ചെയ്യുന്നത്. കീറ്റ്സും ഓക്കെ, സ്പീക്കറിൻ്റെ പിന്നിൽ നിന്നുകൊണ്ട് ആര് ചെയ്യുന്നത്? ജോൺ കീറ്റ്സ് ചെയ്യുന്നത്. ഇനി വാട്ട് ലീഫോട്ട് ആർക്കേഡി വരെയുള്ള അർത്ഥത്തിന് ചോദിച്ചു കഴിഞ്ഞാൽ ദ സ്പീക്കർ വണ്ടേഴ്സ് വാട്ട് സ്റ്റോറീസ് ആർ ബീങ് ടോൾഡ് ബൈ ദ ഇമേജസ് ഓൺ ദ ഊൺ. അതായത് ആ ഒരു കുടത്തിൽ എന്തൊക്കെ സ്പീക്കർ ചോദിക്കുകയാണ്, സ്പീക്കറിന് അത്ഭുതമാണ് ആ ഒരു കൂട്ടത്തിൽ എന്തൊക്കെ കഥകളാണ്, ആ ഒരു ഇമേജസിൽ എന്തൊക്കെ കഥകളാണ് ഒളിഞ്ഞിരിക്കുന്നതെന്ന് അറിയാൻ സ്പീക്കറിന് അതിയായ ആഗ്രഹമുണ്ട്. ആ ഒരു ഊണിൽ കുറേ കൊത്തി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ എന്തൊക്കെ കഥകളാണ് ഉള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ട് സ്പീക്കറിന് അതിയായിട്ടുള്ള ആഗ്രഹം. വെദർ ദ ഫിഗർ ട്രിബിക്സ് ആർ ഹ്യൂമൻ ബീങ്സ് ഓർ ഗോഡ്സ് വിച്ച് പാർട്ട് ഓഫ് ഗ്രീസ് ദേ ആർ ഇൻ. ഇപ്പോൾ ഗ്രീസിലുള്ള ഒരു ഊണാണെന്ന് നമുക്ക് പറഞ്ഞു, ഗ്രേഷ്യൻ ഊണാണെന്ന് നമുക്കറിയാം. ഈ ഗ്രേഷ്യൻ ഊണിലുള്ള ആ ഒരു കൂട്ടത്തിലുള്ള ആ ഒരു ഫിഗേഴ്സ് എന്നൊക്കെ പറയുന്നത് ഹ്യൂമൻ എന്ന് പറഞ്ഞാൽ മനുഷ്യരാണോ അല്ലെങ്കിൽ ദൈവങ്ങളെ പറ്റിയാണോ അതിൽ പറയുന്നത്, മനുഷ്യന്മാരെ പറ്റിയാണോ അതിൽ പറയുന്നത് എന്ന് സ്പീക്കറിന് ചെറിയൊരു ഡൗട്ടുണ്ട്. കാരണം ആ ഡൗട്ട് നമുക്ക് പഠിക്കാം. കാരണം നമ്മൾ ഈജിപ്തിലുള്ള എന്താ പറയുക ഈ കുറേ പിരമിഡ്സിലും അതേപോലെ അവിടുത്തെ കൊത്തുപണികളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ദൈവത്തിനെ പറ്റി അതിൽ പറയുന്നുണ്ട്. പണ്ട് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഫാറോസിനെ പറ്റിയും പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡൗട്ടുകളുണ്ടോ അതിൽ? അതുപോലെ നമുക്ക് ഉണ്ടാകുന്ന പോലെ ഇവിടുത്തെ സ്പീക്കറിനും ഉണ്ടായ ഡൗട്ട്, ഇത് ആരെ പറ്റിയായിരിക്കും പറയുന്നത്, നമുക്ക് കൺഫ്യൂഷനാണ്. കാരണം ജസ്റ്റ് ഒരു പിക്ചർ മാത്രമേ ഉള്ളൂ, അത് ആരാന്ന് നമുക്ക് അറിയത്തില്ല. അതാണ് വാട്ട് ലീഫ് ഫ്രിങ്ഡ് ലെജൻഡ് തൊട്ട് ആർക്കേഡി വരെ പറയുന്നത്. വാട്ട് മെൻ ടു എസ്കേപ്പിൻ്റെ അർത്ഥം ചോദിച്ചു കഴിഞ്ഞാൽ ദ സ്പീക്കർ വണ്ടർ അബൌട്ട് ദ സ്പെസിഫിക് ഐഡൻറ്റിറ്റി ഓഫ് ദ മെയിൽ ക്യാരക്ടേഴ്സ്. അതായത് അവിടെ കുറച്ച് മെയിൽ ക്യാരക്ടേഴ്സ് ഉണ്ട്, അതുപോലെ കുറച്ച് റിലക്റ്റൻറ്റ് ലുക്കിംഗ് വുമൻസ് ഉണ്ട്. വുമൻസ് എന്ന് പറയത്തില്ല, വുമൺ. അപ്പം റിലക്റ്റൻ്റ് ലുക്കിംഗ് എന്ന് പറഞ്ഞാൽ ഈ മടിയുള്ള അല്ലെങ്കിൽ താല്പര്യമില്ലാതെ നിൽക്കുന്ന കുറച്ച് ലേഡീസിനെ നമുക്കവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ കുറച്ച് മെയിൽ ക്യാരക്ടേഴ്സിനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ മെയിൽ ക്യാരക്ടേഴ്സിൻ്റെ യഥാർത്ഥ ഐഡൻറ്റിറ്റി എന്താണെന്ന് സ്പീക്കറിന് അറിയാൻ ആഗ്രഹമുണ്ട്. അതുപോലെ ഡു ദ സീൻ ഷോ എ ചേസ് ഓർ ആൻ അറ്റംപ്റ്റ് ടു എസ്കേപ്പ്. അതായത് ആ ലേഡീസിനെ അവിടെ വുമൻസിനെ അവിടെ സ്ത്രീകളെ അവിടെ കാണിക്കുമ്പോഴത്തേക്ക് സ്ത്രീകൾക്ക് വലിയ താല്പര്യമൊന്നുമില്ലാതെ നിൽക്കുന്നു. മെയിൽസിൻ്റെ മുമ്പിൽ വലിയ താല്പര്യമൊന്നുമില്ലാതെ നിൽക്കുന്ന ലേഡീസിനെ കണ്ടപ്പോഴത്തേക്ക് സ്പീക്കറിന് ചെറിയൊരു ഡൗട്ട്. ഇനി അവരെന്താ പറയുന്നത്, ഈ മെയിൽസിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കുകയാണോ, അല്ലെങ്കിൽ എന്താ പറയുന്നത് ഒരു ചേസിങ് ആണോ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്ന് സ്പീക്കർ ഡൗട്ടായി. ഇനി വാട്ട് പൈസ് തൊട്ട് വൈൽഡ് എക്ടസി വരെ ചോദിച്ചു കഴിഞ്ഞാൽ നോട്ട് ഇൻ ദ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഓൺ ദ ഓൺ ദ സ്പീക്കർ ക്വസ്റ്റ്യൻ ഇഫ് ദ സീൻസ് ഓൺ ഡിസ്പ്ലേ റെപ്രസെൻറ്റ് സം കൈൻഡ് ഓഫ് delirious revelry. അപ്പം ആ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റൊക്കെ കണ്ടപ്പോഴത്തേക്ക് സ്പീക്കറിന് പിന്നെ ഒരു ഡൗട്ട്, എന്താണ് ഈ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റൊക്കെ അതിലുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഈ ഒരു റെവൽറി ആണോ കാണിക്കുന്നത്? റെവൽറി എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂത്താട്, മദ്യപിച്ച് കിടന്ന് കൂത്താടുക എന്നൊക്കെ പറയത്തില്ല, അതാണ് റെവൽറി. ഡിലീറീസ് എന്ന് പറഞ്ഞാൽ ബോധമില്ലാതെ, ഒരു അന്തവും കുന്തവും ഇല്ല എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. അപ്പം ബോധമില്ലാതെ കിടന്ന് മദ്യപിച്ച് കൂത്താടുന്ന ഒരു സീനാണോ ഇനി അവിടെ കാണിക്കുന്നത്? കാരണം അവിടെ കുറച്ച് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ്, ഒരു പൈപ്പും ടിംബ്രൽസ് ഒക്കെ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് പോയിട്ട് ഇനി സ്പീക്കറിന് ചോദിക്കുകയാണ് അതിനെന്താണ് എന്തെങ്കിലും ഒരു കൂത്താടുന്ന ഒരു സംഭവമാണോ, എന്തെങ്കിലും മദ്യപിച്ച് ആഘോഷിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളാണോ എന്ന് ഒരു ഡൗട്ട് സ്പീക്കറിന്. ഓക്കെ, സോ അത്രയാണ് ലൈൻസ് ലൈൻസ് 1 to 10 പറയുന്നത്. ഇനി നമുക്ക് ലൈൻസ് 11 to 20 വരെയുള്ളതിൻ്റെ അർത്ഥം നമുക്ക് പറയാം. സോ അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് ലൈനാണ്, ഹേർഡ് മെലഡീസ് ആർ സ്വീറ്റ് ബട്ട് ദോസ് അൺഹേർഡ് ആർ സ്വീറ്റോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീക്കർ പറയുകയാണ്, നമ്മൾ മ്യൂസിക് ഒരുപാട് കേൾക്കുന്നതാണ്, സംഗീതം ഒരുപാട് കേൾക്കുന്നവരാണ്, ഇഷ്ടപ്പെടുന്നവരാണ്, ഓക്കെ അല്ലേ.
അപ്പം സംഗീതം നമുക്ക് ഇഷ്ടമാണ്, പക്ഷേ സ്പീക്കറിൻ്റെ അഭിപ്രായത്തിൽ ആ ഒരു എന്താ പറയുന്നത് സംഗീതം നമ്മൾ കേട്ട സംഗീതത്തെക്കാളും സ്വീറ്ററും ഡെലീഷ്യസും എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത് രസമുള്ളത് അല്ലെങ്കിൽ സൗന്ദര്യമുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഏതാണ്? കേൾക്കാത്തയാണ്. ആ കേൾക്കാത്ത ഏതിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്? ആ ഊണിൽ കാണാൻ പറ്റുന്നതാണ്. ആ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റിൽ ആ ഒരു ഊണിൽ കുറച്ച് മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. അപ്പം എന്തുവാ സ്പീക്കർ ഇവിടെ പറയുകയാണ് അവിടെ എന്താണ് കുറച്ച് ചിലപ്പോൾ ഒരു എന്താ പറയുന്നത് ഒരു മദ്യവെച്ച് കൂത്താടി ആ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റൊക്കെ അവർ കിടന്ന് വായിക്കുമായിരിക്കാം. എന്താ പറയുന്നത് ആ സൗണ്ട്. അപ്പം നമുക്ക് എന്ത് വേണമെങ്കിലും ആ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ് നമ്മുടെ ചിന്താഗതിയിൽ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും അല്ലേ? ആ ഒരു നിങ്ങളൊരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ് അതിൽ കണ്ടു, ഒരു പിക്ചർ നിങ്ങൾ കണ്ടു എന്ന് വിചാരിച്ചോ, നിങ്ങൾ ഏതെങ്കിലും ഒരു ഭിത്തിയിലൊരു പടം കണ്ടു, ഒരാളിങ്ങനെ എന്താ പറയുക ഒരു സംഗീതം ഇങ്ങനെ വായിക്കുന്നു, എന്തെങ്കിലും ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ് വായിക്കുന്നു. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടേതായ ചിന്താഗതിയിൽ അത് മാറ്റാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടല്ലേ? അതാണ് ഒരു നമ്മുടെ മനുഷ്യൻ്റെ ഹ്യൂമൻ ബ്രെയിൻ അല്ലെങ്കിൽ ഹ്യൂമൻ സൈക്കോളജി എന്ന് പറയുന്നത്. നമുക്കത് നമ്മുടേതായ രീതിയിൽ മാറ്റിയെടുക്കാനുള്ള കഴിവുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള മ്യൂസിക് നമുക്ക് അവിടെ കൊടുക്കാം. അതുകൊണ്ടാണ് സ്പീക്കർ ഇവിടെ പറയുന്നത് നമ്മൾ കേട്ട സംഗീതത്തെക്കാളും സൗന്ദര്യം നമ്മൾ ആ കേൾക്കാത്ത സംഗീതമാണ്. ആ ഊണിലുള്ളത് പോലെ ആ കൂട്ടത്തിലുള്ളത് പോലെ നമുക്ക് ആ ഒരു പിക്ചർ കണ്ടപ്പോൾ അതിലുള്ള ആ കൊത്തുപണികൾ അല്ലെങ്കിൽ ആ ഒരു ഇമേജ് കണ്ടപ്പോഴത്തേക്കുള്ള ആ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് സംഗീതം നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് കരുതാം അല്ലേ? അപ്പോൾ അതാണ് പറയുന്നത് നമുക്ക് എന്താണ് ദോസ് ഹേർഡ് മെലഡീസ് ആർ സ്വീറ്റ് ബട്ട് ദോസ് അൺഹേർഡ് ആർ സ്വീറ്റോ ആൻഡ് ദെയർഫോർ soft pipes play on not to the sensual ear but more endeared pipe to the spirit it is of no tone. അപ്പം അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ as such the speaker implores the wounds pipe to keep playing not for sensory reward but in tribute to silence. അപ്പം എന്താ പറയുന്നത് സ്പീക്കർ ആഗ്രഹിക്കുകയാണ് ഊൺസിൻ്റെ ഊൺസിലുള്ള പൈപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്ലംബിങ്ങുള്ള പൈപ്പല്ല, അതിൽ പൈപ്പ് എന്ന് വെച്ചാൽ ഈ ഫ്ലൂട്ടല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു ബാക്ക് പൈപ്പ്. ഈ ഗ്രീസിലുള്ള ആൾക്കാർ പ്രത്യേക തരത്തിലുള്ള ഒരു പൈപ്പ് വായിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക് പൈപ്പ് എന്നൊക്കെ വീട്. അതിൻ്റെ തൊട്ട് താഴെ ഇമേജസ് ഒരു പടം കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഒരാൾ വായിക്കുന്ന തൊട്ട് ഫസ്റ്റ് ഇമേജ് കിടക്കുന്ന അതിൻ്റെ പടമാണ്. ഇവിടുത്തെ പ്രത്യേക തരത്തിലുള്ളൊരു പൈപ്പാണ് എന്താ പറയുക കുറച്ചൊരു ബാഗ് പോലുള്ളൊരു ബാക്ക് പൈപ്പ് എന്നാണ് എന്നെ വിളിക്കുന്ന പേര്. അപ്പോൾ ആ പൈപ്പറിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം അത് വായിക്കണമെന്ന് സ്പീക്കറിന് ആഗ്രഹമുണ്ട്. ഇംപ്ലോർസ് എന്ന് വെച്ചാൽ എന്താണ്? അപേക്ഷിക്കുകയാണ്. അപ്പം പക്ഷേ അത് സെൻസറി റിവാർഡിന് വേണ്ടിയില്ല, ബട്ട് ഇൻ ട്രിബ്യൂട്ട് ടു സൈലൻസ് എന്ന് വെച്ചാൽ ശാന്തതയ്ക്ക് വേണ്ടിയിട്ടാണ്. എന്ന് വെച്ചാൽ സെൻസറി ആയിട്ടുള്ള എക്സ്പീരിയൻസ് എന്തെങ്കിലും കേൾക്കുവാനോ തൊട്ടറിയാനോ ഉള്ളൊരു ആ ഒരു ഇതിന് വേണ്ടിയിട്ടല്ല, ആ ഒരു റിവാർഡിന് വേണ്ടിയിട്ടല്ല, പക്ഷേ ആ സൈലൻസിനെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശാന്തമായിട്ടുള്ള ചിന്താഗതിയെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതൊന്ന് വായിക്കണമെന്ന് ആർക്ക് ആഗ്രഹമുണ്ട്? സ്പീക്കറിന് ആഗ്രഹമുണ്ട്. അതിൽ നിന്ന് വരുന്ന സൗണ്ട് എങ്ങനെ ആയിരിക്കണമെന്ന് അറിയാനുള്ള അതിയായ ജിജ്ഞാസ എന്താണ് സ്പീക്കറിനുണ്ട്. എന്ന് പറഞ്ഞൊരു പിക്ചർ കാണുമ്പോൾ സ്പീക്കറിന് തോന്നുവാണ് അതൊന്ന് വായിച്ചാൽ കൊള്ളായിരുന്നു എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അത് കേൾക്കാതെ വായിക്കണമെന്ന് സ്പീക്കർ പറയുന്നത്. എന്ന് വെച്ചാൽ സൗണ്ട് കേൾക്കാതെ വായിക്കണം. എന്ന് വെച്ചാൽ സ്പീക്കറോട് ഉദ്ദേശിക്കുന്നത് തൻ്റെ ചിന്താഗതിയിലോട്ട് അത് കൊണ്ടുവരണമെങ്കിൽ അയാളത് വായിക്കുന്നത് തൻ്റെ മനസ്സിലോട്ട് കയറി വരണം. അതാണ് അദ്ദേഹം പറയുന്നത് നോട്ട് ഫോർ സെൻസറി റിവാർഡ് ബട്ട് ഇൻ ട്രിബ്യൂട്ട് ടു സൈലൻസ്. ശാന്തതയ്ക്ക് വേണ്ടി അദ്ദേഹം വായിക്കണം, തൻ്റെ സൈലൻസിന് വേണ്ടി അദ്ദേഹം വായിക്കണം. അപ്പം അതുപോലെ ഫെയർ യൂത്ത് തൊട്ട് ബി ബെയറിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ സ്പീക്കർ ഫോക്കസ് ഓൺ എ യങ് പൈപ്പർ സിറ്റിംഗ് അണ്ടർ സം ട്രീസ്. ഇനി സ്പീക്കർ ഇതിൻ്റെ തൊട്ടടുത്ത് ഇമേജസിലോട്ട് പോവുകയാണ്. അദ്ദേഹം നോക്കിയാണ് ഒരു യങ് പൈപ്പർ, ഞാൻ തൊട്ട് മുമ്പേ പറഞ്ഞല്ല ഗ്രീസിലുള്ള ബാക്ക് പൈപ്പർ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. ഇവിടെ പൈപ്പർ എന്ന് ഉദ്ദേശിക്കാൻ എനിക്ക് തോന്നുന്നു ബാക്ക് പൈപ്പർ, കാരണം ഗ്രീസിൽ അവർ പൊതുവെ ഉള്ള ആൾക്കാർ തന്നെ കേട്ടോ ഈ ബാക്ക് പൈപ്പർ എന്ന് പറഞ്ഞ ആൾക്കാർ. അപ്പം അയാൾ എന്ത് ചെയ്യുന്നു, ഒരു മരങ്ങളുടെ കീഴിൽ അദ്ദേഹം ഇരിക്കുന്നു. ജസ്റ്റ് ദ പൈപ്പർ ക്യാൻ നെവർ സ്റ്റോപ്പ് പ്ലേയിങ് ഹിസ് സോങ്. അയാൾ എന്താണ് ആ സോങ്സ് അദ്ദേഹം വായിക്കുന്ന ആ സോങ് നിർത്താൻ പറ്റുമോ? നമ്മളൊരു പിക്ചർ കണ്ടു കഴിഞ്ഞാൽ അതിങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നതല്ലേ നമുക്ക് കാണാൻ പറ്റുമോ? അത് മൂവിങ് പിക്ചർ അല്ലല്ലോ, ജസ്റ്റ് സ്റ്റിൽ ഇമേജ് അല്ലേ. അതുകൊണ്ട് അതിങ്ങനെ അവിടെ സ്റ്റഡി ആയിട്ട് നിൽക്കുവാണ്. അപ്പം നമുക്ക് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം, അദ്ദേഹം ഇങ്ങനെ വായിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഹീസ് ഫ്രോസൺ ഓൺ ദ മൂൺ. പക്ഷേ അദ്ദേഹം എന്താണ് അവിടെ ഫ്രോസൺ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ മഞ്ഞിൽ മരവിച്ച സ്റ്റില്ലായിട്ട് ആ ഊണിൽ ആ പാത്രത്തിൽ നിൽക്കുകയാണ്. സോ ടു ദ ട്രീസ് വിൽ നെവർ ഷെഡ് ദെയർ ലീവ്സ്. അതുപോലെ തന്നെ അതിലുള്ള മരങ്ങളിലെ ഇലകൾ ഒരിക്കൽ പോലും അത് പൊഴിയാതെ അവിടെ നിൽക്കുകയാണ്. കാരണം ഊണിലുള്ള ഇമേജസ് ആണ്, അതൊരിക്കലും പൊഴിയത്തില്ലല്ലോ, മൂവിങ് അല്ലല്ലോ. അതുകൊണ്ടാണ് പറയുന്നത് ബോൾഡ് ലവർ ടു നോട്ട് ഗ്രീവിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ സ്പീക്കർ ദെൻ ഫോക്കസ് ഓൺ എ സീൻ ദാറ്റ് ഡെപിക്ട് ടു യങ് ലവേഴ്സ്. സ്പീക്കർ എന്ത് ചെയ്യാണ്, 2 ലവേഴ്സിനെ അവിടെ കാണുകയാണ്. 2 യങ് ലവേഴ്സിനെ എന്ന് വെച്ചാൽ നല്ല യങ് ആയിട്ടുള്ള 2 ലവേഴ്സിനെ അവിടെ കാണുകയാണ്. അവരെന്ത് ചെയ്യാണ്, കിസ് ചെയ്യാൻ വേണ്ടിയിട്ട് വരികയാണ്. നിയർലി കിസ് ചെയ്യാൻ വേണ്ടിയിട്ട് വരികയാണ്. പക്ഷേ അവരുടെ ചുണ്ടുകൾ ഇതുവരെ അടുത്ത് എത്തിയില്ല.
കാരണം എന്താണ്, സ്റ്റിൽ ഇമേജസ് ആണ്. അതെന്താ ഒരിക്കലും അടുത്തെത്തുന്നില്ല, കാരണം അത് അവിടെ അങ്ങനെ പിക്ചറാണ് അവിടെ കാർവ് ചെയ്ത് വെച്ചേക്കുന്നത്, അല്ലെങ്കിൽ കൊത്തിയെടുത്ത് വെച്ചേക്കുന്നത്. അതുകൊണ്ട് അതെന്ത് ചെയ്യുന്നില്ല, അവർ നെവർ മീറ്റ്, ദർ ലിപ്സ് ക്യാൻ നെവർ മീറ്റ്. ദ സ്പീക്കർ ടെൽസ് ദം നോട്ട് ടു ബി അപ്സെറ്റ്. അവരോട് പറയുകയാണ്, സ്പീക്കർ അവരോട് പറയുകയാണ്, നിങ്ങൾ കുഴപ്പമില്ല, എന്താ പറയുക, ഉമ്മ വെക്കാൻ വേണ്ടി പോവുകയാണ്, പക്ഷേ ചുണ്ടുകൾ തമ്മിൽ അടുക്കുന്നില്ല. അപ്പോൾ എന്ത് ഭയങ്കര വിഷമത്തിൽ നിൽക്കുന്ന അവരോട് പറയുകയാണ്, സ്പീക്കർ പറയുകയാണ്, നിങ്ങൾ അപ്സെറ്റ് ആവണ്ട. ഹൗവർ ദോ ദ കിസ് വിൽ നെവർ ഹാപ്പൻ. അവരോട് അപ്സെറ്റ് ആകുന്നതെന്ന് പറയുകയും ചെയ്യും, എന്നിട്ട് എന്തെല്ലാം തന്നെ അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല, അവർ തമ്മിലുള്ള ആ ഒരു കിസ് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്നാണ് ആര് പറയുന്നത്, സ്പീക്കർ പറയുന്നത്. കാരണം എന്താണ്, അത് മൂവിങ് അല്ല. ദ മാൻ ആൻഡ് വുമൺ വിൽ ഓൾവേസ് ലവ് വൺ അനദർ, ഓർ ദ മാൻ വിൽ ഓൾവേസ് ലവ് ദ വുമൺ ആൻഡ് വുമൺ വിൽ ഓൾവേസ് ബി ബ്യൂട്ടിഫുൾ. അത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ആ രണ്ടുപേരും നല്ല പരിശുദ്ധമായ പ്രേമമായിരിക്കും അവിടെ കാഴ്ചവെക്കുന്നത്. അവർ തമ്മിൽ ഒരുപാട് ഇഷ്ടപ്പെടും. എന്താ പറയുന്നത്, അവർ തമ്മിൽ ആ മാൻ എന്താ ചെയ്യും, ആ വുമണിനെ ഒരുപാട് സ്നേഹിക്കും. വുമൺ എന്താണ്, ബ്യൂട്ടിഫുള്ളായിട്ട് എപ്പോഴും നിൽക്കും. അവിടെ വുമൺ ബ്യൂട്ടിഫുൾ ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം ഒരു മാനിൻ്റെ ഒരു നെഗറ്റീവ് സെൻസിൽ പറയുന്നതാണോ എന്ന് അറിയത്തില്ല. കാരണം സൗന്ദര്യമുള്ളതിനെ എന്താ പറയുന്നത്, പെൺകുട്ടികൾ സൗന്ദര്യമുള്ളതായിരിക്കണം എന്നൊരു കൺസെപ്റ്റ് പണ്ട് തൊട്ടേ ഉണ്ടല്ലോ. അപ്പം അത് ആ പെൺകുട്ടി സൗന്ദര്യമുള്ളതാകുന്നവരെ, എന്താ പറയുക, സൗന്ദര്യമുള്ളതായിരിക്കുന്നവരെ അയാൾ മാൻ ആ വുമണിനെ പ്രേമിക്കുമെന്നായിരിക്കാം ചിലപ്പോൾ ഉദ്ദേശിച്ചത്. പക്ഷെ അങ്ങനെയാണെന്ന് തോന്നുന്നില്ല. ആ സെൻറ്റൻസുകളുടെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വുമൺ എപ്പോഴും എന്താണ്, എല്ലായ്പ്പോഴും ബ്യൂട്ടിഫുള്ളായിട്ട് ഇരിക്കും. അതുപോലെ മാൻ എന്ത് ചെയ്യും, ആ സ്ത്രീയെ എല്ലായ്പ്പോഴും സ്നേഹിക്കും. അവർ തമ്മിൽ എല്ലായ്പ്പോഴും സ്നേഹിക്കും. അതാണ് ആ ഒരു ലിറ്ററൽ മീനിങ് എന്ന് പറയുന്നത്. ഓക്കെ, അത്രേ ഉള്ളൂ ലൈൻസ് 11 to 20 വരെ. ഇനി ലൈൻസ് 21 to 30 ആണ്. അതിൽ പറയുന്ന ആ ഹാപ്പി തൊട്ട് സ്പ്രിംഗ് അഡു വരെയുള്ള അർത്ഥം ചോദിച്ചു കഴിഞ്ഞാൽ, ദ സ്പീക്കർ നൗ അഡ്രസ്സസ് ദ ഇമേജസ് ഓഫ് ട്രീ ഓൺ ദ മൂൺ ആൻഡ് കോളിംഗ് ദെയർ ബോൾസ് ഹാപ്പി ബിക്കോസ് ദേ വിൽ നെവർ ലൂസ് ദെയർ ലീവ്സ്, ദേ വിൽ നെവർ ഹാവ് ടു സേ ഗുഡ് ബൈ ടു സ്പ്രിംഗ്. അതായത് സ്പീക്കർ ഇനി പറയുകയാണ്, സ്പീക്കർ ഹാപ്പി ബോൾസ് എന്ന് വെച്ചാൽ എന്താണ്, ശിഖരങ്ങൾ ട്രീസിൻ്റെ ട്രീസ് ഭയങ്കര ഹാപ്പിയാണ്. അതുപോലെ തന്നെ ആ ശിഖരങ്ങൾ അതിയായ ഹാപ്പിനെസ്സിലാണ്. എന്തുകൊണ്ടാണ് അവർ അതിയായ ഹാപ്പിനെസ്സിൽ വരുന്നത്, അവർക്ക് ഒരിക്കലും അവരുടെ ഇലകൾ പൊഴിക്കേണ്ട ആവശ്യമില്ല. കാരണം ആ ഇലകൾ സ്റ്റില്ലായിട്ട് അവിടെ തന്നെ നിൽക്കുകയാണ്, അതിന് മൂവ്മെൻറ്റ് ഇല്ലാതെ നിൽക്കുകയാണ്. അതുകൊണ്ട് വസന്ത കാലഘട്ടത്തെ അവർക്കിങ്ങനെ ഗുഡ് ബൈ പറയേണ്ട ഒരാവശ്യവുമില്ല, ടാറ്റ ബൈ ബൈ പറയേണ്ട ഒരാവശ്യവുമില്ല. കാരണം അവർ ഇല പൊഴിയാതെ ഇങ്ങനെ നിൽക്കുകയാണ്. ട്രീസിനായാലും അതുപോലെ തന്നെ നമ്മുടെ മനുഷ്യർക്കായാലും ഏത് ജീവികൾക്കായാലും ഭൂമിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സീസൺ എന്ന് പറഞ്ഞാൽ സ്പ്രിംഗ് സീസണാണ് അല്ലേ, നമ്മുടെ ഓണമൊക്കെ വരുന്ന ആ ഒരു സമയം. ഓക്കെ, ആ സ്പ്രിംഗ് സീസണാണ് ഏറ്റവും വലിയ ഇഷ്ടം എന്ന് പറയുന്നത്. സ്പ്രിംഗ് സീസൺ കേരളത്തിൽ ഓണം വരുന്ന സമയമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം സ്പ്രിംഗ് സീസൺ കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്ന മിഡ് ഫെബ്രുവരി തൊട്ട് മിഡ് ഏപ്രിൽ വരെയാണ് കാലാവസ്ഥകൾ ആ ഒരു കറക്റ്റ് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് അറിയാൻ പറ്റുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് മനസ്സിലായല്ലോ വസന്ത കാലഘട്ടം. ഓക്കെ, ആ വസന്ത കാലഘട്ടത്തിലെ ആ ഒരു ആംബിയൻസ്, അത് ഇങ്ങനെ എന്ത് ചെയ്യാം, ഇങ്ങനെ കൊണ്ടുപോകാൻ ആർക്ക് സാധിക്കും, ആർക്ക് സാധിക്കും, ഈ ഒരു ട്രീസിൻ്റെ ബ്രാഞ്ചസിന് ബോൾസിന് സാധിക്കും. ഇനി ആൻ ഹാപ്പി മെലോഡീസ് ടു എവർ ന്യൂവിൻ്റെ അർത്ഥം ആ ലൈൻസിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്പീക്കർ ദെൻ റിട്ടേൺസ് ടു ദ പൈപ്പർ. സ്പീക്കർ ഇത് പറഞ്ഞതിന് ശേഷം എന്ത് ചെയ്യാണ്, തിരിച്ച് ആ ബാക്ക് പൈപ്പറിലോട്ട് തിരിച്ച് വരികയാണ്. whom they perceive as happy and untiring. അദ്ദേഹം ഭയങ്കര സന്തോഷവാനാണ്. ആ ഒരു പൈപ്പർ ഭയങ്കര സന്തോഷവാനാണ്, അതുപോലെ അൺടയറിംഗ് ആണ്, അയാൾക്ക് ക്ഷീണമില്ല. ആൻഡ് പൈപ്പർ വിൽ പ്ലേ മ്യൂസിക് ഫോർ ദ റെസ്റ്റ് ഓഫ് ടൈം. ഇനിയുള്ള കാലങ്ങൾ എത്ര നീണ്ടു നിൽക്കുന്നോ അത്രയും സമയം വരെ ആ പൈപ്പർ എന്തു ചെയ്യും, അദ്ദേഹത്തിൻ്റെ സംഗീതം ഇങ്ങനെ ആലപിച്ചുകൊണ്ടേ ഇരിക്കും എന്നാണ് ആ ഒരു ആൻ ഹാപ്പി മെലഡീസ് തൊട്ട് എവർ ന്യൂ വരെ വരുന്നത്. മോർ ഹാപ്പി തൊട്ട് ഹാപ്പി ലവിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദിസ് ഫിൽസ് ദ സ്പീക്കർ വിത്ത് തോട്ട്സ് ഓഫ് ഹാപ്പിനെസ് ആൻഡ് ലവ്. ഇത് കാണുന്ന ഒരു സ്പീക്കറിന്, അദ്ദേഹത്തിന് ഒരുപാട് സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒരുപാട് ചിന്താഗതികൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലോട്ട് കയറി വരികയാണ്. ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് കയറി വരുന്നുണ്ട് എന്നാണ് ആര് പറയുന്നത്, സ്പീക്കർ ഇവിടെ പറയുന്നത്. അതുപോലെ ഇനി 4 അവർ തൊട്ട് യങ്ങിൻ്റെ അർത്ഥം ചോദിച്ചു കഴിഞ്ഞാൽ, ദ ഫിഗേഴ്സ് ഓൺ ദ ഓൺ വിൽ ഓൾവേസ് ഹാവ് എ ഹാപ്പിനെസ് ടു ലുക്ക് ഫോർവേഡ് ടു ആൻഡ് ഓൾവേസ് ബി ഔട്ട് ഓഫ് ബ്രത്ത് ഫ്രം ദ ചേസ് ആൻഡ് ഓൾവേസ് ബി യങ്. ആ ഊണിലുള്ള ഫിഗേഴ്സ് എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും സന്തോഷം കണ്ടെത്തും. അതുപോലെ തന്നെ ഓൾവേസ് ബി ഔട്ട് ഓഫ് ബ്രത്ത് ഫ്രം ദ ചേസിൽ നിന്ന് എന്താണ്, ആ ഒരു ചേസ് അവിടെ നടക്കുന്നുണ്ടെന്ന് പറയുന്നില്ലേ, ഒരു ചെറിയ ചേസ് നടക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. അതിൽ നിന്ന് ബ്രത്തിൽ നിന്ന് ഔട്ട് ഓഫ് ബ്രത്ത് എന്ന് പറഞ്ഞാൽ ശ്വാസമില്ലാതെ ആ ചേസ് എപ്പോഴും നടന്നുകൊണ്ടിരിക്കും. അവിടെ ഒരു ചേസ് ഉണ്ടെന്ന് നമ്മൾ പറയുന്നതല്ലേ, ഒരു മാനും ലേഡീസും തമ്മിൽ, അല്ലെങ്കിൽ മെന്നും വുമണും തമ്മിൽ എന്താ പറയുന്ന ഒരു ചേസ് നടക്കുന്നുണ്ടെന്ന് പറയും. അപ്പോൾ ഔട്ട് ഓഫ് ബ്രത്ത് എന്ന് പറഞ്ഞാൽ ശ്വാസം ഇല്ലാണ്ടായി പോകും. അപ്പോൾ ചേസ് ഒരുപാട് നേരം ഓടിക്കഴിഞ്ഞാൽ എന്താണ്, ശ്വാസം ഇല്ലാണ്ടായി പോകത്തില്ലേ. അപ്പോൾ അവർക്കിങ്ങനെ ശ്വാസം ഇങ്ങനെ മുട്ടിക്കൊണ്ടേയിരിക്കും, ആ ചേസ് ഇങ്ങനെ ഓൾവേസ് നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഓൾവേസ് അവിടെ ഹാപ്പിനെസ് ഉണ്ട്, ആ ചേസ് നടക്കുന്നുണ്ട്, അവരെപ്പോഴും യങ്ങായിട്ട് തന്നെ ഇരിക്കും.
അവർക്ക് ഒരിക്കലും എന്താ പറയുന്നത്, അവരൊരിക്കലും ഈ എന്തുവാ വാർദ്ധക്യത്തിലോട്ട് പോകത്തില്ല, എന്ന് പറഞ്ഞാൽ ഓൾഡ് ഏജിലോട്ട് പോകത്തില്ല. ഓക്കെ, ഓൾഡ് ഏജിലോട്ട് പോകത്തില്ല. അവരെപ്പോഴും യങ്ങായിട്ട് തന്നെ ഇരിക്കുമെന്നാണ് പോയിട്ട് പറയുന്നത്. അതിലുള്ള ഇമേജസ് എപ്പോഴും യങ്ങായിട്ട് തന്നെ ഇരിക്കും. അതുപോലെ ഓൾ ബ്രീത്തിങ് തൊട്ട് എന്താ പറയുന്നത്, പാർഷിങ് ടങ്ങിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾ പാഷൻസ് ഓഫ് ദ ലിവിങ് ഹ്യൂമൻ വേൾഡ് ആർ ഫാർ റിമൂവ്ഡ് ഫ്രം ദ ഫിഗേഴ്സ് ഓൺ ദ ഓൺ ആൻഡ് ദീസ് പാഷൻസ് കോസ് ഹെർട്ടേക്ക്, ലവ് സിക്ക് ഫീവേഴ്സ് ആൻഡ് തേഴ്സ്റ്റ്. ഇവിടെ സ്പീക്കർ പറയുകയാണ് മനുഷ്യൻ്റെ ലോകത്തുള്ള എല്ലാ മനുഷ്യനുള്ള എല്ലാ പാഷൻസും ഈ ഒരു എന്താ പറയുന്നത് ഊണിലുള്ള ഫിഗേഴ്സ് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്തെന്നാണ് പറയുന്നത്. മനുഷ്യനുള്ള എല്ലാ പാഷൻസും എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, നമുക്ക് നോക്കാം ആ പാഷൻസ് എന്ത് ചെയ്യും. നമ്മുടെ അതിയായ എന്താ പറയുക പണത്തിനുള്ള ആ ഒരു ആഗ്രഹം, അതൊരു പാഷനാണ് നമുക്ക്. നമ്മുടെ ഒരു ഡ്രൈവിംഗ് സ്കിൽ, നമ്മുടെ കണ്ടംപററി ആയിട്ട് ഞാൻ എന്താ പറയുക, നമ്മുടെ ഈ ലോകമായിട്ട് കമ്പയർ ചെയ്ത് ഞാൻ പറയാം, വണ്ടി ഓടിക്കാനുള്ള ആഗ്രഹം, ട്രാവൽ ചെയ്യാനുള്ള ആഗ്രഹം, അതെല്ലാം ആ പാഷൻസ് എല്ലാം എന്ത് ചെയ്യുന്നു, ഈ ഒരു ഊണിലുള്ള ഫിഗേഴ്സ് എന്ത് ചെയ്യുന്നു, റിമൂവ് ചെയ്യുന്നു. കാരണം ആ പാഷൻസിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ തലവേദന ഉണ്ടാകും, ഹാർട്ടേക്ക് ഉണ്ടാകും, എന്ന് വെച്ച് കഴിഞ്ഞാൽ നെഞ്ചുവേദന ഉണ്ടാവും, അതുപോലെ ദാഹമുണ്ടാകും, അതുപോലെ ലൗസിക് ഫീവേഴ്സ് ഉണ്ടാവും, എന്ന് വെച്ചാൽ എന്താ പനികളുണ്ടാവും, ലൗസിക് ആയിട്ടുള്ള അവർക്ക് പ്രേമത്തിലുള്ള ആ ഫീവേഴ്സ് ഉണ്ടായിരിക്കും, എന്ന് പറഞ്ഞാൽ പനികൾ ഉണ്ടാകുമെന്നായിരിക്കും പോയിട്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ലൗസിക്കിൻ്റെ അർത്ഥം അത് തന്നെയാണ്. ലൗസിക് എന്ന് വെച്ചാൽ പ്രേമാസക്തമായ എന്നൊക്കെയാണ് അതിൻ്റെ ഒരു അർത്ഥം വരുന്നത് കേട്ടോ. അപ്പോൾ ആ പാഷൻസിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ആ ലോകത്തുള്ള ആ പാഷൻസിൻ്റെ പുറകെ മനുഷ്യൻ പോകുമ്പോഴത്തേക്ക് എന്താ പറയുക, ആ പാഷൻസ് എന്തൊക്കെ കോസ് ചെയ്യുന്നു, നെഞ്ചുവേദന ഉണ്ടാക്കുന്നു, പനികൾ ഉണ്ടാക്കുന്നു, ദാഹം ഉണ്ടാക്കുന്നു. ഈ വക കാര്യങ്ങളൊന്നും ഈ ഊണിലുള്ള ഫിഗേഴ്സിന് അനുഭവിക്കുന്നില്ല. കാരണം അവർ എന്താ ചെയ്യുന്നത്, അവർക്ക് ഭയങ്കര ഹാപ്പിനെസ് ആണെന്നാണ് ഇവിടെ സ്പീക്കർ പറയുന്നത്. അവർക്ക് ഭയങ്കര സന്തോഷമാണ്, എപ്പോഴും സന്തോഷമാണ്. അവർ ട്രീസിന് സന്തോഷമാണ്, അവിടെയുള്ള ഹ്യൂമൻസിന് സന്തോഷമാണ്. എല്ലാവരും നല്ല അർമാദിച്ച് നിൽക്കുകയാണ് കേട്ടോ, അർമാദിച്ച്. അവർക്ക് ഒരിക്കലും വിഷമങ്ങളൊന്നും ഇതിൽ കാണാൻ സാധിക്കുന്നില്ല എന്നാണ് സ്പീക്കർ പറയുന്നത്. അവർ കംപ്ലീറ്റ്ലി ലവും ഹാപ്പിനെസ്സും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. പക്ഷേ മനുഷ്യൻ്റെ വേൾഡിൽ, റിയൽ ആയിട്ടുള്ള ഹ്യൂമൻ വേൾഡിൽ ഇതെല്ലാം ഉണ്ട്. ഏതാ, ഈ ഹാർട്ടേക്ക്, പനികൾ, അതുപോലെ തേഴ്സ്റ്റ്, ദാഹം, അതുപോലെ വിഷമങ്ങൾ എല്ലാം മനുഷ്യൻ്റെ ഇപ്പോഴത്തെ ഹ്യൂമൻ വേൾഡിലുണ്ട്. അത് പാഷൻസാണ് പാഷൻസിനാണ് ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ ഈ ഹാർട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് സ്പീക്കർ ഇവിടെ പറയുന്നത്. ഇത്രയേ ഉള്ളൂ ലൈൻസ് 21 to 30 അർത്ഥം എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടെ ജസ്റ്റ് ആ ലൈൻസിലൂടെ നിങ്ങളൊന്ന് പോവുക, സമ്മറി ഒന്ന് വായിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. ഇനി ലൈൻസ് 31 to 40 അർത്ഥമാണ് പറയുന്നത്. സോ ഫസ്റ്റ് 4 ലൈൻസ്, അതായത് ഹൂ ആർ ദീസ് തൊട്ട് ട്രസ്റ്റ് വരേണ്ടുള്ള അർത്ഥമാണ് നമ്മൾ പറയുന്നത്. ദ സ്പീക്കർ ദെൻ ടേൺസ് ദർ അറ്റൻഷൻ ടു അനദർ സീൻ ഓൺ ദി ഊൺ. അതാണ് സ്പീക്കർ വേറൊരു സീനിലോട്ട് മാറുകയാണ്. ഊണിൽ ഒരുപാട് ചിത്രങ്ങൾ കാണാൻ സാധിക്കും. അതിലുള്ള അനന്തരായിട്ടുള്ള വേറൊരു സീനിലോട്ട് സ്പീക്കർ മാറുകയാണ്. വിച്ച് അപ്പിയർസ് ടു ഡെപിക്റ്റ് എ സെറിമോണിയൽ പ്രോഗ്രഷൻ. അതായത് എന്തോ ഒരു സെറിമണി അവിടെ നടക്കുന്നുണ്ടേ, സെറിമണിയുടെ ചടങ്ങുകൾ, ഒരു ചടങ്ങ് അവിടെ നടക്കുന്നുണ്ട്. ദേ നോട്ടീസ് ദ ഫിഗർ ഓഫ് എ ഷാഡോയി പ്രീസ്റ്റ് ലീഡിങ് എ കൗ വിച്ച് ഇസ് മൂവിങ് ടുവേർഡ്സ് ദ സ്കൈ ആൻഡ് ഈസ് ഡ്രസ്ഡ് വിത്ത് സെറിമോണിയൽ സിൽക്സ് ആൻഡ് ഫ്ലവേഴ്സ്. അദ്ദേഹം നോക്കുമ്പോഴത്തേക്ക് ഒരു ഷാഡോവി പ്രീസ്റ്റ് എന്ന് വെച്ചാൽ നിഴലുള്ള ഒരു പ്രീസ്റ്റ്, എന്ന് വെച്ചാൽ ആ ഒരു പ്രീസ്റ്റിൻ്റെ രൂപമായിരിക്കും, അത് ചിലപ്പോൾ കറുത്ത രൂപമായിരിക്കും കേട്ടോ. ഒന്നെങ്കിൽ ആ ഊണിലുള്ള ആ ഒരു രൂപങ്ങൾ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് കറുത്ത രൂപങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ആ പ്രീസ്റ്റിൻ്റെ കളർ, അയാൾ ഇട്ടേക്കുന്ന കളർ എന്ന് പറയുന്നത് ഒരു കറുത്ത രൂപത്തിലുള്ള ഒരു കോട്ടായിരിക്കാം അദ്ദേഹം ഇട്ടിരിക്കുന്നത്. അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഒരു കൗവിനെ ലീഡ് ചെയ്ത് ആ കൗ എന്ത് ചെയ്യുന്നു, കൗ എന്ന് പറഞ്ഞുകൊണ്ട് മൂവ് ചെയ്തുകൊണ്ട് എങ്ങോട്ടേക്ക് പോകുന്നു, ആകാശത്തേക്ക് പറന്ന് പോകുന്നു ആ കൗ കേട്ടോ. ആ പറന്ന് പോകുന്നു, കൂടെ ഈ പ്രീസ്റ്റും ഉണ്ട്. എന്നിട്ട് അവരെന്ത് ചെയ്യുന്നു, ആ കൗ ഫംഗ്ഷൻ ഇടുന്ന ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട്, നല്ല സിൽക്കുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല ഫ്ലവേഴ്സൊക്കെ ചൂടിയിട്ടുണ്ട്. ഈ ഒരു കൗ എന്ന് പറയുന്നത്. അപ്പം ഒരു ഷാഡോയി പ്രീസ്റ്റ് ഒരു കൗവിനെ കൊണ്ടുവന്നു. അതെന്ത് ചെയ്യുന്നു, ഇവർ രണ്ടുപേരും കൂടെ ആയിരിക്കാം, ചിലപ്പോൾ കൗ മാത്രമായിരിക്കാം, എങ്ങനെയാണെങ്കിലും നമുക്ക് വ്യാഖ്യാനിക്കാം. ഓക്കെ, അതിങ്ങനെ സ്കൈയിലോട്ട് ഇങ്ങനെ പോകുന്നു. ആ കൗവിൻ്റെ ദേഹത്ത് നല്ല പട്ട് പോലത്തെ തുണികൾ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല ഫ്ലവേഴ്സ് ഇങ്ങനെ ഡ്രസ്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്ത വാട്ട് ലിറ്റിൽ ടൗൺ തൊട്ട് പൈസ് മോണ് പറഞ്ഞ അർത്ഥമാണ്. അപ്പോൾ ഈ ഒരു ദിസ് ഇമേജ് കോസ് ദ സ്പീക്കർ ടു വണ്ടർ വെയർ ദീസ് ഇൻ ദ പ്രൊക്കഷൻ ഹാവ് കം ഫ്രം and which town by the river, coast or mountain has fallen quiet because they have left on this religious significant mourning.
സ്പീക്കറിന് ചിന്തിക്കുകയാണ് എവിടെ നിന്നാണ് വന്നത്, ഈ ഒരു എന്താ പറയുക ഘോഷയാത്ര എവിടെ നിന്നാണ് വന്നത്. അപ്പോഴാണ് സ്പീക്കറിന് മനസ്സിലേക്ക് വരികയാണ്, അവരിങ്ങനെ പോവുകയാണ്. ഈ ഒരു കൗവെന്ന് ഇവിടെ പറയുന്നെങ്കിൽ ഇവിടെ ഒരു പശുക്കുട്ടിയൊക്കെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ലീഡിങ് എ കൗവ് എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ ഒരു പശുക്കുട്ടിയെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ പശുക്കുട്ടിയെ കൊണ്ട് ഇവരിങ്ങനെ പോകുന്നത് എങ്ങോട്ടേക്കാണ് പോകുന്നത്, ഇത് എവിടെ നിന്നാണ് വന്നത്, ഈ ഒരു പ്രൊസഷൻ ഘോഷയാത്ര എന്നൊക്കെ അർത്ഥം കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ ഈ ഒരു ചടങ്ങിന് ഇത്രയും പേര് എവിടെ നിന്നാണ് വന്നത്. അപ്പോഴാണ് സ്പീക്കറിൻ്റെ കണ്ണിൽ ഒരു വേറൊരു ടൗൺ അവിടെ എന്താ ജസ്റ്റ് ഇങ്ങനെ കണ്ണിൽ പെട്ടത്. ഒരു ടൗൺ ബൈ ദ എന്താ റിവർ ഓർ കോസ്റ്റ് ഓർ മൗണ്ടൻ ഹാസ് ഫാളൻ ക്വൈറ്റ് ബിക്കോസ് ദേ ഹാവ് ലെഫ്റ്റ് ഓൺ ദിസ് റിലീജിയസ് സിഗ്നിഫിക്കൻറ്റ് മോർണിംഗ്. ഈ ഒരു മതപരമായിട്ടുള്ള ചടങ്ങിൽ അപ്പോൾ ഒരു ടൗൺ സ്പീക്കറിൻ്റെ മനസ്സിലേക്ക് വരുന്നു. ചിലപ്പോൾ ആ ടൗൺ അവിടെ കൊത്തി വെച്ചിട്ടുണ്ടായിരിക്കാം. ചിലപ്പോൾ ആ ടൗൺ ഒരു റിവറിൻ്റെ കരയിലോ ഒരു മൗണ്ടൻ്റെ സൈഡിലോ അല്ലെങ്കിൽ കോസ്റ്റൽ സൈഡിലായിരിക്കും ആ ടൗൺ നിൽക്കുന്നതെന്ന് ആര് പറയുന്നു, സ്പീക്കർ പറയുന്നു. അതെന്താണ് ക്വയറ്റായി, അത് ശാന്തതയുടെ ആ ഒരു നിഴൽ അതിൽ വീണിരിക്കുന്നു. ശാന്തതയുടെ ഒരു നിഴൽ അതിൽ വീണിരിക്കുന്നു. അവിടുത്തെ എല്ലാ ആൾക്കാരും ഈ ഒരു റിലീജിയസ് സെറിമണിക്ക് വേണ്ടിയിട്ട് പോയേക്കുവാണ്. ഈ കൗവിൻ്റെ കൂടെയും ഈ ഷാഡോ പ്രീസ്റ്റിൻ്റെ കൂടെയൊക്കെ അവരിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ആ ടൗണിൽ ഇപ്പോൾ ആരുമില്ല. ഓക്കെ, അതാണ് വാട്ട് ലിറ്റിൽ ടൗൺ തൊട്ട് പയസ് മോർണിംഗ് വരെ പറയുന്നത്. ആ ഒരു ടൗൺ എന്ന് പറയുന്നത് ചിലപ്പോൾ മൗണ്ടൻ്റെ അടുത്തായിരിക്കാം, അല്ലെങ്കിൽ റിവറിൻ്റെ അടുത്തായിരിക്കാം, അല്ലെങ്കിൽ കോസ്റ്റിൻ്റെ അടുത്തായിരിക്കാം. അതിപ്പോൾ എന്താണ്, അവിടെ ഇപ്പോൾ ഇനി ആരുമില്ല. അവിടെ എല്ലാവരും എങ്ങോട്ടേക്ക് പോകുന്നു, ഈ ഒരു പ്രൊസഷന് വേണ്ടി പോയി ഒരു എന്താ പറയുന്നത് ഈ ഒരു എഴുന്നള്ളിപ്പ് വെച്ചുകൊണ്ട് എങ്ങോട്ടേക്ക് പോയി, ഈ കൗവിൻ്റെ ഒരു ഷാഡോ പ്രീസ്റ്റ് എങ്ങോട്ടേക്ക് പോകുന്നു, കൗവിൻ്റെ അടുത്തേക്ക്, കൗവിനെ കൊണ്ട് എങ്ങോട്ടേക്ക് പോകുന്നു, സ്കൈയിലേക്ക് പോകുന്നു എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇവിടെ ചിലപ്പോൾ പറയുന്നത് ആ കൗവിനെ ചിലപ്പം ബലി കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയായിരിക്കും. അങ്ങനെ തന്നെയാണ് ഇവിടെ പറയുന്നത്. ബലി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ കൗവിനെ കൊണ്ടുവന്നത്. അതുകൊണ്ടായിരിക്കാം അതിന് ചെയ്യുന്നത്. കൗ എങ്ങോട്ടേക്ക് പോകുന്നത്, സ്കൈയിലേക്ക് പോകുന്നതെന്ന് പറയുന്നത്. അതിൻ്റെ സോളായിരിക്കും ചിലപ്പോൾ പോകുന്നത്. ഇവിടെ ഷാഡോയി പ്രീസ്റ്റ് എന്ന് പറഞ്ഞാൽ കറുത്ത വേഷംധാരിയായ പ്രീസ്റ്റ് എന്നല്ലേ. ചിലപ്പോൾ കറുത്ത വേഷം അവിടെ സൂചിപ്പിക്കുന്ന മരണത്തെ ആയിരിക്കാം. അങ്ങനെയുണ്ട്. ഓക്കെ, അപ്പം എന്താ പറയുന്നത്, ആ കൗ എങ്ങോട്ടേക്ക് ഇങ്ങനെ മാ എന്ന് പറഞ്ഞുകൊണ്ട് എങ്ങോട്ടേക്കാണ് പോകുന്നത്, അന്തരീക്ഷത്തേക്കാണ് പോകുന്നത്. അപ്പം ചിലപ്പോൾ ഒരു ബലി കൊടുക്കൽ ചടങ്ങായിരിക്കും അവിടെ നടക്കുന്നത്. സെറിമോണിയൽ ചടങ്ങ് എന്ന് പറയുന്നത് അവിടെ ഒരു ബലി കൊടുക്കുന്ന ചടങ്ങായിരിക്കും നടക്കുന്നത്. ഓക്കെ, അടുത്തത് ആൻഡ് ലിറ്റിൽ ടൗൺ തൊട്ട് വിൽ സൈലന്റ് ബി ആൻഡ് ലിറ്റിൽ ടൗൺ ദൈ സ്ട്രീറ്റ്സ് ഫോർ എവർ മോർ വിൽ സൈലന്റ് ബി എന്ന് വെച്ചാൽ സ്പീക്കർ ഡയറക്ട്ലി അഡ്രസ്സസ് ദിസ് അൺനോൺ ടൗൺ അക്നോളജിങ് ദാറ്റ് സ്ട്രീറ്റ്സ് ആർ ഫ്രോസൺ ഫോർ എവർ ഇൻ സൈലൻസ്. നമ്മളിപ്പോൾ പറഞ്ഞതന്നെ സ്പീക്കർ പറയുകയാണ്, ഏത് ടൗൺ ആവട്ടെ, ഞാൻ പറഞ്ഞ ടൗൺ ഏത് ടൗൺ ആവട്ടെ, എനിക്കറിയാത്ത ടൗൺ ആയിരിക്കും, ആ ടൗണിലുള്ള ആൾക്കാരല്ലേ പോയിക്കുന്നത്, ആ ടൗണിലുള്ള വ്യക്തികൾ പോയതിന് ശേഷം ആ ടൗണിൻ്റെ സ്ട്രീറ്റുകൾ, തെരുവുകൾ എന്ന് പറയുന്നത് ഫ്രോസൺ ആയിരിക്കും. അതിനെ അവിടെ ആരും കാണത്തില്ല. ശാന്തത, കംപ്ലീറ്റ് സൈലൻസ് ആയിരിക്കും അവിടെ മൊത്തം. ദർ ഈസ് നോ വൺ ലെഫ്റ്റ്, അതായത് നോട്ട് എ സോൾ ടു ടെൽ വൈ ദൗ ആർട്ട് ഡിസൊലേറ്റ് ക്യാൻ എവർ റിട്ടേൺ എന്ന് പറയുന്നത്. ദർ ഈസ് നോ വൺ ലെഫ്റ്റ് ഹൂ ക്യാൻ എക്സ്പ്ലെയിൻ വൈ ദ ടൗൺ ഈസ് എംപ്റ്റി. ആരും തന്നെ ഇല്ല. ആ ഒരു ടൗണ് അദ്ദേഹം പറയുന്നുണ്ട്, ആരും തന്നെ ആ ടൗണിലില്ല. എന്തുകൊണ്ടാണ് ആ ടൗൺ അവിടെ എംറ്റി എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്, അവിടെ ആൾക്കാരൊക്കെ എങ്ങോട്ട് പോയെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് പോലും ഒരു കുഞ്ഞ്, ഒരു എന്താ പറയുക, ഒരു പൂച്ചക്കുട്ടി പോലും ഇല്ല, ഒരു ഈച്ചയെ പോലും അവിടെ കാണാൻ പറ്റുന്നില്ല ഒന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ പൂച്ചക്കുട്ടിയെ പോലും ഇല്ല, ഒരു മനുഷ്യൻ പോലും അവിടെ ഇല്ല, ഒരൊറ്റ മനുഷ്യൻ പോലും ആ ടൗണിലില്ല. അവരെന്തിനാണ് എല്ലാവരും ഇവിടുന്ന് പോയെന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു മനുഷ്യൻ പോലും അവിടെ ഇല്ലെന്നാണ് ആ സ്പീക്കർ ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവരെല്ലാം ചിലപ്പം ആ ഒരു പ്രൊസഷന് വേണ്ടിയിട്ട്, ആ ഒരു സെറിമോണി ചടങ്ങിന് വേണ്ടിയിട്ട് പോയതായിരിക്കുമെന്നും സ്പീക്കർ പറയുന്നുണ്ട്. എന്ത് തന്നെയല്ല, ടൗൺ ഇപ്പോൾ എന്താണ്, അവിടെ ആരുമില്ലാതെ കംപ്ലീറ്റ് ശാന്തതയായിട്ട് കിടക്കുകയാണ്. തീർന്നു. അവസാനത്തെ 41 തൊട്ട് 50 ലൈൻസ് വരെയുള്ള അടുത്ത സ്റ്റാൻസാണ് നമ്മൾ പറയുന്നത്. സ്പീക്കർ ആറ്റിക് ഷേപ്പ് തൊട്ട് ട്രോഡൻ വീട് വരെ അർത്ഥമാണ് നമ്മൾ പറയുന്നത്, ട്രോഡൻ വീട്. സോ ദ സ്പീക്കർ ടേക്സ് എ മോർ സൂംഡ് ഔട്ട് ലുക്ക് അറ്റ് ദി സൺ ആൻഡ് നത്തിങ് ഇസ് ഷേപ്പ് ആൻഡ് അപ്പാരന്റ് ആറ്റിറ്റ്യൂഡ്. സ്പീക്കർ ഇനി ഒരു സൂംഡ് ഔട്ട്, നമ്മൾ സൂമിന് സൂംഡ് ഔട്ട് ഉണ്ട് അല്ലേ, നമ്മൾ ഫോണിലായാലും ആൻഡ്രോയിഡ് ഫോണിലായാലും അല്ലെങ്കിൽ എന്താ പറയുക കമ്പ്യൂട്ടറിലായാലും നമുക്ക് സൂംഡ് ഇൻ സൂംഡ് ഔട്ട് ഉണ്ട്. അപ്പം സ്പീക്കർ ഒന്ന് സൂം ഔട്ട് ചെയ്യുകയാണ്, നമുക്ക് പിറകിലേക്ക് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ നിന്നിട്ട് ആ ഓണിനെ ഒന്ന് നല്ലതായിട്ട് നോക്കുകയാണ്, ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണ്. ഞാൻ നത്തിങ് എന്നാണ് തൊട്ടും പറഞ്ഞില്ല, നോട്ടിങ് നടന്നത് കേട്ടോ. അപ്പോൾ നോട്ടിങ്ങിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ എന്ത് നോട്ട് ചെയ്യുന്നു അതിൻ്റെ ഷേപ്പ്, അതിൻ്റെ ആകൃതി എന്താ പറയുന്നത് ഇങ്ങനെ നോക്കുകയാണ്. സൂം ഔട്ട് ചെയ്ത് അതിൻ്റെ ആകൃതി, ഏകദേശം ആകൃതി സൂം ചെയ്ത് കഴിഞ്ഞാൽ അതിനെന്തോ ആ ഇമേജസ് കാണാൻ പറ്റത്തുള്ളൂ. ജസ്റ്റ് സൂം ഔട്ട് ചെയ്ത് പിറകിലോട്ട് ജസ്റ്റ് നിന്ന് അതിനെ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയപ്പോഴത്തേക്ക് അതിൻ്റെ ആകൃതി മനസ്സിലായി. അതിൻ്റെ ഒരു അപ്പാരൻ്റ് ആറ്റിറ്റ്യൂഡ്, അതിൻ്റെ വ്യക്തമായിട്ടുള്ള, സ്പഷ്ടമായിട്ടുള്ള അല്ലെങ്കിൽ പ്രത്യക്ഷമായ ഒരു ആറ്റിറ്റ്യൂഡ് അതിന് മനസ്സിലായി. And they recap the own's population of pictorial man and woman and its depiction of nature.
അതെന്താണ് കാട്ടിത്തരുന്നത്, എന്താണ് റീക്യാപ്പ് ചെയ്യുന്നത് എന്ന് നമുക്ക് ഓർമ്മിച്ച് കാട്ടിത്തരികയാണ്. നമുക്ക് പഴയ ഏൻഷ്യൻ്റ് ഹിസ്റ്ററിയിലുള്ള എന്തെങ്കിലും കൊത്തുപണികൾ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ റീക്യാപ്പാണ് ചെയ്യുന്നത്. പണ്ട് കാലത്തേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ്, പണ്ട് കാലത്തുള്ള ഓർമ്മകളിലേക്ക് കൊണ്ടുപോവുകയാണ്. ഓക്കെ, പണ്ട് കാലത്ത് ഈവൻസിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പം ദേ റീക്യാപ്പ് ദി ഊൺസ് പോപ്പുലേഷൻ, ഊണിലുള്ള പോപ്പുലേഷൻ. എന്തിൻ്റെ പോപ്പുലേഷൻ? പിക്ടോറിയൽ മെൻ. പിക്ടോറിയൽ മെൻ എന്ന് വെച്ചാൽ ആ ഒരു പിക്ടോറിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പടങ്ങൾ നടത്താം, ചിത്രങ്ങൾ നടത്താം പിക്ടോറിയൽ എന്ന് പറയുന്നത്. സോ അതായത് സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും പ്രകൃതിയുടെയും എന്താ പറയുന്നത് പിക്ചേഴ്സ് നമുക്ക് അതിൽ കാണാൻ പറ്റുന്നുണ്ട്. ഊൺസ് മൊത്തം ഇതാണെന്നാണ് ആര് പറയുന്നത്? ഇവിടെ ആര് പറയുന്നത്? നമ്മുടെ പോയിറ്റ് ഇവിടെ പറയുന്നത്. സ്പീക്കർ ഇവിടെ പറയുന്നത്. പോയിറ്റും സ്പീക്കർ ഓക്കെ, രണ്ടും ഒരാളെന്ന് ഇവിടെ നമുക്ക് അറിയത്തില്ല. സ്പീക്കർ അൺഡിഫൈൻഡ് ആണ്, പോയിറ്റ് എന്താ പറയുക സ്പീക്കറിലൂടെ പറയുന്നത്. ഓക്കെ, ഡിപിക്ഷൻ ഓഫ് നേച്ചർ, അതായത് പ്രകൃതിയെ പറ്റിയുള്ള നിരൂപണങ്ങൾ നമുക്കിതിൽ കാണാൻ സാധിക്കുകയാണ്. ഇനി ദൗ സൈലന്റ് ഫോം തൊട്ട് എറ്റേണിറ്റി വരെയുള്ള അർത്ഥമാണ്. ടു ദ സ്പീക്കർ ദ ഊൺ സീംസ് ടു ഓഫർ എ ടെമ്പററി റെസ്പെക്ട് ഫ്രം തോട്ട് ഇൻ ദ സെയിം വേ ദാറ്റ് എറ്റേണിറ്റി ഡസ്. എന്ന് വെച്ചാൽ ചിന്തയിൽ നിന്നും ഒരു ചെറുവിരാമം എന്ന് വെച്ചാൽ ടു ദ സ്പീക്കർ ദ ഓൺ സീംസ് ടു ഓഫർ എ ടെമ്പററി റെസ്പെക്ട് ഫ്രം തോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിന്താഗതികളിൽ നിന്ന് ഒരു ചെറുവിരാമം. റെസ്പെക്ട് എന്ന് വെച്ചാൽ ചെറുവിരാമം, ഒരു ടെമ്പററി ആയിട്ടുള്ള ചെറുവിരാമം. ഇൻ ദ സെയിം വേ ദാറ്റ് എറ്റേണിറ്റി ഡസ്. അതായത് നമ്മൾ ആ ഓൺ ചിന്തിക്കുമ്പോൾ ഒരുപാട് എന്താ പറയുന്നത് തോട്ടിലൂടെ, ഒരുപാട് ചിന്താഗതികളിലൂടെ നമ്മുടെ ഊണിൽ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് ചിന്താഗതിയിലൂടെ നമ്മൾ പോകുന്നുണ്ട്. ചിന്താഗതികളും വരുന്നത് അതിന് ജീവൻ ഉള്ളപ്പോഴാണ്, അല്ലേ? അതിന് ജീവനുള്ളപ്പോഴാണ്. ഒരു മനുഷ്യന് എപ്പോഴാണ് ഒരു ചിന്ത വരുന്നത്? മനുഷ്യൻ ചിന്തിക്കുന്നത് എപ്പോഴാണ്? അവന് ജീവനുള്ളപ്പോഴല്ലേ? അവന് ജീവനുള്ളപ്പോഴാണ്. അപ്പം ബീയിങ്ങിൻ്റെ, അതായത് ജീവൻ്റെ, ഓക്കെ, ആ മോർട്ടലിൻ്റെ ഒരു ഘടകമാണ് ഈ തോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഒരു ചെറു വിരാമം ആരെടുക്കുന്നു? സ്പീക്കർ എടുക്കുന്നു. ഊണിനെ നോക്കുന്നതിൽ നിന്ന് ഒരു ചെറിയ വിരാമം, ഊണിൽ നിന്ന് ഒരു ചെറു വിരാമം എടുക്കുന്നു. ഏതിൽ നിന്ന് പോലെ? അനശ്വരതയെ പോലെ. അപ്പം മനുഷ്യൻ്റെ ക്വാളിറ്റീസ്, മനുഷ്യൻ്റെ അല്ല, ആ ഒരു ചെറു വിരാമം എടുക്കുന്ന എന്ന് ഉദ്ദേശിക്കുന്നത് എറ്റേണിറ്റിയിലോട്ട് പോവുകയാണ്, അനശ്വരതയിലേക്ക് പോവുകയാണ്. ഓക്കെ, ചിന്താഗതികളിൽ നിന്ന് അനശ്വരതയിലേക്കുള്ള ഒരു കടന്നുകയറ്റം. കോൾഡ് പാസ്റ്ററൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബട്ട് ദിസ് റെസ്പെക്ട് സീംസ് ഇൻഹ്യൂമൻ ഓർ ഫാൾസ് ലീഡിങ് ദ സ്പീക്കർ ടു കോൾ ദ ഊൺ കോൾഡ്. അപ്പം ഈ ഒരു ചെറു വിരാമം ഇൻഹ്യൂമൻ ആണ്, നമുക്ക് മനുഷ്യൻ്റെ ഗുണമില്ലാത്തതാണ്, അത് കപടമാണ്, അത് ഫാൾസാണ്. ലീഡിങ് ദ സ്പീക്കർ ടു കോൾ ദ ഓൺ കോൾഡ്. അങ്ങനെ എന്താണ് സ്പീക്കറിനെ എന്ത് വിളിക്കും? സ്പീക്കർ ആ ഊണിനെ എന്താ വിളിക്കുന്നത്? കോൾഡ് പാസ്റ്ററൽ എന്നാണ് വിളിക്കുന്നത്. അതായത് ആ തണുത്തുറങ്ങിയ പാസ്റ്റർ. തണുപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ലാത്ത സ്റ്റഡിയായിട്ട് നിൽക്കുന്ന ഒരു കുടം. നിങ്ങൾക്കത് മനസ്സിലായിരുന്നു എനിക്ക് അറിയത്തില്ല. ഞാൻ ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ജസ്റ്റ് കേട്ടിരുന്നോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിന്തകളും ചിന്താശേഷികളും എല്ലാം ഉണ്ടാകുന്നത് മനുഷ്യൻ്റെ ഗുണമാണ്. ഓക്കെ, അതൊരു ഹ്യൂമൻ ക്വാളിറ്റിയാണ്, അത് ബീയിങ്ങിൻ്റെ ഒരു ക്വാളിറ്റിയാണ്, അത് ജീവനുള്ളതിൻ്റെ ഒരു ക്വാളിറ്റിയാണ്. ആ ക്വാളിറ്റിയിൽ നിന്ന് ഊണിനെ കുറച്ച് നേരം മാറ്റി നിർത്തുകയാണ്. ഊണിൻ്റെ ആ ഒരു എന്താ പറയുന്നത്, ഈ ഒരു പിക്ചേഴ്സ് കാണുമ്പോഴത്തേക്കും ആ തോട്ട്സൊക്കെ കയറി വരുന്നുണ്ട്. ഓക്കെ, ഒരുപാട് ഐഡിയാസ് അതിലുണ്ട്. ഊണിൽ ഒരുപാട് മൂവിങ് ആയിട്ടുള്ള ഐഡിയാസ് ഉണ്ട്. അതിൽ നിന്നെല്ലാം ചെറുവിരാമം, നമ്മൾ പറഞ്ഞില്ലായിരുന്നു ലവറിൻ്റെ കുറച്ച് പിക്ചേഴ്സ്, ട്രീയുടെ കുറച്ച് പിക്ചേഴ്സ്, എന്താ പറയുന്നത്, അതുപോലെ ബാക്ക് പേപ്പറിൻ്റെ കുറച്ച് പിക്ചേഴ്സ്, അതിൽ നിന്നെല്ലാം ചെറിയ ഒരു വിരാമം. ഓക്കെ, ആ ഒരു തോട്ടുകളിൽ നിന്നെല്ലാം ചെറിയൊരു വിരാമം. അപ്പം അതിൽ നിന്ന് വിരാമം എന്ന് പറയുമ്പോൾ, തോട്ടെന്ന് പറയുമ്പോൾ എന്തിൻ്റെ ക്വാളിറ്റിയാണ്? മോർട്ടലിൻ്റെ ക്വാളിറ്റിയാണ്, അത് നശ്വരമായതിൻ്റെ ക്വാളിറ്റിയാണ്. അതിൽ നിന്നും അനശ്വരമായ ഒരു ചിന്താഗതിയിലോട്ട് മാറുകയാണ്. അതായത് സ്റ്റില്ലായിട്ട് നിൽക്കുമ്പം അത് അനശ്വരമാണെന്നാണ് ആര് പറയുന്നത്? പോയിട്ട് പറയുന്നത്, അല്ലെങ്കിൽ സ്പീക്കർ പറയുന്നത്. എറ്റേണിറ്റിയിലോട്ട് അത് കിടക്കുകയാണ്. അപ്പോൾ പക്ഷേ ഇത്തരത്തിലുള്ള ചെറുവിരാമം എന്ന് പറയുന്ന മനുഷ്യഗുണമില്ലാത്തതാണ്, അല്ലേ? അപ്പം നമ്മൾ ചിന്തിച്ചില്ലെങ്കിൽ നമ്മൾ മനുഷ്യരല്ല എന്ന് പറയുന്ന പോലെ തന്നെ ഈ ഒരു ചെറുവിരാമം എന്ന് പറയുന്നത് ആ മനുഷ്യഗുണമില്ലാത്തതാണ്. അത് സ്പീക്കർ ഊണിനെ എന്ത് വിളിക്കാൻ കാരണമാകുന്നു? കോൾഡ് പാസ്റ്റർ എന്ന് വിളിക്കാൻ കാരണമാകുന്നു. വെൻ ഓൾജ് തൊട്ട് ദൗ ഷാൾട്ട് റിമൈൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്പയർഡ് ബൈ ദിസ് സെന്റിമെന്റ് ദ സ്പീക്കർ നോട്ട്സ് ദാറ്റ് വെൻ എവരിവൺ ഇൻ ദിയർ ജനറേഷൻ ഹാസ് ഡൈഡ് ദ ഓൺ വിൽ ബി എറൗണ്ട്. അതായത് എറ്റേണിറ്റിയാണ് അവിടെ പറയുന്നത്. ഈ ഒരു സെന്റിമെന്റ് ഉൾക്കൊണ്ടുകൊണ്ട് സ്പീക്കർ പറയുകയാണ്, ഈ ലോകത്തുള്ള അദ്ദേഹത്തിൻ്റെ ജനറേഷനുള്ള ആര് തന്നെ മരിച്ചാലും, അല്ലെങ്കിൽ ആ ഊണിൻ്റെ സമയത്തുണ്ടായിരുന്ന ആര് തന്നെ മരിച്ചാലും, ഊണിൻ്റെ സമയത്തുണ്ട് ഇൻ ദെയർ ജനറേഷൻ, ഓക്കെ, ഊണ് ആ കാർവ് ചെയ്ത സമയത്തുള്ള മനുഷ്യരെല്ലാം മരിച്ചാലും, സ്പീക്കറിൻ്റെ സമയത്തുള്ള മനുഷ്യർ മരിച്ചാലും, ഈ ഊൺ എന്ത് ചെയ്യും? ഈ ഒരു കുടം എന്ത് ചെയ്യും? അവിടെ തന്നെ ഉണ്ടാകും. ഇൻ മിഡ്സ്റ്റ് തൊട്ട് ഫ്രണ്ട് ടു മാൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബിക്കം ആൻ ഒബ്ജക്റ്റ് ഓഫ് കണ്ടംപ്ലേഷൻ ഫോർ പീപ്പിൾ വിത്ത് ഡിഫറെൻറ്റ് പ്രോബ്ലംസ് ദാൻ ദ സ്പീക്കേഴ്സ് ജനറേഷൻ. കണ്ടംപ്ലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിന്താഗതികൾ, അല്ലെങ്കിൽ ചിന്ത എന്നൊക്കെ അർത്ഥം, വിഭാവനം എന്നൊക്കെ അർത്ഥം കേട്ടോ. അപ്പം
ഏത് കാലഘട്ടത്തിലുള്ള ആൾക്കാരുടെ, അതായത് ഊണ് കാർവ് ചെയ്ത ഊണിൻ്റെ ചിത്രപ്പണികൾ ഉണ്ടാക്കി വെച്ച സമയത്തുള്ള ആൾക്കാരുടെ ആ പലതരത്തിലുള്ള പ്രശ്നങ്ങളുടെ ആ പ്രശ്നങ്ങളെ കാട്ടിത്തരികയാണ് എന്ത് ചെയ്യുന്നത്, ആ ഊൺ ചെയ്യുന്നത്. ആ ഊണൊരു ഒബ്ജക്റ്റായിട്ട് മാറുകയാണ്. ഒബ്ജക്റ്റായിട്ട് എന്തിൻ്റെ, ദ കണ്ടംപ്ലേഷൻ ഫോർ പീപ്പിൾ. കണ്ടംപ്ലേഷൻ എന്ന് പറഞ്ഞാൽ ചിന്ത. കണ്ടംപ്ലേഷൻ ഫോർ പീപ്പിൾ വിത്ത് ഡിഫറെൻറ്റ് പ്രോബ്ലംസ് ദാൻ ദ സ്പീക്കേഴ്സ് ജനറേഷൻ. സ്പീക്കറിൻ്റെ ജനറേഷനേക്കാളും കൂടുതൽ ഊൺ എന്ത് ഡിസ്ക്രൈബ് ചെയ്യുന്നു, ആ ഊണ് രചിക്കപ്പെട്ട അല്ലെങ്കിൽ ഉണ്ടാക്കിയ സമയത്തുള്ള ആൾക്കാരുടെ പ്രോബ്ലംസൊക്കെ അല്ലെങ്കിൽ ആ ആൾക്കാരുടെ അവിടുത്തെ വ്യക്തികളെ പറ്റി, അന്നത്തെ കാലഘട്ടത്തിൽ ആ ഊണിൻ്റെ കാലഘട്ടത്തിലുള്ള വ്യക്തികളെ പറ്റി അത് നമുക്ക് കാട്ടിത്തരുന്നു. ഇനി ടു ഹൂം ദൗ സേസ്റ്റ്, ലാസ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് ലൈനുണ്ട്, ബ്യൂട്ടി ഈസ് ട്രൂത്ത്, ട്രൂത്ത് ഈസ് ബ്യൂട്ടി. ടു ദം, അവർക്ക്, ദ ഊൺ വിൽ സേ ദാറ്റ് ബ്യൂട്ടി ആൻഡ് ട്രൂത്ത് ആർ വൺ. അവർക്ക് എന്താണ് ആ ഒരു കുടം എന്ന് പറയുന്നത്, സൗന്ദര്യവും സത്യവും, സൗന്ദര്യവും യാഥാർത്ഥ്യവും ഒന്ന് തന്നെയാണ്. ദ സെയിം. This fact, all that it is possible to know, that all that anybody actually needs to know. ഈ സത്യമാണ് നിങ്ങൾ അറിയേണ്ടത്, ഈ സത്യമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഏത് സത്യമാണ്? കല എന്നത് യാഥാർത്ഥ്യമാണ് എന്ന് പറഞ്ഞാൽ ബ്യൂട്ടി ഈസ് ട്രൂത്ത്, ട്രൂത്ത് ബ്യൂട്ടി. ഇതൊരു ഇമ്പോർട്ടൻറ്റ് കോട്ടാണ്. എന്ന് വെച്ചാൽ കീറ്റ്സിൻ്റെ പോയംസ് ഏതെടുത്ത് നോക്കിയാലും, അദ്ദേഹത്തിൻ്റെ ഹോൾ ലൈഫിലുള്ള വർക്ക് എടുത്ത് ഏത് നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹം എന്താ പറയുക, ഈ ഒരു തോട്ടാണ് എപ്പോഴും മുന്നോട്ട് വെച്ചേക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ആർട്ട് എന്ന് പറയുക, തോട്ട്സ് അബൌട്ട് ആർട്ട് ആൻഡ് മൊറാലിറ്റി, ധാർമ്മികതയെ പറ്റിയുള്ളത്, കലയെ പറ്റിയുള്ള കാര്യങ്ങൾ, ഇതൊക്കെയാണ് കീറ്റ്സ് അദ്ദേഹത്തിൻ്റെ ചിന്താഗതികളിലൂടെ എപ്പോഴും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ കലയുടെ ലോകവും ഈ ഒരു ധാർമ്മികമായ സത്യങ്ങളുടെ ലോകവും ഒന്ന് തന്നെയാണ്. എന്ന് വെച്ചാൽ മോറൽ ട്രൂത്തിൻ്റെ എന്ന് പറഞ്ഞാൽ കല എന്ന് പറയുന്നത് സത്യമാണ്, സത്യം എന്ന് പറയുന്നത് കലയാണ്. കലകളിലൂടെ സത്യം അദ്ദേഹം വിളിച്ച് കാണിക്കുന്നു. കലകളിലൂടെ അദ്ദേഹം എന്താണ്, സത്യം നമുക്ക് തുറന്ന് കാട്ടിക്കുന്നു. അപ്പോൾ കല എന്ന് പറയുന്നത് സത്യമാണ്, ധാർമ്മികമായ സത്യമാണ്, മോറൽ ആയിട്ടുള്ള ട്രൂത്താണെന്ന് അദ്ദേഹം ഇവിടെ പറയുന്നുണ്ട്. അതാണ് ബ്യൂട്ടി ഈസ് ട്രൂത്ത്, ട്രൂത്ത് ബ്യൂട്ടി. ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് വിവരണം നമ്മൾ അടുത്ത സമ്മറിയിലും തീമിലൊക്കെ പോകുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, ഇത് ഒരു വേർഡ്സിൻ്റെ ഒക്കെ അർത്ഥം എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, അപ്പം ഈ ഒരു അനാലിസിസ് സെക്ഷൻ കഴിഞ്ഞു. അടുത്ത സമ്മറി സെക്ഷനാണ്. സമ്മറി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങൾ ഇത്രയും ലൈൻസൊക്കെ പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് ചിലപ്പം എക്സാമിൻ്റെ തലേന്ന് നോക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു സമ്മറി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ പെട്ടെന്ന് എന്താ പറയുന്നത്, അതിൻ്റെ ഏകദേശം ഒരു മൊത്തത്തിലുള്ള ഐഡിയ നമ്മൾ സമ്മറിയിലൂടെ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ സമ്മറിയിൽ പറയുന്നത്, ഫസ്റ്റ് സെൻസിൽ പറയുന്നത്, സ്പീക്കർ എന്താണ്, സ്റ്റാൻഡ്സ് ബിഫോർ ആൻ ഏൻഷ്യൻറ്റ് ഗ്രീഷ്യൻ ഊൺ ആൻഡ് അഡ്രസ്സസ് ഇറ്റ്. അദ്ദേഹം ഏൻഷ്യൻറ്റ് ഗ്രീസിലുള്ള ഒരു കുടത്തിൻ്റെ ഫ്രണ്ടിലാണ് അദ്ദേഹം നിൽക്കുന്നത്. കുടത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് അതിനെപ്പറ്റി വർണ്ണിക്കുകയാണ് ആദ്യത്തെ സ്റ്റാൻസുകളിൽ നമുക്ക് ഈ ഓഡ് ഓൺ എ ഗ്രേഷ്യൻ ഊണിൽ കാണുവാൻ സാധിക്കുന്നത്. ഹീസ് പ്രീ ഒക്യുപ്പൈഡ് വിത്ത് ഹിസ് ഡിപിക്ഷൻ ഓഫ് പിക്ചേഴ്സ് ഫ്രോസൺ ഇൻ ടൈം. എന്ന് വെച്ചാൽ സമയം തണുത്ത് മരവിപ്പിച്ച അല്ലെങ്കിൽ സമയത്ത് പണ്ട് കാലഘട്ടത്തിലെ എന്തോ കുറച്ച് പിക്ചേഴ്സാണ് അല്ലെങ്കിൽ അതിൽ കാണിക്കുന്നതെന്നാണ് ആര് പറയുന്നത്, നമ്മുടെ സ്പീക്കർ പറയുന്നത്. സ്പീക്കർ എന്താണ് പറയുന്നത്, പണ്ട് സമയങ്ങളിൽ പറഞ്ഞിരുന്ന കുറച്ച് പിക്ചേഴ്സാണ് അദ്ദേഹം അവിടെ ഡിപിക്റ്റ് ചെയ്യുന്നത്. എന്തൊക്കെ പിക്ചേഴ്സാണ്? ഇറ്റ് ഈസ് എ സ്റ്റിൽ അൺറാവിഷ്ഡ് ബ്രൈഡ് ഓഫ് ദി കോയിനേഴ്സ്, ദ ഫോസ്റ്റർ ചൈൽഡ് ഓഫ് സൈലൻസ് ആൻഡ് സ്ലോ ടൈം. അത് എന്തിൻ്റെ ബ്രൈഡാണെന്ന് പറയുന്നത്, അൺറാവിഷ്ഡ് ബ്രൈഡ് എന്ന് വെച്ചാൽ പ്യൂർ ആയിട്ടുള്ള ബ്രൈഡാണ്. എന്തിൻ്റെ ബ്രൈഡ്? കോയിറ്റ്നസിൻ്റെ, ശാന്തതയുടെ ബ്രൈഡാണ് നമുക്കതിൽ കാണാൻ സാധിക്കുന്നത്. അതുപോലെ സൈലൻസിൻ്റെ ഒരു ഫോസ്റ്റർ ചൈൽഡാണ്. സൈലൻസിൻ്റെ ഒരു വളർത്തു മകൾ അല്ലെ വളർത്തു മകൻ എന്നൊക്കെ നമ്മൾ പറയില്ലേ, കുട്ടി എന്നൊക്കെ പറയത്തില്ലേ. അപ്പം സൈലൻസിൻ്റെ വളർത്തു കുട്ടിയാണ്. അതെന്തിനു ചെയ്യുന്നു? സമയത്തിനെ പിടിച്ചു നിർത്തുന്നു. ആ ഊണിലുള്ള ആ കുടത്തിലുള്ള പിക്ചേഴ്സാണ് അവിടെ പറയുന്നത്. നമ്മളിത് പറയുന്നതാണ്, ലൈൻ ബൈ ലൈൻ അനാലിസിസിൽ പറയുന്നതാണ്. സോ ഹീസ് ഓൾസോ ഡിസ്ക്രൈബ് ദ ഊൺ ആസ് എ ഹിസ്റ്റോറിയൻ. ഊൺ എന്ന് പറയുന്നത് ആ ഫ്രണ്ടിലുള്ള ആ കൂട്ടം അല്ലെങ്കിൽ പാത്രം എന്ന് പറയുന്നത് എന്താണ്? അതൊരു ഹിസ്റ്റോറിയനാണ്. ദാറ്റ് ക്യാൻ ടെൽ എ സ്റ്റോറി. അത് എന്ത് ചെയ്യുന്നു? ഒരു സ്റ്റോറി നമുക്ക് മുന്നിൽ കാട്ടിത്തരുന്നു. He wonders about the figures on the side of the wound and asks what legend they depict and from where they come. അദ്ദേഹത്തിന് വണ്ടറാണ്, അദ്ദേഹം ഇങ്ങനെ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. ആ ഊണിൻ്റെ സൈഡിലുള്ള ഫിഗേഴ്സ് എന്തിനെ ചൂണ്ടിക്കാണിക്കുന്നു, എന്ത് ലെജൻഡാണ്, എന്ത് ഐതിഹ്യങ്ങളാണ് അതിൽ ഡെപിക്റ്റ് ചെയ്യുന്നത്, അത് എവിടെ നിന്നാണ് വരുന്നത്, എവിടെ നിന്നാണ് ഇതൊക്കെ വന്നിട്ടുള്ളതെന്നൊക്കെ. അതായത് ഊണിലുള്ള പിക്ചേഴ്സിനെ നോക്കിയാണ് ആര് പറയുന്നത്, പോയിട്ട് പറയുന്നത് ഇത് എവിടെ നിന്ന് വരുന്നു, ഇത് എവിടെ നിന്നാണ് ഈ പിക്ചേഴ്സൊക്കെ വന്നിരിക്കുന്നത്, ഈ പിക്ചേഴ്സ് ഇത് ആരാണ്
എന്താണ് ഇതിൽ കാർവ് ചെയ്ത് വെച്ചേക്കുന്നത് എന്നൊക്കെ പോയിട്ടിന് ഒരുപാട് ക്വസ്റ്റ്യൻസ് അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് വരികയാണ്. ഈ ലുക്ക് അറ്റ്സ് എ പിക്ചർ ദാറ്റ് സീംസ് ടു ഡെപിക്റ്റ് എ ഗ്രൂപ്പ് ഓഫ് മെൻ pursuing a group of women, wonders what their story could be, what mad pursuit, what struggle to escape, what pipes and timbrels, what wild ecstasy. അതായത് ആദ്യ സ്റ്റാൻസുകളിൽ പോയിട്ട് പറയുന്നത് ഒരു കൂട്ടം ആണുങ്ങൾ ഒരു പെണ്ണുങ്ങളുടെ പുറകെ പോകുന്നു, പെണ്ണുങ്ങളുടെ പുറകെ അവർ പ്രിസ്യൂ ചെയ്യുന്നു, ഒന്ന് ഓടിക്കുന്നു, അല്ലെങ്കിൽ അവർ രണ്ടുപേരും തമ്മിൽ ഇങ്ങനെ ഓടുകയാണ്. അപ്പം പോയിട്ടിനൊരു ജിജ്ഞാസ, ഇനി ഇവർ എന്താ പറയുക, ആണുങ്ങളെ ഇവരെ പീഡിപ്പിക്കാൻ പോവുകയാണോ, അല്ലെങ്കിൽ റേപ്പ് ചെയ്യാൻ പോവുകയാണോ, അല്ലെങ്കിൽ ചിലപ്പം സെക്ഷലി എന്തെങ്കിലും അബ്യൂസ് ചെയ്യാൻ പോവുകയാണോ, വേറെ എന്തെങ്കിലും കാര്യത്തിന് പോവുകയാണോ എന്നൊരു ഡൗട്ട് പോയിട്ടിൻ്റെ മനസ്സിലേക്ക് വരുന്നു, പോയിട്ടിൻ്റെ അല്ലെങ്കിൽ സ്പീക്കറിൻ്റെ മനസ്സിലേക്ക് വരുന്നു. പിന്നെ അയാൾ പറയുകയാണ് വാട്ട് മാഡ് പ്രിസ്യൂട്ട്, വാട്ട് സ്ട്രഗിൾ ടു എസ്കേപ്പ്. എന്താണ് ഇവിടെ ഒരു മാഡായിട്ടുള്ള പ്രിസ്യൂട്ട് എന്ന് വെച്ചാൽ എന്താ പറയുക, ആ ഒരു ഓട്ടം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പം ഇത്തരം ഭ്രാന്ത് പിടിച്ച് ഇവർ ഓടുന്നത് എന്തിനാണ്, ഇവരെന്തിനാണ് ഈ രക്ഷപ്പെടുന്ന എന്തിനാണ് എന്നൊക്കെ ചോദിക്കുകയാണ്. വാട്ട് പൈപ്സ് ആൻഡ് ടിംബ്രൽസ്. പൈപ്പ് ടിംബ്രൽ എന്ന് പറഞ്ഞാൽ പൈപ്പ് എന്ന് വെച്ചാൽ ബാഗ് പൈപ്പ് എന്ന് വെച്ചാൽ ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് കേട്ടോ, ഒരു ഇൻസ്ട്രുമെൻറ്റ്. അതായത് ഈ ഫ്ലൂട്ട് വായിക്കുന്ന പോലെ നമുക്ക് ഗ്രീസിലൊക്കെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാഗിൽ കുറേ പൈപ്പ്സ് വെച്ചിട്ട് കുറേ ആൾക്കാർ വായിക്കുക. നമ്മൾ പല സിനിമകളും കണ്ടിട്ടുള്ളത്, നിങ്ങൾ ജസ്റ്റ് നെറ്റ് അടിച്ച് നോക്കി അതിൻ്റെ പിക്ചർ നിങ്ങൾക്ക് കിട്ടും, അല്ലെങ്കിൽ ഇതിൻ്റെ ലൈൻ ബൈ ലൈൻ സമ്മറിയിലേക്ക് മേളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ പിക്ചർ കിട്ടും. ടിംബ്രൽസ് ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആണ്. വാട്ട് വൈൽഡ് എക്ടസി. ഇവർ എന്തിനാണ് എന്താ പറയുന്നത് ഇങ്ങനെ നടന്ന് കാണിക്കുന്നത് എന്നൊക്കെ പോയിട്ടുണ്ട് ഡൗട്ടാണ്. ഇനി ചിലപ്പം എന്തെങ്കിലും സദ്യയാണോ ഇവിടെ നടക്കുന്നതെന്നും പോയിട്ടിന് ഒരു കൺഫ്യൂഷൻ ഉണ്ട്. കാരണം ഒരു അവസാനം, അതായത് ആ ലൈൻ്റെ അവസാനം ഒരു എന്താ പറയുന്നത് ഡെലീരിയസ് റെവൽറി എന്ന് പറഞ്ഞ ഒരു ടേം പോയിട്ട് ഉപയോഗിക്കുന്നില്ല, നമ്മൾ ലൈൻ ബൈ ലൈൻ സമ്മറിൽ അനലിസിൽ പറഞ്ഞതാണ്. ഇനി ചിലപ്പോൾ ഒരു എന്താ പറയുന്നത് കള്ള് കുടിച്ചിട്ട് എവരി കിടന്ന് അർമാദിക്കുകയാണോ, എന്നിട്ട് കള്ള് കുടിച്ചിട്ട് പെണ്ണുങ്ങളുടെ വണ്ട കയറുവാണോ എന്നൊക്കെ ഒരു ഡൗട്ട് പോയിട്ടിന് ആദ്യത്തെ സ്റ്റാൻസുകൾ വരുന്നു. അപ്പോൾ 2-3 പിക്ചേഴ്സ് അവിടെ ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തത് എന്താ പറയുക ഒരു സ്റ്റോറി ഊണിൻ്റെ ഒരു പിക്ചറുണ്ട്. ഏൻഷ്യൻ ഗ്രീഷ്യൻ ഊണാണ് അത്. സ്റ്റിൽ ഒരു അൺട്രാവിഷ്ഡ്, ഒരു പ്യൂറായിട്ട് ശാന്തതയുടെ ഒരു ബ്രൈഡിനെ പോലെ നിൽക്കുന്നു, ശാന്തതയുടെ ഒരു വളർത്ത് പിള്ളേ കണക്കിരിക്കുന്നു. ഒരു ഹിസ്റ്റോറിയൻ ഇവിടെ ഒരു കഥ പറയുകയാണ്. ഇവിടെ കുറേ ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ട്, ആണുങ്ങൾ പെണ്ണുങ്ങളായിട്ട് ഓടിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞ കുറച്ച് കഥകളാണ്. അവിടെ കുറച്ച് മ്യൂസിക് ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്, ഏതൊക്കെയാണ് പൈപ്സ് ടിംബ്രൽസ് ആയിട്ടുള്ള മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്. അതാണ് ആദ്യത്തെ സ്റ്റാൻസുകൾ പറയുന്നതെങ്കിൽ, രണ്ടാമത്തെ സ്റ്റാൻസിൽ പറയുന്നത് ഊണിൽ നടക്കുന്ന വേറൊരു പിക്ചറാണ്. അവിടെ ഒരു യങ് മാന് ഒരു പൈപ്പ് വായിക്കുന്നുണ്ട്. പൈപ്പ് എന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് ബാഗ് പൈപ്പ് ആയിരിക്കാം, ചിലപ്പോൾ ഫ്ലൂട്ട് ആയിരിക്കാം, എന്ത് തന്നെയായാലും അത് യങ് മാന് വായിക്കുന്നുണ്ട്. ഒരു ചെറുപ്പക്കാരൻ അവിടെ വായിക്കുന്നുണ്ട്. അയാൾ ഒരു മരത്തിൻ്റെ കീഴിലിരുന്നാണ് അത് വായിക്കുന്നത്. എന്നിട്ട് സ്പീക്കർ പറയുകയാണ്, പൈപ്പേഴ്സ് അൺഹേർഡ് മെലഡീസ് ആർ സ്വീറ്റർ ദാൻ മോർട്ടൽ മെലഡീസ് ബിക്കോസ് ദേ ആർ അൺഅഫക്റ്റഡ് ബൈ ദ ടൈം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കേൾക്കുന്ന സംഗീതത്തെക്കാൾ എത്രയോ സൗന്ദര്യമുള്ളതാണ് കേൾക്കാത്ത സംഗീതം. കാരണം അത് സമയത്തിൻ്റെ ഭീകരത അതിനെ അഫക്റ്റ് ചെയ്യുന്നില്ല എന്ന് പോയിട്ട് അതിൻ്റെ ലിറ്റർ മീനിങ് അതാണ്. അതിൻ്റെ കാര്യം എന്തെന്നാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഊണിൽ നടക്കുന്ന ഊണിൽ ഡെപിക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അത് കോൺസ്റ്റൻ്റ് ആണ്, അതൊരു സ്റ്റില്ലാണ്, അത് അനക്കമില്ല, അതിന് ചാഞ്ചാട്ടമില്ല. അപ്പം ആ ഊണിൽ ഒരാൾ ഒരു കവിത വായിക്കുക അല്ലെങ്കിൽ ഒരു ഫ്ലൂട്ട് വായിക്കുകയാണ്. നമുക്ക് നമ്മുടെ ചിന്താഗതി വെച്ച് ഏത് രീതിയിലും ആ ഫ്ലൂട്ടിനെ നമുക്ക് വ്യാഖ്യാനിക്കാം. ഏത് രീതിയിലുള്ള ആ ഫ്ലൂട്ടിൽ ചിലപ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു കവിത നമുക്ക് ആലപിക്കാം, നമുക്ക് നമ്മുടെ മനസ്സിനെ ആലപിക്കാം. ഈ കവിതയായിരിക്കും അയാൾ ആലപിക്കുന്നത്, ഈ ഒരു ടോണായിരിക്കും അയാൾ ആലപിക്കുന്നത്. ഇങ്ങനത്തെ വേറൊരു രീതിയിലായൊക്കെ ചിന്തിക്കാം. ഞാൻ ചിന്തിക്കുന്ന പോലെ നിങ്ങൾ ആ ഒരു ഫ്ലൂട്ട് വായിക്കുന്നതിനെ പറ്റി ചിന്തിക്കുന്നത്, അതിൽ നിന്ന് വരുന്ന സംഗീതം എങ്ങനെയാണെന്ന് നിങ്ങളുടെ ചിന്താഗതിയിൽ നിങ്ങൾക്ക് കൊണ്ടുവരുത്താം. അത് സമയത്തിനെ അഫക്റ്റ് ചെയ്യുന്നില്ല, കാരണം അതിങ്ങനെ പാടിക്കൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ടാണ് പോയിട്ട് പറയുന്നത് ദ അൺഹേർഡ് മെലഡീസ് ആർ സ്വീറ്റർ ദാൻ മോർട്ടൽ മെലഡീസ് എന്ന് വെച്ചാൽ നമ്മൾ കേൾക്കുന്ന സംഗീതത്തെക്കാളും ഏറ്റവും നല്ലത് കേൾക്കാത്ത സംഗീതമാണ്. അതിൽ നമ്മളുടെ ഒരു ചിത്രത്തിൽ എന്തെങ്കിലും ഒരു രചനയിൽ നമ്മളൊരു പടം കണ്ടാൽ, ചിത്രരചനയിൽ നമ്മളൊരു പടം കണ്ടാൽ നമുക്കത് ഏത് രീതിയിൽ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. അതേസമയം അതിൻ്റെ അർത്ഥം ഇന്നതാണെന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ അതിന് ഒറ്റ അർത്ഥമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ, അല്ലേ? ഒരു സംഗീതം നമുക്ക് ആലപിച്ച് കഴിഞ്ഞാൽ ആ സംഗീതത്തിന് ഒരു അർത്ഥം, സംഗീതത്തിൻ്റെ ടോൺ നമുക്ക് മനസ്സിലാവും, അതിൻ്റെ ആ ഒരു സെറ്റിംഗ് മനസ്സിലാവും, കമ്പോസ് ചെയ്ത അർത്ഥം മനസ്സിലാവും. അതൊന്നും കാണിക്കുന്നില്ല. സൈലൻ്റ് ആയിട്ടുള്ള പിക്ചറാണ് അവിടെ കാണിക്കുന്നതെങ്കിൽ നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള രീതിയിൽ അതിനെ വ്യാഖ്യാനിച്ചെടുക്കാം. അതാണ് അവിടെ പറയുന്നത്. He tells the young youth that though he can never kiss his lover because he is frozen in time, he should not grieve because her beauty will
നെവർ ഫെയ്ഡ്. അദ്ദേഹം പറയുകയാണ്, സ്പീക്കർ പറയുകയാണ്, രണ്ട് കാമുകന്മാരെ അവിടെ പറയുന്നുണ്ട്, അവർ കിസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്, പക്ഷേ ഉമ്മ കൊടുക്കുക നടക്കുന്നില്ല. അവർ കിസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ചുണ്ടുകൾ തമ്മിൽ അടുത്തെത്തി, ഇപ്പം ഉമ്മ വെക്കുന്ന രീതിയിലെത്തി, പക്ഷേ അവർ കിസ് ചെയ്യുന്നില്ല. കാരണം അങ്ങനെയാണ് പടം വരച്ചു വെച്ചേക്കുന്നത്. പക്ഷേ അവർ ഈ പോയറ്റായ അവരോട് പറയാണ്, നിങ്ങൾ വിഷമിക്കേണ്ട മക്കളെ, നിങ്ങൾ വിഷമിക്കേണ്ട, അതൊക്കെ നടക്കും. എന്നിട്ട് പോയറ്റിൻ്റെ ചിന്താഗതി അല്ലെങ്കിൽ സ്പീക്കറിൻ്റെ ചിന്തയിലുണ്ട്, എന്താ ഇതൊരിക്കലും നടക്കാൻ പോകുന്നില്ല, അവരൊരിക്കലും ഉമ്മ വെക്കാൻ പോകുന്നില്ല. അവരിങ്ങനെ ഈ ഊണ് എത്ര നാൾ നിൽക്കുന്നോ അന്ന് വരെ ഇങ്ങനെ ഉമ്മ വെക്കാതെ ചുണ്ടും കോർപ്പിച്ചുകൊണ്ടിരിക്കും. ഒരു കാര്യമില്ലാതെ ഇങ്ങനെ കോർപ്പിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ അടുത്ത് വെച്ചുകൊണ്ടിരിക്കും. അപ്പം അതാണ് അവിടെ സെക്കൻഡ് സ്റ്റാൻസിൽ പറയുന്നെങ്കിൽ, മൂന്നാമത്തെ സ്റ്റാൻസിൽ പറയുന്നത് ട്രീസിനെ പറയുകയാണ്. ആ ലവേഴ്സിനെ ചുറ്റിപ്പറ്റി കുറേ ട്രീസ് ഉണ്ട്. അവർ സന്തോഷവാനാണ്. ലവേഴ്സ് സന്തോഷവതികളാണ്, പൈപ്പ് വായിക്കുന്നത് സന്തോഷവാനാണ്. അതുപോലെ അവരെക്കാൾ സന്തോഷവാനാണ് ആര്? അവിടുത്തെ മരങ്ങൾ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മരങ്ങൾക്ക് ഇല പൊഴിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ? മരങ്ങളെ അവിടെ വരച്ചു വെച്ചേക്കുക, ആ മരങ്ങൾ ഇല പൊഴിക്കുന്നില്ല. കാരണം അതിനെന്താ? ജീവനില്ലല്ലോ, അത് ഊണല്ലേ, ഊണിലുള്ള പിക്ചറല്ലേ, അതിന് ജീവനില്ല, അതിന് ഇങ്ങനെ ഇല പൊഴിക്കാത്ത മരങ്ങൾ. കാരണം അത് ഇമ്മോർട്ടലായിട്ട് നിൽക്കുകയാണ്, അനശ്വരമായിട്ട് നിൽക്കുകയാണ്. ഈസ് ഹാപ്പി ദാറ്റ് പൈപ്പർ ബിക്കോസ് ഹിസ് സോങ്സ് വിൽ ബി ഫോർ എവർ ന്യൂ ആൻഡ് ഹാപ്പി ദാറ്റ് ലവ് ഓഫ് ദ ബോയ് ആൻഡ് ഗേൾ വിൽ ലാസ്റ്റ് ഫോർ എവർ അൺലൈക്ക് മോർട്ടൽ ലവ് വിച്ച് ലാസ്റ്റ്സ് ഇൻ ടു ബ്രീത്തിങ് ഹ്യൂമൻ പാഷൻ eventually vanishes leaving behind only burning for her a parching tongue. എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുകയാണ്, ആ പൈപ്പറിനോടും ആ ലവേഴ്സിനോടും ആ ട്രീയോടും പറയുകയാണ്, നിങ്ങൾക്ക് സന്തോഷമായില്ലേ? ആ പൈപ്പറിനോട് പറയാം, നിങ്ങൾ വായിക്കുന്ന സംഗീതം, നിങ്ങൾ ആലപിക്കുന്ന സംഗീതം എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ന്യൂ ആണ്. ഞാൻ ഇന്ന് വായിക്കുമ്പം അത് ന്യൂ ആകും, നാളെ നിങ്ങൾ വായിക്കുമ്പം അത് ന്യൂ ആണ്. കാരണം നിങ്ങൾ നിങ്ങളുടേതായ രീതിയിലാണ് അത് വ്യാഖ്യാനിച്ചെടുക്കുന്നത്, നിങ്ങളുടേതായ രീതിയിലാണ് നിങ്ങൾ ആ സംഗീതം ചിന്തിച്ചെടുക്കുന്നത്. അപ്പോൾ പുതിയൊരു ന്യൂ ഫോം അതിന് വന്നുകൊണ്ടേയിരിക്കും. അതുപോലെ ലവേഴ്സിനോട് പറയുകയാണ്, ആ ബോയോടും ഗേളിനോട് പറയുകയാണ്, വിഷമിക്കേണ്ട മക്കളെ, നിങ്ങളുടെ ലവ് എല്ലായ്പ്പോഴും നിലനിൽക്കും. മോർട്ടൽ ലവിനെ കണക്ക്, അതായത് നശ്വരമായ പ്രണയത്തെ, നമ്മുടെ ഭൂമിയിലുള്ള മനുഷ്യരുടെ പ്രണയത്തെക്കാളും നിങ്ങളുടെ ലവ് എന്താണ്? ഇങ്ങനെ പൊക്കോണ്ടേ ഇരിക്കുമെന്നാണ് ആര് പറയുന്നത്? തേർഡ് സ്റ്റാൻസിൽ അതിൽ പറയുന്നത്. അതിന് ഉപയോഗിച്ച് നിൽക്കുന്ന കുറച്ച് വേർഡുകളാണ് ബ്രീത്തിങ് ആയിട്ട് ഹ്യൂമൻ പാഷൻ, അതുപോലെ ബേണിംഗ് ഫോർ ഹെഡ്, പാർച്ചിങ് ടങ്. ഓക്കെ, എന്ന് വെച്ചാൽ മോർട്ടൽ ലവ്, അതായത് നശ്വരമായിട്ട് മനുഷ്യരുടെ ലവ് എന്ന് പറയുന്നത് എന്താ പറയുന്നത്? അവരുടെ ലവ് ശ്വാസം നിലയ്ക്കുന്നതാണ്, കുറേ നാൾ കഴിയുമ്പോൾ നിലയ്ക്കും. ആ ശ്വാസം നിലയ്ക്കുന്നതാണ്. അതുപോലെ ആ ലവ് അവർ അങ്ങനത്തുള്ള കാര്യങ്ങൾ അവർ എങ്ങോട്ടേക്ക് ലീഡ് ചെയ്യും? അങ്ങനത്തുള്ള പാഷൻസ് അവർ, നമ്മളിത് കറക്റ്റ് ലൈൻ അനാലിസിസ് പറഞ്ഞതാണ്, മനസ്സിലാകത്തുള്ള ഒന്നുകൂടെ അത് പോയി കേട്ടാൽ മതി കേട്ടോ. അതിൽ പാഷൻസ് എങ്ങോട്ടേക്ക് ലീഡ് ചെയ്യും? പാഷൻസ് ബേണിംഗ് ഫോർഹെഡിലേക്ക്. ബേണിംഗ് ഫോർഹെഡ് എന്ന് പറഞ്ഞാൽ തലവേദന, അതുപോലെ നാക്ക്, പാർച്ചിങ് എന്ന് പറഞ്ഞാൽ വരണ്ട നാക്ക് എന്നൊക്കെ അർത്ഥം. വരണ്ട നാക്ക്, തേസ്റ്റ് എന്ന് പറഞ്ഞ ഫീലിങ്ങിലേക്ക്. എന്ന് പറഞ്ഞാൽ മോർട്ടൽസിന് ഈ വക ഫീലിങ്സ് ഒക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നെഞ്ചുവേദന, തലവേദന, ദാഹം, ഈ വക ചിന്താഗതികളൊക്കെ എല്ലാം ഉണ്ട്. അപ്പം മോർട്ടൽസിന് എന്താ പറയുന്നത്, പ്രേമത്തിൽ ഇറങ്ങിയാൽ അല്ലെങ്കിൽ ബീയിങ് ആയിട്ട് ജീവനോടുള്ളപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ ആ ഇതിലുള്ള ആ യൂണിലുള്ള പിക്ചേഴ്സിലുള്ള വ്യക്തികൾക്ക്, ആ ഗേളിനും ബോയ്ക്കും പൈപ്പറിനും അതുപോലെ ട്രീസിനൊന്നും ഈ വക ആ കാര്യങ്ങളൊന്നും നടക്കണ്ട. ട്രീസിനും വെള്ളം വേണ്ട, ബോയ്ക്കും ഗേളിനും ഒന്നും തന്നെ ആവശ്യമില്ല. പൈപ്പറിന് എന്താ പറയുക, ദാഹം അകറ്റാൻ വെള്ളം വേണ്ട, അയാൾക്ക് നെഞ്ചുവേദനയില്ല, ഒന്നും തന്നെ ഉണ്ടാകില്ല എന്നാണ് പറയുന്നത്. മൂന്നാമത്തെ സ്റ്റാൻസിൽ ആ ഒരു ഇമ്മോർട്ടൽ ഫീലിങ്സിലോട്ട് കൊണ്ടുവരികയാണ്. നാലാമത്തെ സ്റ്റാൻസിൽ പോവുകയാണെങ്കിൽ സ്പീക്കർ വേറൊരു പിക്ചർ എക്സാമിൻ ചെയ്യിക്കുന്നു. ആ ഊണിലുള്ള വേറൊരു പിക്ചർ എക്സാമിൻ ചെയ്യുന്നു. അവിടെ ഒരു ഗ്രൂപ്പ് ഓഫ് വില്ലേജേഴ്സ് ഉണ്ട്. ഗ്രൂപ്പ് ഓഫ് വില്ലേജേഴ്സ് എന്ത് ചെയ്യുന്നു? ഒരു ഹൈഫർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആട്ടിൻകുട്ടിയെ ബലി കൊടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നു. ആ ആട്ടിൻകുട്ടി നല്ല ഉടുപ്പണിഞ്ഞ് നല്ല ഫ്ലവേഴ്സൊക്കെ ചൂടിയാൽ നിൽക്കുന്നതെന്ന് നമ്മൾ ലൈൻ ബൈ ലൈൻ അനാലിസിൽ പറഞ്ഞായിരുന്നു. ഹി വണ്ടേഴ്സ് വേർ ദേ ആർ ഗോയിങ്. അദ്ദേഹത്തിന് അത്ഭുതമായി, എവരെങ്ങോട്ടേക്കാണ് പോകുന്നത്? ടു വാട്ട് ഗ്രീൻ അൾത്താർ. ഏത് അൾത്താറിലേക്കാണ് അവർ പോകുന്നത്? മിസ്റ്റീരിയസ് പ്രീസ്റ്റ്. ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു ഷാഡോയി പ്രീസ്റ്റ് അവിടെ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. ഒരു പുരോഹിതൻ അവിടെ ഉണ്ട്. പുരോഹിതൻ ഏത് അൾത്താരയിലോട്ടാണ് ഇവരെ കൊണ്ടുപോകുന്നത്? ഫ്രം വെയർ ദേ ഹാവ് കം. അവർ എവിടെ നിന്നാണ് വരുന്നത്? ഹി ഇമാജിൻസ് ലിറ്റിൽ ടൗൺ. അവരെല്ലാം ഒരു ടൗണിൽ നിന്നായിരിക്കും വരുന്നത്. അപ്പം അവിടെ എന്താണ്? സ്പീക്കർ ആരെ കാണുന്നു? ഒരു ഗ്രൂപ്പ് ഓഫ് വില്ലേജേഴ്സ് കാണുന്നു. അവർ ഒരു ആട്ടിൻകുട്ടിയെ ബലി കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നു. അവിടെ ഒരു പ്രീസ്റ്റിനെ കാണുന്നുണ്ട്. ഇവരെല്ലാം എവിടെ നിന്നാണ് വന്നതെന്ന് പെട്ടെന്ന് ആർക്ക്?
സ്പീക്കറിന് ഡൗട്ടായി. സ്പീക്കർ പറയുകയാണ് അവരൊരു ടൗണിൽ നിന്നായിരിക്കും വന്നത്. ആ ടൗണ് ഇവരുടെ വിയോഗത്തിൽ ഇവർ പോകുമ്പോൾ എന്താണ് ആ ടൗണിലെ ടൗൺ മൊത്തം, ടൗണിൻ്റെ സ്ട്രീറ്റ് മൊത്തം എം ടി ആകുമെന്നാണ് പറയുന്നത്. ടെൽസ് ദാറ്റ് സ്ട്രീറ്റ്സ് വിൽ ബി ഫോർ എവർ മോർ എം ടി ആൻഡ് സൈലൻറ്റ് ആൻഡ് ഫോർ ദോസ് ഹു ഹാവ് ലെഫ്റ്റ് ഫ്രോസൺ ഓൺ ദ ഹൂൺ വിൽ നെവർ റിട്ടേൺ. അവർ ഒരിക്കലും ഇനി തിരിച്ചു വരാൻ പോകുന്നില്ല. അവർ പോയതാണ്. ആ ടൗൺ എം ടി ആയിട്ട് കിടക്കുന്നെങ്കിൽ ആ ഊണിലുള്ള ടൗണ് ഇനി എന്ന് ഊണ് പൊട്ടാതെ നിലനിൽക്കുന്നോ അന്ന് വരെ ആ ടൗൺ എം ടി ആയിരിക്കുമെന്ന് 4ാമത്തെ സ്റ്റാൻസിൽ പറയുന്നു. ഓക്കെ, മനസ്സിലായോ? ഓക്കെ. എന്താ ഫൈനൽ സ്റ്റാൻസിൽ പറയുന്നത്? സ്പീക്കർ അഗെയിൻ ഒന്നുകൂടെ ഊണിനെ അഡ്രസ്സ് ചെയ്യുകയാണ്. സെയിങ് ദാറ്റ് ഇറ്റ് ലൈക്ക് എറ്റേണിറ്റി, അത് അനശ്വരമാണ്. ഡസ് ടീസസ് ഔട്ട് ഓഫ് തോട്ട്, അത് ചിന്താഗതികളിൽ നിന്ന് നമ്മളെ പുറന്തള്ളുന്നു. ലോകത്തെന്ന് വെച്ചാൽ എന്താണ്? ഡെസ്, ചിന്താഗതികളിൽ നിന്ന് നമ്മളെ പുറന്തള്ളുന്നു. ഹി തിങ്സ് ദാറ്റ് വെൻ ഹിസ് ജനറേഷൻ ഈസ് ലോങ് ഡെഡ് എന്ന് വെച്ചാൽ അവിടെ ഒരു അനശ്വരമായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. അനശ്വരമായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജനറേഷൻ നശിച്ചു പോയാലും ഈ ഒരു പാത്രം എല്ലായ്പ്പോഴും നിലനിൽക്കും. എന്നിട്ട് ഫ്യൂച്ചറായിട്ടുള്ള ഫ്യൂച്ചറായിട്ടുള്ള ജനറേഷൻസിന് എന്താ ഒരു എനിഗ്മാറ്റിക് ലെസൺ പറഞ്ഞു കൊടുക്കും എന്ന് വെച്ചാൽ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു ലെസൺ അവർക്ക് പറഞ്ഞു കൊടുക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ആ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ലെസൺ എന്താണ്? സൗന്ദര്യം എന്നത് യാഥാർത്ഥ്യമാണ് സൗന്ദര്യം. പോയിറ്റിൻ്റെ അഭിപ്രായത്തിൽ എന്താണ്? സൗന്ദര്യം എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണ്. സൗന്ദര്യം ഈസ് ഈക്വൽ ടു ട്രൂത്ത്, അല്ലെങ്കിൽ ബ്യൂട്ടി ഈസ് ഈക്വൽ ടു ട്രൂത്ത്. സൗന്ദര്യം ഈസ് ഈക്വൽ ടു യാഥാർത്ഥ്യം. അപ്പം സൗന്ദര്യം യാഥാർത്ഥ്യത്തിലൂടെ അപ്പം ഇവിടെ ആർട്ടിൻ്റെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. കീറ്റ്സ് എപ്പോഴും ഇങ്ങനത്തെ ഉള്ള തോട്ട്സുകളാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് നമ്മൾ എപ്പോഴും പറയുന്നുണ്ട്. അതായത് ധാർമ്മികതയാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്. സൗന്ദര്യത്തിലൂടെ യാഥാർത്ഥ്യം അയാൾ ചൂണ്ടിക്കാട്ടുകയാണ്. യാഥാർത്ഥ്യം എന്ന് പറയുന്നത് സൗന്ദര്യമാണ്. കലയുടെ കാര്യങ്ങളാണ് പറയുന്നത്. ഹി സ്പീക്കർ സേസ് ദാറ്റ് ഈസ് ദ ഓൺലി തിങ് ദാറ്റ് ഊൺ നോസ് ആൻഡ് ഓൺലി തിങ് ദാറ്റ് ഇറ്റ് നീഡ്സ് ടു നോ. അപ്പം ഇവിടെ എന്താ പറയുന്നത്? സ്പീക്കർ പറയുകയാണ് ഈ ഒരു കാര്യമേ ഊണിന് അറിയത്തുള്ളൂ, ഈ ഒരു കാര്യങ്ങളെ ഊണ് പറയേണ്ടതുള്ളൂ എന്ന് വെച്ചാൽ ഈ ഒരു കാര്യമാണ് ഇവിടെ ഡിപ്പിക്റ്റ് ചെയ്യുന്നത്. ഊണിനിവിടെ ഈ ഒരു പാത്രത്തിന് ഈ ഒരു കാര്യമേ പറയാനുള്ളൂ. എന്ത് കാര്യമാണ്? സൗന്ദര്യം എന്നത് യാഥാർത്ഥ്യമാണ്. യാഥാർത്ഥ്യം എന്നത് സൗന്ദര്യമാണ്. ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ നമ്മൾ ലൈൻ ബൈ ലൈൻ അനാലിസിസ് നടത്തിയിട്ടുള്ളതാണ്. ഓക്കെ, എന്ന് വെച്ചാൽ ഒന്നുമില്ലടേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സൗന്ദര്യം എന്ന് ഉദ്ദേശിക്കുന്ന ഏതിൻ്റെ സൗന്ദര്യം? കലയുടെ സൗന്ദര്യമാണ്. കലയുടെ സൗന്ദര്യം എന്ന് പറയുന്നത് ധാർമ്മികതയുടെ സൗന്ദര്യമാണ്. മോറൽ ട്രൂത്താണ്. വേൾഡ് ഓഫ് ആർട്ട് ഈസ് ഈക്വൽ ടു വേൾഡ് ഓഫ് മോറൽ ട്രൂത്ത്. ദെയർ വൺ എന്നാണ് ആര് പറയുന്നത്? പോയിട്ട് പറയുന്നത്. കീറ്റ്സിൻ്റെ മിക്ക വർക്കുകളും ഇങ്ങനെ ബേസ് ചെയ്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് കീറ്റ്സിൻ്റെ തോട്ടുകൾ എപ്പോഴും കലയെയും ധാർമ്മികതയും പറ്റിയാണ്. അപ്പം ആ വക കാര്യങ്ങളുടെ ഐഡിയ ആണ് ആ ഒരു ലൈനിൽ അദ്ദേഹം എടുത്തു പറയുന്നത്. ബ്യൂട്ടി ഈസ് ട്രൂത്ത്, ട്രൂത്ത് ഈസ് ബ്യൂട്ടി. അപ്പം കലയിലൂടെ എന്ത് കാട്ടാൻ പറ്റുന്നുണ്ട്? യാഥാർത്ഥ്യങ്ങൾ കാട്ടാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ഊണെന്ന് പറഞ്ഞ കലയിലൂടെ നമ്മൾ ഒരുപാട് ഈ പണ്ടത്തെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിയെടുത്തു അല്ലേ? അതുകൊണ്ട് കലയുടെ സൗന്ദര്യത്തിലൂടെ നമുക്ക് യാഥാർത്ഥ്യം വ്യാഖ്യാനിക്കാൻ പറ്റുമെന്നാണ് പോയിട്ട് ഇവിടെ പറയുന്നത്. മനസ്സിലായല്ലോ? അതാണ് അതിൻ്റെ സമ്മറി എന്ന് പറയുന്നത്. അടുത്തതിൻ്റെ ഫോമാണ് നമ്മൾ പറയുന്നത്. ഫോം എന്ന് പറയുന്നത് ഈ ഒരു ഓടെന്ന് പറയുന്നത് നമ്മുടെ ജോൺ കീറ്റ്സ് എഴുതിയ ഓഡ് ഓൺ എ മെലങ്കളി എന്ന് പറഞ്ഞാൽ മെലങ്കളി എന്ന് പറഞ്ഞാൽ അതേ ഓഡിൻ്റെ സെയിം സ്റ്റാൻസ സ്ട്രക്ചറാണ് ഈ ഒരു ഓഡിനുമുള്ളത്. പക്ഷേ എല്ലാ സ്റ്റാൻസകളുടെയും അവസാനത്തെ 3 വരികളിലെ റൈം സ്കീം വ്യത്യാസമുണ്ട്. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പം ഓഡ് ഓൺ എ മെലങ്കളി വെച്ച് കമ്പയർ ചെയ്യുമ്പം അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ എല്ലാ 5 സ്റ്റാൻസുകളുണ്ട്. ഗ്രേഷനുണ്ട്. 5 സ്റ്റാൻസുകളിൽ 10 ലൈൻസ് ലോങ് ആണ് ഈ ഒരു സ്റ്റാൻസുകൾ പറയുന്നത്. 5 സ്റ്റാൻസുണ്ട്. 5 സ്റ്റാൻസിൽ 10 ലൈൻസ് വെച്ചാണ് ഉള്ളത്. ഓക്കെ, ഓരോ സ്റ്റാൻസിലും 10 ലൈൻസ് വെച്ചാണ് ഉള്ളത്. ഇയാമിക് പെൻറ്റാമീറ്ററിൽ എഴുതിയ ഒരു ഓടാണ് കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതിന് 2 പാർട്ട്, ഇതിനൊരു 2 പാർട്ട് റൈം സ്കീമുണ്ട്. അത് നിങ്ങൾ ആ ലൈൻസ് ജസ്റ്റ് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ അവസാനത്തെ 3 ലൈൻസ് വേരിയബിളാണ്, ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ആ ലൈൻസിലൂടെ ഒന്ന് പോകുമ്പോഴത്തേക്ക് അതിൻ്റെ റൈം സ്കീം നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് ആദ്യത്തെ 7 ലൈൻസ്, ഓരോ സ്റ്റാൻസയിലെയും ആദ്യത്തെ 7 ലൈൻസ് ABCDE എന്ന് പറഞ്ഞ റൈം സ്കീലാണ് പോകുന്നത്. പക്ഷേ ഈ CDE എന്ന് പറയുന്നത് AB കറക്റ്റാണ് പോകുന്നത്. പക്ഷേ CDE എന്ന് പറഞ്ഞാൽ റൈം സ്കീമില്ല. അവസാനത്തെ ആ 3 ലൈൻസ് അതിങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കുക. സെയിം ഓർഡറൊന്നുമില്ല. സ്റ്റാൻസ 1 എന്താ പറയുന്നത് DCE എന്ന് പറഞ്ഞ ഓർഡറിലാണ് അവസാനം വരുന്നത്. സ്റ്റാൻസ 2 CD എന്ന് പറഞ്ഞൊരു ഓർഡറിലാണ് വരുന്നത്. സ്റ്റാൻസ 3 and 4 CDE വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. സ്റ്റാൻസ 5 DCE. അതുപോലെ എന്നെ കൂട്ട് സ്റ്റാൻസ 1 കൂട്ട്
സോ അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ ലൈൻസിലൂടെ പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. കാരണം അവസാനത്തെ 3 ലൈൻസ്, എല്ലാ സ്റ്റാൻസറിലെയും അവസാനത്തെ 3 ലൈൻസ് വ്യത്യാസമുണ്ട്. അതിനെയാണ് ആ ഫോംസാണ്. ഫസ്റ്റ് സ്റ്റാൻസയിൽ സി ഡി ഇ ആണെങ്കിൽ സെക്കൻഡ് സ്റ്റാൻസയിൽ ഫസ്റ്റ് സ്റ്റാൻസയിൽ ഡി സി ആണെങ്കിൽ സെക്കൻഡ് സ്റ്റാൻസയിൽ സി ഇ ഡി ആണ്. പിന്നെ തേർഡ് ആൻഡ് ഫോർത്തിൽ സി ഡി ഇ എന്ന് പറഞ്ഞ ടൈം സ്കീമിലാണ് പോകുന്നത്. അപ്പം മറ്റുള്ള ഓഡ്സുകൾ വെച്ച് കമ്പയർ ചെയ്യുമ്പം, അതായത് ഓട്ടമ മെലങ്കളി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കിഡ്സിൻ്റെ ഓടുകളാണ്. ഓക്കെ, ആ ഒരു ഓഡ്സ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ the two parts rhyme scheme and first part made AB rhyme scheme and second of CD rhyme scheme. അതിലെ എല്ലാ റൈം സ്കീം എന്ന് പറയുന്നത് എല്ലാം ആ ഓടിലെ ഓടിച്ചു ഓട്ടവും മെലങ്കളിയും എല്ലാം ഫസ്റ്റ് 2 പാർട്ട് എ ബി റൈം സ്കീം, എ ബി എന്നാണ് പറയുന്നത്. പക്ഷേ സെക്കൻഡിലോട്ട് വരുമ്പോൾ സി ഡി റൈം സ്കീം തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. പക്ഷേ ഇതിലൊരു ഇൻകറക്റ്റ് ഓർഡറിലാണ് ഇത് പോകുന്നത് കേട്ടോ. ഈ ഓർഡറിൻ്റെ ഗ്രേഷൻ ഓർഡർ എന്ന് പറയുന്നത് ഒരു ഇൻകറക്റ്റ് ഓർഡറാണ്. അവസാനത്തെ 3 ലൈൻസിൽ ഒരു ഇൻകറക്റ്റ് ഓർഡർ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഈ ഓർഡോണഗ്രേഷനുള്ള ആദ്യത്തെ 4 ലൈൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ സ്റ്റാൻസയിലെയും 4 ലൈൻസ്, മൊത്തം 10 ലൈൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ഓരോ സ്റ്റാൻസയിലെയും 4 ലൈൻസ് നോക്കുകയാണെങ്കിൽ ഒരു സബ്ജക്റ്റ് എന്താണ് ആ ഒരു സ്റ്റാൻസയിൽ പറയുന്ന മെയിൻ സബ്ജക്റ്റ് അതിനെ ഡിഫൈൻ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവസാനത്തെ 6 ലൈൻസിൽ ലാസ്റ്റ് 6 ലൈൻസിൽ എന്താ പറയുന്നത്, ഇത് ആ ഒരു സബ്ജക്റ്റിനെ ഡെവലപ്പ് ചെയ്യുന്നത് കുറച്ചുകൂടെ വിവരാത്മകമായിട്ട് കുറച്ചുകൂടെ വിവരിച്ച് പറയുകയാണ് അവസാനത്തെ 6 ലൈൻസിൽ. മൊത്തം 10 ലൈൻസ് ഉണ്ട്. ആദ്യത്തെ 4 ലൈൻസിൽ എന്താണ്, ആദ്യത്തെ 4 ലൈൻസിൽ ആ സബ്ജക്റ്റിനെ പറ്റി പറയുന്നു. ശേഷം അവസാനത്തെ 6 ലൈൻസിൽ അത് കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്ത് പറയുന്നു. ഇനി ഇതിൻ്റെ തീംസ് ആണ് നമ്മൾ പറയുന്നത്. ഇഫ് ദ ഓഡ് ടു എ നൈറ്റിംഗൽ പോർട്രേസ് കിഡ്സ് സ്പീക്കേഴ്സ് എൻഗേജ്മെൻറ്റ് വിത്ത് ദ ഫ്ലൂയിഡ് എക്സ്പ്രസീവ്നെസ് ഓഫ് മ്യൂസിക്, ദ ഓഡ് ഓൺ എ ഗ്രേഷൻ ഓൺ പോർട്രേസ് ഈസ് അറ്റ് അറ്റംപ്റ്റ് ടു എൻഗേജ് വിത്ത് ദ സ്റ്റാറ്റിക് ഇമ്മൊബിലിറ്റി ഓഫ് സ്കൾപ്ചർ. അതായത് ഓഡ് ടു എ നൈറ്റിംഗേൾ കിഡ്സ് പറയുന്ന സ്പീക്കറിൻ്റെ ആ ഒരു മ്യൂസിക്കിലുള്ള സംഗീതത്തിലുള്ള ഒരു ഭയങ്കര എക്സ്പ്രസീവ്നെസ് പറയുകയാണെങ്കിൽ ഓഡ് ഓൺ എ ഗ്രേഷൻ ഓൺ പറയുന്നത് ഒരു സ്റ്റാറ്റിക് ഇമ്മൊബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നിശ്ചലമായ ഒരു വസ്തു സ്കൾപ്ചർ എന്ന് പറഞ്ഞാൽ പ്രതിമ, അല്ലെങ്കിൽ ശിഖ എന്നൊക്കെ പറയത്തില്ല നമ്മൾ, അല്ലെങ്കിൽ ശില്പം എന്ന് പറയത്തില്ല, ശിഖ അല്ലെ ശില്പം. അപ്പം അവിടെ സ്കൾപ്ചർ എന്ന് ഉദ്ദേശിക്കുന്ന അവിടുത്തെ ഊണിനെയാണ്. ആ ഊണിൻ്റെ ഒരു സ്റ്റാറ്റിക് ഇമ്മൊബിലിറ്റി, നിശ്ചലമായ ഒരു ഊണിൻ്റെ ഒരു എൻഗേജ്മെൻ്റ് ആണ് അവിടെ പറയുന്നത്. അതിനെയാണ് ആരിവിടെ പോർട്രേ ചെയ്യുന്നത്, കിഡ്സ് ഓഡ് ഓൺ എ ഗ്രേഷൻ ഊണിലൂടെ പോർട്രേ ചെയ്യുന്നത്. ഗ്രേഷൻ ഊണ് എന്താ പറയുന്നത്, കൗണ്ട്ലെസ് സെഞ്ചുറീസിലൂടെ, ദശാബ്ദങ്ങൾ അല്ലെങ്കിൽ നൂറ്റാണ്ടുകളുടെ സമയത്തിൻ്റെ ആ ഒരു അധീനതയിൽ നിന്ന് അതെന്ത് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ പാസ് ചെയ്ത് സർവൈവ് ചെയ്ത് വന്ന ഒരു ഒബ്ജക്റ്റാണ് അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് ആണെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റാണ്, ഒരു വസ്തുവാണ് അവിടുത്തെ ഊണെന്ന് പറയുന്നത്, അവിടുത്തെ ആ ഒരു പാത്രം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ്. അത് നൂറ്റാണ്ടുകൾ കാലങ്ങൾ കയ്യിൽ വന്നൊരു സംഭവമാണ് ഈ ഊണെന്ന് പറയുന്നത്. അതിന് എന്താ പറയുന്നത്, കൗണ്ട്ലെസ് സെഞ്ചുറീസിൽ അതിങ്ങനെ നിന്നിട്ടുണ്ട്. മാത്രമല്ല മനുഷ്യൻ്റെ സെൻസിൻ്റെ എന്താ പറയുന്നത്, മനുഷ്യൻ്റെ സെൻസാണ് സമയം. അപ്പം മനുഷ്യൻ്റെ സെൻസുകളിൽ പെടുന്ന ഒരു കാര്യമാണ് സമയം എന്ന് പറയുന്നത്. ആ സമയത്തിൻ്റെ ഔട്ട്സൈഡാണ് എന്ന് പറഞ്ഞാൽ വെളിയിലാണ് ഇത് നിലനിൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ സമയത്തിന് ഇതിനെ ബന്ധിക്കാൻ പറ്റത്തില്ല, ഈ ഗ്രേഷൻ ഊണിനെ ബന്ധിക്കാൻ പറ്റത്തില്ല. നമ്മൾ ഗ്രേഷൻ ഊണിന് എന്താണെന്ന് പറഞ്ഞാൽ, ഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഗ്രീക്കിലെ ഒരു ഊണാണെന്ന് നമ്മൾ പറഞ്ഞല്ലേ. ഗ്രീസ് എന്ന് പറഞ്ഞ രാജ്യത്തെ ഒരു ഊണാണെന്ന് പറയുന്നത്. അവിടെ ഉണ്ടാക്കിയൊരു ഊണാണ് ഒരു ഊണെന്ന് പറഞ്ഞാൽ ഫുഡല്ല, ഊണെന്ന് പറഞ്ഞാൽ എന്താണ്, പാത്രമാണ്. ഓക്കെ, ഇത് സമ്മറി മാത്രം കണ്ടുവരുന്നവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്നുകൂടെ പറയുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പം ഇവിടെ എന്ത് ചെയ്യുന്നില്ല, ആ ഒരു ഊൺ എന്ത് ചെയ്യുന്നില്ല, ഏജ്ഡ് ആവുന്നില്ല, വയസ്സാവുന്നില്ല, അത് മരിക്കുന്നില്ല. മാത്രമല്ല അത് എല്ലാ കൺസെപ്റ്റുകൾക്കും അധീനമാണെന്നാണ് പറയുന്നത്. മനുഷ്യൻ്റെ എല്ലാ നോർമലായിട്ടുള്ള കൺസെപ്റ്റുകൾക്കും എന്താണ്, അധീനമാണ്. ഇൻ ദ സ്പീക്കറിൻ്റെ ആ ഒരു മെഡിറ്റേഷനിൽ ദിസ് ക്രിയേറ്റ്സ് ആൻ ഇൻട്രൂയിങ്ങിങ് പാരഡോക്സ്. ഇൻട്രൂയിങ്ങിങ് എന്ന് വെച്ചാൽ സങ്കീർണമായ ഒരു വിരോധാഭാസം വരുന്നുണ്ട്. ഏതിൻ്റെ സങ്കീർണമായ വിരോധാഭാസം, ഹ്യൂമൻ ഫിഗേഴ്സിൻ്റെ. അതായത് ഈ ഊണിൻ്റെ സൈഡിൽ ഒരുപാട് ഹ്യൂമൻ ഫിഗേഴ്സ് കൊത്തി വെച്ചിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു, ലൈൻ ബൈ ലൈൻ അനാലിസിസ് പറഞ്ഞായിരുന്നു. ഓക്കെ, സമ്മറിയിൽ നമ്മൾ പറഞ്ഞായിരുന്നു. ആ കുത്തിവെച്ചേക്കുന്ന ഫിഗേഴ്സ് അല്ലെങ്കിൽ ആ വരച്ച് വെച്ചേക്കുന്ന ഫിഗേഴ്സ് എന്താണ്, ഒരു ഇൻട്രൂയിങ്ങിങ് പാരഡോക്സ്, ഒരു സങ്കീർണമായ വിരോധാഭാസമാണ് നമുക്ക് മുന്നിൽ കാണിക്കുന്നത്. അതെന്തെന്നാൽ അവർ സമയത്തിൽ നിന്ന് ഫ്രീ ആണ്, സമയത്തിൻ്റെ ആ ഒരു ബന്ധനത്തിൽ നിന്ന് അവർ ഫ്രീ ആണ്. അതുപോലെ തന്നെ അവർ സമയത്തിൽ കുടുങ്ങിപ്പോയതുമാണ്. മനസ്സിലായില്ലേ? അവർ സമയത്തിൽ നിന്ന് എന്ന് വെച്ചാൽ കാലങ്ങൾ കഴിഞ്ഞാലും അവരെന്താണ്, സമയത്തിൽ ഇങ്ങനെ കാലങ്ങൾ എത്ര നാൾ കഴിഞ്ഞാലും അവർ ഇമ്മോർട്ടലായിട്ട് ഇങ്ങനെ നിലനിൽക്കും. പക്ഷേ അവരൊരു പ്രത്യേക പോയിന്റ് ഓഫ് ടൈമിൽ അവരെന്ത് ചെയ്തു, നിശ്ചലമായി പോയി.
മനസ്സിലായില്ലേ? ഇപ്പം നമ്മളൊരു ഛായാചിത്രം വരയ്ക്കുമ്പോഴത്തേക്ക് ആ ഒരു ഛായാചിത്രം വർഷങ്ങളോളം നിലനിൽക്കും. ഓക്കെ, പക്ഷേ ആ ഒരു സമയത്തിൽ മാത്രം അത് എന്താ പറയുന്നത്, ആ ഒരു സമയത്ത് ആ ഒരു മൂമെൻറ്റ് ഓഫ് ടൈമിൽ മാത്രം അത് ഒതുങ്ങിക്കൂടി. ഓക്കെ, അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ടടുത്ത ലൈൻസിൽ പറയുന്നുണ്ട്, അവർ എന്താ പറയുന്നത്, മരിക്കുന്നില്ല, വയസ്സാകുന്നില്ല. മാത്രമല്ല അവരുടെ പ്രേമം, അതിൽ രണ്ട് കപ്പിൾസിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. രണ്ട് കപ്പിൾസ് എന്ത് ചെയ്യുന്നു, അവർ പ്രേമിക്കാൻ വേണ്ടി നിൽക്കുന്നു, അവർ കിസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വരികയാണ്. അവർക്ക് അവരുടെ ഉള്ളിൽ തമ്മിൽ എന്താണ്, അതിയായ പ്രേമം, അതിയായ സ്നേഹം നിൽപ്പുണ്ട്. ആ സ്നേഹം എല്ലായ്പ്പോഴും എങ്ങാണ്, യുവത്വം നിറഞ്ഞതാണ്. അവരൊരിക്കലും ഏജ്ഡ് ആവുന്നില്ല, മരിക്കുന്നില്ല, അതെപ്പോഴും ന്യൂ ആയിട്ട് തന്നെ നിൽക്കുകയാണ്. പക്ഷേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അവർക്കത് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള കഴിവില്ല. ആ ഒരു വരച്ചു വെച്ചേക്കുന്ന ചിത്രത്തിൽ, ആ ഓണിൽ കാർവ് ചെയ്ത് വെച്ചേക്കുന്ന ചിത്രത്തിൽ അവർക്കെന്താണ്, അവർക്കത് ജസ്റ്റ് എക്സ്പീരിയൻസ്, ആ ഒരു ഇമോഷൻ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു പോസിറ്റീവ് ഒരു മെറിറ്റ് അവർക്കില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ എന്താ പറയുക, കിസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരുന്നുണ്ട്, ലിപ്സ് അടുത്തടുത്ത് നിൽക്കുകയാണ്, പക്ഷേ അവരൊരിക്കലും കിസ്സ് ചെയ്യത്തില്ല എന്ന് ആര് പറഞ്ഞിട്ടുണ്ട്, പോയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഒരു പ്രൊസഷന് വേണ്ടിയിട്ട്, ഒരു ചടങ്ങിന് വേണ്ടിയിട്ട്, മറ്റേ കൗവിനെ, ഹെയ്ഫറിനെ എന്താ പറയുക, പശുക്കുട്ടിയാണ്ട് ബലിയിടാൻ വേണ്ടി പോകുന്നില്ല, ബലിയർപ്പിക്കാൻ വേണ്ടി പോകുന്നുണ്ടല്ലോ, അവരൊരിക്കലും, അപ്പോൾ ആ ടൗൺസ് മൊത്തം എംപ്റ്റി ആയെന്ന് പറയുന്നു. ആ ടൗണുകൾ ഇനി ഒരിക്കലും ആളുകളാൽ നിറയത്തില്ല എന്ന് പറയുന്നു. എന്ന് വെച്ചാൽ ആ ഒരു സമയത്ത് ആ ഊണിലുള്ള ഫിഗേഴ്സാണ് പറയുന്നത് കേട്ടോ. മനസ്സിലായെന്ന് കരുതുന്നു. ഞാൻ അത് ലൈൻ ബൈ ലൈൻ അനാലിസിസ് കറക്റ്റ് പറയുന്നതാണ്. സമ്മറി കണ്ടിട്ട് വരുന്നവർക്കാണെങ്കിൽ ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുന്നത്, ഈ പടം വരച്ചപ്പോൾ ആ ഊണിൻ്റെ സൈഡിലുള്ള ഒരുപാട് ഫിഗേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് പോയിട്ട് ആ ഒരു ഓടിലൂടെ. അതിങ്ങനെ വരച്ചപ്പോഴത്തേക്ക് ആ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ മാത്രം ഒതുങ്ങിക്കൂടി. അവിടെ ഇനിയിപ്പം ടൗൺ എം ടി ആക്കി കാണിച്ചു കഴിഞ്ഞാൽ അതിനി എല്ലായ്പ്പോഴും എം ടി തന്നെയാണ്. അവർ കിസ് ചെയ്യാൻ വേണ്ടി അടുത്ത ലിപ്സ് തമ്മിൽ അടുത്തടുത്ത് വെച്ചേക്കുന്നു. അവരിനി ഒരിക്കലും കിസ് ചെയ്തത്, കാരണം ആ ഒരു പിക്ചറിൽ അത് കോൺസ്റ്റൻ്റ് ആണ്, അതിന് മാറത്തേയില്ല. പക്ഷേ അവരുടെ ആ ഒരു യുവത്തെ എല്ലായ്പ്പോഴും നിലനിൽക്കുമെന്ന് പറയുന്നത്. മൂവിങ് അല്ലല്ലോ, സ്റ്റാറ്റിക് ആയിട്ട് നിൽക്കുമല്ലേ, നിശ്ചലമായിട്ട് നിൽക്കുകയാണ്. അടുത്ത പാരഗ്രാഫിൽ ദ സ്പീക്കർ അറ്റംപ്റ്റ്സ് 3 times ടു എൻഗേജ് വിത്ത് ദ സീൻസ് കാർവ്ഡ് ഇൻ ടു ദ ഗുണ. അതായത് സ്പീക്കർ എന്ത് ചെയ്യുന്നു, 3 പ്രാവശ്യം എൻഗേജ് ചെയ്യുകയാണ് ഊണിലുള്ള ആ ഒരു പാത്രത്തിലുള്ള എന്താ പറയുന്നത്, ആ സീൻസ്, ആ ഒരു പാത്രത്തിലുള്ള സീനുകളിലേക്ക് പുള്ളിക്കാരൻ എൻഗേജ് ചെയ്യുകയാണ്. 3 പ്രാവശ്യം എൻഗേജ് ചെയ്തിട്ട് ഓരോ ക്വസ്റ്റ്യനുകൾ ചോദിക്കുന്നുണ്ട്. അതിൽ കണ്ട പിക്ചേഴ്സ് കണ്ടിട്ട് അദ്ദേഹം ഓരോരോ ക്വസ്റ്റ്യൻസ് അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് വരികയാണ്. അത് ഓരോ സ്റ്റാൻസുകൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു ഉണ്ടല്ലേ. നമുക്ക് ആദ്യമേ ഒരു എന്താ പറയുക, ഒരു പേക്കൂത്തെന്നൊക്കെ പറയുന്ന നമുക്ക് എന്താ പറയുക, കുറേ കുടിയന്മാർ ഇങ്ങനെ കിടന്നിട്ട് കുടിക്കുന്നത്, കള്ളു കുടിച്ചിട്ട് പെണ്ണുങ്ങളുടെ പുറകെ അടക്കം പോകുന്നെന്ന് പുള്ളിക്കാരൻ പറയുന്നുണ്ട്. അതുപോലെ ഒരു ലവേഴ്സിനെ അവിടെ കാണിക്കുന്നുണ്ട്, ഒരു പൈപ്പറിനെ അവിടെ കാണിക്കുന്നുണ്ട്. അങ്ങനെ പല പല കാര്യങ്ങളും അവിടെ കാണിക്കുന്നുണ്ടല്ലോ, പല പല ഇമേജസ് അതിൽ നിന്ന് അദ്ദേഹം കൺസ്ട്രക്ട് ചെയ്ത് മനസ്സിലാക്കി എടുക്കുന്നുണ്ട്. പക്ഷേ അത് കാണുമ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ആണ് ആരുടെ മനസ്സിലേക്ക് വരുന്നത്, ഈ നമ്മുടെ പോയിറ്റിൻ്റെ അല്ലെങ്കിൽ സ്പീക്കറിൻ്റെ മനസ്സിലേക്ക് വരുന്നത്. ആദ്യത്തെ സ്റ്റാൻസുകൾ അദ്ദേഹം ഒരു മാഡ് പ്രൊസ്യൂട്ടാണ് കണ്ടത്, ആൻഡ് വണ്ടേഴ്സ് വാട്ട് ആക്ച്വൽ സ്റ്റോറി ലൈസ് ബിഹൈൻഡ് ദ പിക്ചർ. അതായത് ആദ്യത്തെ സ്റ്റാൻസിൽ അദ്ദേഹം കാണുവാണ് ഒരു മാഡ് പ്രൊസ്യൂട്ട്, ഒരു ഭ്രാന്ത് പിടിച്ച് കുറേ പേര് എന്തൊക്കെയോ ഒന്ന് വെച്ചാൽ ഓടുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് മെൻ ആൻഡ് ഗോഡ്സ് ആർ ദീസ്. അദ്ദേഹം ചോദിക്കുകയാണ്, അവിടെ ഒരു ആണുങ്ങൾ കാണുന്നുണ്ട്, കുറച്ച് ആണുങ്ങൾ കാണും, ആണുങ്ങളാണോ ദൈവങ്ങളാണോ അവിടെ കാണിക്കുന്നതെന്ന് അറിയത്തില്ല. അവരെന്ത് ചെയ്യുന്നു, മെയ്ഡൻസിൻ്റെ, അതായത് പെണ്ണുങ്ങളുടെ പുറകെ പോകുന്നു. പെണ്ണുങ്ങൾ പേടിച്ച് ഓടുവാണോ അറിയത്തില്ല. അതുപോലെ ആ പിക്ചർ കാണിച്ച് വെച്ചേക്കുന്നത്, പെണ്ണുങ്ങൾ പേടിച്ച് ഓടുവാണോ അറിയത്തില്ല. മെയ്ഡൻസ് ലോകത്തെന്ന് പറഞ്ഞാൽ, ലോകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അൺവില്ലിങ് എന്ന് വെച്ചാൽ ഒട്ടും എന്താ പറയുക, ഇഷ്ടമില്ലാതെ മെയ്ഡൻസ് കാണിക്കുന്നു, ഇഷ്ടക്കേട് കാണിക്കുന്നുണ്ട്. അപ്പം എന്താ പറയുന്നത്, ഓഫ് കോഴ്സ് ദ ഓൺ ക്യാൻ നെവർ ടെൽ ഹിം വൂസ് ആൻഡ് വാട്ട്സ് ആൻഡ് വെൻസ് ആൻഡ് വേറസ് ഓഫ് ദ സ്റ്റോറീസ്. അപ്പം പോയറ്റിന് അല്ലെങ്കിൽ ആ ഒരു സ്പീക്കറിന് എന്തുവാ ഊണ് കാണുന്നതിലൂടെ, ആ മനസ്സിലാക്കുന്നതിലൂടെ ആരാണ്, എന്താണ് ഇത്, എവിടെയാണ് ഇത്, എപ്പോഴാണെന്നൊക്കെ ഒന്നും പറയാനൊന്നും പറ്റുന്നില്ല. ആ സ്റ്റോറീസിൻ്റെ പിന്നിലുള്ള കഥകൾ എന്താണെന്ന് കറക്റ്റായിട്ട് ഡെപ്പിക്റ്റ് ചെയ്യാൻ ആരെ കൊണ്ട് പറ്റുന്നില്ല, ഈ ഒരു സ്പീക്കറിനെ കൊണ്ട് പറ്റുന്നില്ല. ആയതിനാൽ തന്നെ സ്പീക്കർ എന്ത് ചെയ്യുന്നു, ഈ ഒരു ഇങ്ങനത്തുള്ള തൻ്റെ മനസ്സിലേക്ക് വരുന്ന ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഫോഴ്സ്ഫുള്ളായിട്ട് മനഃപൂർവ്വം എന്ത് ചെയ്യുകയാണ്, അദ്ദേഹം ഒഴിവാക്കുകയാണ്. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും വേണ്ട, തനിക്ക് എന്താ അതിൽ നിന്നും തോന്നുന്നത് അത് എന്ത് ചെയ്യുക, വ്യക്തമാക്കി മനസ്സിലാക്കി എടുക്കുക. അതാണ് പുള്ളിക്കാരൻ ആദ്യത്തെ സ്റ്റാൻസുകളിൽ നോക്കുമ്പോഴത്തേക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അടുത്ത രണ്ടാമത്തെ സ്റ്റാൻസിലോട്ട് പോവുകയാണ്. അപ്പം എല്ലാവരും വന്നിട്ട് എന്താ പറയുക, ലെങ്തി ആയിട്ടുള്ള വീഡിയോസ് ആണെന്നൊക്കെ പറഞ്ഞ് എന്താ പറയുന്നത്, ചില ആൾക്കാർ ചില വീഡിയോസിലെങ്കിലും കമൻറ്റ് ചെയ്യുന്നതായിട്ട് ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അതിന് കാര്യം വേറൊന്നുമല്ല, നമ്മൾ ഈ ഒരു പാഠം പഠിക്കുമ്പോൾ അതിനെ കംപ്ലീറ്റ് ആയിട്ട് അതിനെ പഠിച്ചിരിക്കണം. അല്ലാതെ അറ്റവും മൂല്യം പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് ഒന്നും എഴുതാൻ പറ്റത്തില്ല. മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ മൊത്തം നമ്മൾ പഠിച്ച് വെച്ചേക്കണം, മൊത്തം നമ്മൾ മനസ്സിലാക്കി വെച്ചേക്കണം. ഇനി അതല്ല, ഞാൻ പറഞ്ഞല്ലോ, സമ്മർ നിങ്ങൾക്ക് ഏത് സെക്ഷൻ വേണമെങ്കിലും സ്കിപ്പ് ചെയ്ത് പോകാം. നിങ്ങൾ പഠിക്കുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക. നിങ്ങൾ നാളെ ഈ ഒരു ക്ലാസ് നിങ്ങൾ എന്താ പറയുക, കോളേജിൽ പോകുമ്പോൾ കേട്ടില്ല, അല്ലെങ്കിൽ സ്കൂളിൽ പോകുമ്പോൾ
കേട്ടില്ല. ഈ ഒരു ഒറ്റ ക്ലാസ്സാണ് 1.5 മണിക്കൂർ ക്ലാസ് കൊണ്ട് ആ ഒരു കംപ്ലീറ്റ് സ്റ്റോറി നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? കംപ്ലീറ്റ് എല്ലാ ഏരിയാസും നമ്മൾ കവർ ചെയ്യുന്നില്ലേ? അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാത്തൊരു ഭാഗം നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് പോകാനുള്ള ഓപ്ഷനും ചാപ്റ്ററിൽ കിടപ്പുണ്ട്. ഓക്കെ, സെക്കൻഡ് ആൻഡ് തേർഡ് സ്റ്റാൻസയിൽ ഹി എക്സാമിൻസ് ദ പിക്ചർ ഓഫ് ദ പൈപ്പർ പ്ലേയിങ് ടു ഹിസ് ലവർ ബിനീത്ത് ദ ട്രീസ്. രണ്ടാമത്തെയും മൂന്നാമത്തെയും സ്റ്റാൻസുകളിൽ നമ്മൾ പറഞ്ഞായിരുന്നു അവിടെ ഒരു പൈപ്പർ തൻ്റെ ലവറിന് വേണ്ടിയിട്ട് ഒരു പൈപ്പർ പ്ലേ ചെയ്യുകയാണ്. പൈപ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വാദ്യോപകരണമാണ്. അതിങ്ങനെ പ്ലേ ചെയ്യുകയാണെന്ന്, ഒരു മ്യൂസിക്, ഒരു സംഗീതോപകരണമാണ്. അപ്പോൾ അത് പ്ലേ ചെയ്യുകയാണെന്ന് നമ്മളവിടെ പറഞ്ഞായിരുന്നു. എവിടെ നിന്നുകൊണ്ട്? ഒരു ട്രീയുടെ അടിയിൽ നിന്നുകൊണ്ട് പ്ലേ ചെയ്യുകയാണെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. ഇത് പിന്നെ ഒരു കാര്യമുണ്ട്, ഈ ആദ്യം പറയുന്ന ഈ പൈപ്പർ എന്ന് പറഞ്ഞ ലവറും അവസാനം അതിൻ്റെ ഇടയ്ക്ക് പറയുന്ന കിസ് ചെയ്യുന്ന ലവേഴ്സും ഒന്നാണെന്നൊക്കെ ഏകദേശം ഒരു ധാരണയിലൊക്കെ ഇടയ്ക്കൊക്കെ വരുന്നുണ്ട്. നമുക്ക് അങ്ങനെയും ചിന്തിക്കാം. ചിലപ്പം ഇവർ രണ്ട് വ്യക്തികളായിരിക്കാം, എങ്ങനെയാണെങ്കിലും നമുക്ക് പറയാം. അപ്പം here the speaker tries to imagine what the experience of the figures on the wound must be like. He tries to identify with them. അദ്ദേഹം സ്പീക്കർ ചിന്തിക്കുകയാണ്, അല്ലെങ്കിൽ അദ്ദേഹം ചിന്തിക്കുകയാണ് ഈ ഊണിലുള്ള ആ ഫിഗേഴ്സ് എന്താണ് എക്സ്പീരിയൻസ് ചെയ്യുന്നതെന്ന് അറിയാൻ ആർക്ക് ആഗ്രഹമുണ്ടാവും? ആ സ്പീക്കറിന് ആഗ്രഹമുണ്ട്. ആ ഊണിലുള്ള ഫിഗേഴ്സ് എന്താണ് അവരുടെ എക്സ്പീരിയൻസ്, അവരുടെ ഫീലിങ്സ് എന്താണ്, അവരുടെ എന്ത് ഒക്കേഷനാണ് ഈ ഇതൊക്കെ നടക്കുന്നത് എന്ന് പറഞ്ഞാൽ ഹൂസ് വാട്ട് വെയർ എന്നൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പം അത് എന്താണെന്ന് അറിയാൻ ആർക്ക് ആഗ്രഹമുണ്ട്? സ്പീക്കറിന് ആഗ്രഹമുണ്ട്. അവരിൽ ഒരാളായിട്ട് അല്ലെങ്കിൽ അവരായിട്ട് നിന്നുകൊണ്ട് അവരെന്താണ് എന്താണ് ചിന്തിക്കുന്നത്, അവരുടെ ഫീലിങ്സ് എന്താണെന്ന് അറിയാനുള്ളൊരു അറ്റംപ്റ്റും ആര് നടത്തുന്നുണ്ട്? സ്പീക്കർ നടത്തുന്നുണ്ട്. സ്പീക്കർ ആകർഷവാനാകുകയാണ് അവരുടെ താൽക്കാലികതയിൽ നിന്നുള്ള ആ ഒരു എസ്കേപ്പിൽ അല്ലെങ്കിൽ രക്ഷപ്പെടലിൽ നിന്ന് സ്പീക്കർ ആകർഷവാനാകുകയാണ് എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് അവരുടെ ഏതിലോട്ട്? ടു ദി എറ്റേണൽ ന്യൂനെസ്. അതായത് അവർക്ക് അവർ താൽക്കാലികമായ ഒരു കാര്യമാണ് അവിടെ കാണിക്കുന്നത്. എന്ന് വെച്ചാൽ രണ്ട് ലവേഴ്സ് നമ്മൾ കിസ് ചെയ്യാൻ പോകുന്നത് താൽക്കാലികമായിട്ടൊരു കാര്യമാണ്. അത് കഴിഞ്ഞിട്ട് സംഭവം നടന്നു കാണും, അല്ലേ? ഓക്കെ, അതുപോലെ തന്നെ പൈപ്പർ പൈപ്പർ എന്ത് ചെയ്യുന്നത്? അദ്ദേഹത്തിൻ്റെ ബാക്ക് പൈപ്പ് പ്ലേ ചെയ്യുന്നത് താൽക്കാലികമായിട്ടൊരു പോയിന്റ് ഓഫ് ടൈമിൽ നടക്കുന്ന സംഭവമാണ്. അത് കഴിഞ്ഞിട്ട് അത് മൂവ് ചെയ്ത് കാണും. ആ സമയം അത് വരച്ചപ്പോൾ അത് മൂവ് ചെയ്ത് കാണും. അപ്പം നമ്മളിത് കാണുമ്പം ആ ഒരു പോയിന്റ് ഓഫ് ടൈമിലുള്ള അവിടെ ആ ഫിഗേഴ്സ് കാണുമ്പോൾ, ആ കിസ് ചെയ്യാൻ വരുന്ന ഒരു സീൻ കാണുമ്പോഴത്തേക്ക് നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും അതിന് വ്യാഖ്യാനിക്കാം. അതിനൊരു പുതുമ നമ്മുടെ ചിന്താഗതിയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതിനാണ് ഏറ്റവും വലിയ എക്സാമ്പിളാണ് പൈപ്പർ പ്ലേ ചെയ്യുന്ന ആ ഒരു സംഗീതം. ആ സംഗീതത്തിന് ഏത് രീതിയിലുള്ള വ്യാഖ്യാനവും നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇതൊക്കെ കണ്ടിട്ട് ആകർഷവാനാവുകയാണ്. ഈ ഒരു കാര്യം കണ്ടിട്ട്, ആ ഊണിലുള്ള കാര്യങ്ങൾ കണ്ടിട്ട് ആകർഷവാനാവുകയാണ് ആര്? ഇവിടെ പോയിട്ട് അവരുടെ ലവറിൻ്റെ അൺചേഞ്ചിങ് ആയിട്ടുള്ള ബ്യൂട്ടി കണ്ടിട്ട്, അവിടെ എറ്റേണൽ ആയിട്ടുള്ള അനശ്വരമായ ഒരിക്കലും നിലയ്ക്കാത്ത അവരുടെ ആ സ്നേഹം കണ്ട് ആകർഷവാനാകുകയാണ് ആര്? ഇവിടുത്തെ സ്പീക്കർ. ഹി തിങ്സ് ദാറ്റ് their love is far above. അവരുടെ സ്നേഹം, അവരുടെ പ്രേമം എന്ന് പറയുന്നത് എല്ലാത്തിനേക്കാളും മുകളിൽ നിൽക്കുന്നതാണ്. ഓൾ ട്രാൻസിയൻറ്റ് ഹ്യൂമൻ പാഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നിലനിൽക്കുന്ന മനുഷ്യൻ്റെ താൽക്കാലികമായിട്ടുള്ള, ട്രാൻസിയൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്പം ആയുസുള്ള ഹ്യൂമൻ പാഷൻ്റെക്കാളും അധീനമാണ്. ഹ്യൂമൻ പാഷൻ എന്ന് പറഞ്ഞാൽ അവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ഈ ദാഹം, അതുപോലെ തന്നെ പനി, അതുപോലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ദാഹം, പനി, നെഞ്ചുവേദന, ഹാർട്ടേക്ക്, ഇത്തരത്തിലുള്ള ഹ്യൂമൻ പാഷൻസ് ഇതിലേക്ക് ലീഡ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അപ്പം അത്തരത്തിലുള്ള താൽക്കാലികമായ ഹ്യൂമൻ പാഷനിൽ നിന്നൊക്കെ ഒരുപാട് മുകളിലാണ് അവർ തമ്മിലുള്ള സ്നേഹം എന്ന് പറയുന്നത്. ഓക്കെ, വിച്ച് ഈസ് ഇൻ സെക്ഷൽ എക്സ്പ്രഷൻ ഇന്നെവിറ്റബിളി ലീഡ്സ് ടു ആൻ അബേറ്റ്മെൻറ്റ് ഓഫ് ഇൻറ്റൻസിറ്റി. എന്താണ് അബേറ്റ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറവ്. സാധാ രീതിയിലുള്ള ഹ്യൂമൻ പാഷൻ എന്ന് വെച്ചാൽ പ്രേമം, സ്നേഹം, അതൊക്കെ ഒരു പാഷൻ എന്ന് പറയുന്നത്. നമുക്ക് എന്തിനോടുള്ള അതിയായ ഒരു ആഗ്രഹം, അതൊക്കെ നമ്മുടെ ഹ്യൂമൻ പാഷനാണ്. അതൊക്കെ ഇങ്ങോട്ടേക്കാണ് കൊണ്ടുപോകുന്നത്. അതൊക്കെ അബേറ്റ്മെൻറ്റ് ഓഫ് ഇൻറ്റൻസിറ്റി. അബേറ്റ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അർത്ഥം? കുറവ് എന്നൊക്കെ അർത്ഥം. ഇൻറ്റൻസിറ്റി, തീവ്രതയുടെ കുറവ്. അതായത് നമുക്ക് എന്തെങ്കിലും നേടാനുള്ള, അല്ലെങ്കിൽ ഒരാളെ നമുക്ക് വളയ്ക്കണം, അല്ലേ? നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയുണ്ട്, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു പയ്യനുണ്ട്. ഇവരെ നമുക്ക് ഒന്ന് വളയ്ക്കണം. വളയ്ക്കുമ്പോൾ അത് അപ്പം കാണാൻ നല്ല സുന്ദരനാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാണാൻ സുന്ദരനല്ലെങ്കിലും ഇപ്പോൾ കാണാൻ സുന്ദരനാണെങ്കിലും ക്യാരക്ടർ നല്ല അടിപൊളിയാണ്. അപ്പോൾ അവരോട് നമുക്ക് അതിയായ ഒരു ക്രഷ് ഉണ്ടല്ലേ, ഒരു ക്രഷ്. ആ ക്രഷിനെ നമുക്ക് ഇൻറ്റൻസിറ്റി ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം. തീവ്രത, അതിനോടുള്ള അതിയായൊരു തീവ്രത. അപ്പോൾ ആ ഒരു തീവ്രത നമ്മൾ അച്ചീവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എപ്പോഴും നമ്മൾ കേൾക്കാറുള്ള കാര്യമുണ്ട്, പ്രേമിക്കുന്നതിന് മുമ്പ് ചാടയും ചക്കരയും മാങ്ങയും പഞ്ചാരയൊക്കെ ആയിരുന്നു. പക്ഷേ പ്രേമിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇപ്പോൾ വേണ്ട, താല്പര്യമില്ല, അതിനോടുള്ള ഒരു തീവ്രത കുറഞ്ഞല്ലേ. ഇത് തന്നെയാണ് ഹ്യൂമൻ്റെ പാഷൻ.
അപ്പം അത്തരത്തിൽ ഒരിക്കലും തീവ്രത ഇവിടെ ആർക്ക് കുറയുന്നില്ല, ആ ലവേഴ്സിൻ്റെ തീവ്രത ഒരിക്കലും കുറയുന്നില്ല, അത് എല്ലായ്പ്പോഴും സ്റ്റില്ല് നിലനിൽക്കുകയാണ്. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ സെക്ഷൽ എക്സ്പ്രഷനിൽ പോലും എന്താ പറയുന്നത്, ഇപ്പോൾ സെക്ഷൽ എക്സ്പ്രഷനിൽ പോലും അത് ഇങ്ങനെ നിലനിൽക്കുകയാണ്. അവർ തമ്മിൽ കിസ് ചെയ്യാൻ പോകുന്നുണ്ട്. ആ ഒരു സെക്ഷൽ എക്സ്പ്രഷൻ എല്ലായ്പ്പോഴും നിലനിൽക്കുന്നുണ്ട്. നമ്മുടെ പാഷൻ സാറ്റിസ്ഫൈഡ് ആയാൽ, വെൻ പാഷൻ ഈസ് സാറ്റിസ്ഫൈഡ്, അബൈറ്റ്മെൻറ്റ് ഓഫ് ഇൻറ്റൻസിറ്റി നമ്മൾ പറഞ്ഞു എന്ന് വെച്ചാൽ ആ ഒരു തീവ്രതയുടെ കുറവ്, അതിയായ ആഗ്രഹത്തിൻ്റെ ഒരു കുറവ്. അപ്പം പാഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് അത് നമ്മൾ നേടിക്കഴിഞ്ഞാൽ, അവളെ നമുക്ക് വളച്ച് കിട്ടി അല്ലെങ്കിൽ അവനെ നമുക്ക് കിട്ടി എന്ന് പറയുമ്പോഴത്തേക്ക് ശേഷം കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് പിന്നെ എല്ലാം ഒരു വിയറീഡ് ഫിസിക്കാലിറ്റിയാണ്. എന്ന് വെച്ചാൽ ഒരു എന്താ പറയുന്നത്, വിയറീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്ഷീണിച്ച, ഒരു താല്പര്യമില്ലാത്തൊരു ഫിസിക്കാലിറ്റിയാണ്. എന്ന് വെച്ചാൽ അവൻ്റെ പിന്നെ ശരീരത്തോട് ആഗ്രഹമില്ല, അല്ലെങ്കിൽ അവളുടെ ശരീരത്തോട് നമുക്ക് പിന്നെ ആഗ്രഹം കാണത്തില്ല, കണ്ണുകളിൽ വലിയ തിളക്കം നമ്മൾ കാണത്തില്ല, നമുക്കെല്ലാം ഒരു എന്താ പറയുക, ഒരു ഒതുങ്ങലിലേക്ക് പോകും, ഒരു പണ്ടത്തെ ആ താല്പര്യമൊന്നും വലുതായിട്ട് കാണത്തില്ല അല്ലേ. ഇത് ഒരു ബേസിക് ട്രൂത്താണ്. ഒരിക്കലും എന്താ പറയുന്നത്, നമ്മുടെ യഥാർത്ഥ നമ്മുടെ മനുഷ്യരുടെ ഇടയിൽ നടക്കുന്ന ഒരു ബേസിക് ട്രൂത്താണ്. ഓക്കെ, അപ്പം അത് പിന്നെ എങ്ങോട്ടേക്ക് ലീഡ് ചെയ്യും? സോറോഫുൾ ഹാർട്ട്, ഒരു വിഷമുള്ള ഒരു ഹാർട്ടിലേക്ക് ലീഡ് ചെയ്യും. ബോണി ഫോർ ഹെഡ്, നല്ല തലവേദനയുള്ള നല്ല തലവേദന നമുക്ക് എടുക്കും, നല്ല എന്താ പറയുക ബേൺ ചെയ്യുന്ന തലവേദന. അതുപോലെ പാർച്ചിങ് ടങ്, തേഴ്സ്റ്റ് എന്ന് വെച്ചാൽ ദാഹം, പാർച്ചിങ് ടങ് എന്ന് വെച്ചാൽ എന്താ, വരണ്ട ടങ്, ഇതിലേക്കെല്ലാം ലീഡ് ചെയ്യുമെന്നാണ് പറയുന്നത്. പാഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് മടുപ്പുള്ളതാക്കും എന്നാണ് പറയുന്നത്. ഹ്യൂമൻ പാഷൻ എന്ന് പറയുന്നത് മടുപ്പുള്ളതാണ്. നമുക്ക് എന്തെങ്കിലും കാര്യം നേടിക്കഴിഞ്ഞാൽ പിന്നെ വലിയ താല്പര്യം കാണത്തില്ല. പിന്നെ നമ്മളിങ്ങനെ ചേഞ്ച് ആഗ്രഹിക്കുന്നതാണ്, വലിയ രീതിയിൽ ചേഞ്ച് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നമ്മൾ. കുറേ നാൾ എന്തെങ്കിലും ഒരു ആഗ്രഹത്തിന് വേണ്ടി പോകും. നമ്മൾ എൻ്റെ ഭയങ്കര ആഗ്രഹം കാർ മേടിച്ച് കഴിയുമ്പോഴത്തേക്ക് അതിനോടുള്ള ഒരു പാഷൻ അങ്ങ് നിൽക്കും. പാഷൻ നിന്നിട്ട് പുതിയൊരു കാർ മേടിക്കാൻ തോന്നും. ആരെങ്കിലും വളം കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ആഗ്രഹമാണ്, അവിടം വരെ ഭയങ്കര ഇൻറ്റൻസിറ്റിയിൽ നമ്മൾ പോകും. പക്ഷെ അതിനുശേഷം വലിയ താല്പര്യമൊന്നുമില്ല. ഇത് തന്നെയാണ് മനുഷ്യൻ്റെ ഹ്യൂമൻ പാഷൻ എന്ന് പറയുന്നത്. ഈ ഹ്യൂമൻ പാഷൻ കണക്കല്ല ആ ഊണിലുള്ള ലവേഴ്സ് സ്നേഹം എന്ന് പറയുന്നത്. അത് എല്ലായ്പ്പോഴും ന്യൂ ആണ്, എല്ലായ്പ്പോഴും സ്റ്റേറ്റിക്കാണ്, ഭയങ്കര ഇൻറ്റൻസിറ്റി ഉള്ളതാണ്. ആൻഡ് ഹിസ് റീകളക്ഷൻ ഓഫ് ദീസ് കണ്ടീഷൻസ് സീംസ് ടു റിമെയിൻ ദ സ്പീക്കർ ദാറ്റ് ഈസ് inescapably subject to them, and he abandons his attempt to identify with the figures on the own. ഇതൊക്കെ ആർക്ക് മനസ്സിലാകുന്നു? ആർക്ക് പോയിറ്റിന് മനസ്സിലാകും, അല്ലെങ്കിൽ സ്പീക്കറിന് മനസ്സിലാകുന്നു. ഇവിടെ പോയിറ്റ് അല്ല സ്പീക്കറിന് നേരത്തെ പറയുന്നുണ്ട്, അൺഡിഫൈൻഡ് സ്പീക്കറാണ്, ആരാ നമുക്ക് അറിയത്തില്ല. പോയിറ്റിന് തന്നെ നമുക്ക് വേണമെങ്കിൽ സ്പീക്കറൊക്കെ എടുക്കാമെന്നും പറയുന്നുണ്ട്. ഓക്കെ, സ്പീക്കർ എന്താണ്? സ്പീക്കറിന് എന്താ പറയുന്നത്, ഈ കണ്ടീഷൻസ് ഒക്കെ മനസ്സിലാക്കി വരുന്നുണ്ട് നല്ല രീതിയിൽ. അവരുടെ ആ കണ്ടീഷൻ, അവരനുഭവിക്കുന്ന ഫീലിംഗ്, അവരുടെ ആ ഒരു ആംബിയൻസ് എല്ലാം സ്പീക്കറിന് എന്താണ് മനസ്സിലേക്ക് വരികയാണ്. അയാൾക്ക് അത് നല്ല ഇഷ്ടപ്പെട്ട് അവരൊരു സബ്ജക്റ്റ് ആക്കി എന്നാണ് പറയുന്നത്. അതുപോലെ ഹി അബാൻഡൻസ്, അതുപോലെ എന്താ പറയുന്നത്, അബാൻഡൻസ് ടു ഐഡൻറ്റിഫൈ വിത്ത് ദ ഫിഗേഴ്സ് ഓൺ ദ ഓൺ. അദ്ദേഹം ഇത്തരത്തിൽ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കുമ്പോഴത്തേക്ക് ഇവർ തമ്മിൽ അതിയായ സ്നേഹമാണ്. ഇത്തരത്തിലുള്ള ഒരു ചിന്താഗതിയിലോട്ട് വരുമ്പോഴത്തേക്ക് അദ്ദേഹം എവരാരാണ്, എന്താണ് ചെയ്യുന്നത് എന്നുള്ള ആ ഒരു ഐഡൻറ്റിറ്റി അത് ഇല്ലാണ്ടാക്കുകയാണ്, ആ ഒരു അറ്റംപ്റ്റ് ഇല്ലാണ്ടാക്കുകയാണ്. എനിക്ക് അറിയേണ്ട ആവശ്യമില്ലെന്നാണ് സ്പീക്കർ പറയുന്നത്. എനിക്കറിയേണ്ട ആവശ്യമില്ല, അവർ ആരാണെന്ന് എനിക്ക് എന്താണെന്ന് അറിയേണ്ട ആവശ്യമില്ല. പക്ഷെ അവർ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു ചിന്തയുണ്ട്, ആ ഒരു കോട്ടുണ്ട്, അതാണ് എനിക്ക് ആവശ്യം, അത് എനിക്ക് കിട്ടി. അതുകൊണ്ട് എനിക്ക് ഇനി ഇവരാരാണെന്ന് എന്താണെന്ന് അറിയേണ്ട ആവശ്യമില്ല. സോ അതുകൊണ്ട് എന്താണ് അദ്ദേഹം ഇന്നെസ്കേബിളി സബ്ജക്റ്റ് ടു ദം എന്ന് വെച്ചാൽ ആ ഒരു സബ്ജക്റ്റുകളെ അദ്ദേഹത്തിന് ഒഴിവാക്കാൻ പറ്റുന്നില്ല. അദ്ദേഹം അവരോടങ്ങ് കോർത്തിണങ്ങി പോയെന്നാണ് പറയുന്നത്. ഓക്കെ, ഫോർത്ത് സ്റ്റാൻസിൽ പറയുന്നത് സ്പീക്കർ എന്ത് ചെയ്യുന്നു? He attempts to think about the figures on the moon as though they were experiencing human time, imagining that their procession has an origin. Okay, സ്പീക്കർ വീണ്ടും ഒരു അറ്റംപ്റ്റ് നാലാമത്തെ സ്റ്റാൻസിൽ കൊണ്ടുവരികയാണ്. അദ്ദേഹം ആ ഊണിലുള്ള ഫിഗേഴ്സിനെ പറ്റി തിങ്ക് ചെയ്യുകയാണ്. അദ്ദേഹം ചിന്തിക്കുകയാണ്, ദോ ദേ വെർ എക്സ്പീരിയൻസിങ് ഹ്യൂമൻ ടൈം, മനുഷ്യൻ്റെ സമയമാണ് അവർ എന്താ പറയുന്നത് അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അവരെല്ലാം മനുഷ്യരല്ലേ, അവരെല്ലാം മനുഷ്യരാണ്. ഊണിൽ കാണുന്ന ഫിഗേഴ്സ് എല്ലാം മനുഷ്യർ തന്നെയാണ്. മനുഷ്യരുടെ സമയം അവർ എന്ത് ചെയ്യുന്നുണ്ട്? എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഇമാജിനിങ് ദാറ്റ് ദർ പ്രൊസഷൻ ഹാസ് ആൻ ഒറിജിൻ. ഇത് അദ്ദേഹം ചിന്തിക്കുകയാണ്. അവിടെ ഒരു ഘോഷയാത്ര കാര്യം നമ്മൾ പറയുന്നത്, ആ ഘോഷയാത്രയ്ക്ക് ഒരു ഒറിജിൻ ഉണ്ട്. ആ ഒറിജിൻ എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഘോഷയാത്രയ്ക്ക് നമ്മുടെ ഉത്സവപ്പറമ്പിലോ അല്ലെങ്കിൽ പള്ളിയിലോ അല്ലെങ്കിൽ പള്ളികളിലോ ഉള്ള ഘോഷയാത്ര എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ പറയുന്നത്, അവർ ഇവിടുന്ന് തൻ്റെ പല വീടുകളിൽ നിന്നല്ലേ വരുന്നത്, ഒരു പ്രത്യേക ടൗണിൽ കേന്ദ്രമാക്കിയായിരിക്കും വരുന്നത്. അപ്പം അവർക്ക് ഒരു ഒറിജിൻ ഉണ്ട്, ഒരു ലിറ്റിൽ ടൗൺ ഉണ്ട്. ആ ടൗണിൽ നിന്ന് വരുന്ന വ്യക്തികൾക്ക് ഒരു ഡെസ്റ്റിനേഷൻ കൂടിയുണ്ട്. അതാണ് ഗ്രീൻ അൽത്താര എന്ന്
നമ്മളിവിടെ പറഞ്ഞൊരു പച്ച ഉള്ളൊരു അൾത്താരെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. ബട്ട് ഹോൾ ഹി ക്യാൻ തിങ്ക് ദാറ്റ് ഈസ് ടൗൺ ഈസ് വിൽ ഫോർ എവർ ബി ഡിസേർട്ടഡ് ഇഫ് ദീസ് പീപ്പിൾ ഹാവ് ലെഫ്റ്റ് ദെയർ ഒറിജിൻ ദേ വിൽ നെവർ റിട്ടേൺ ടു ഇറ്റ്. അദ്ദേഹത്തിന് പറയാനുള്ളത് ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അവർ എന്തിനോ ഒരു പ്രൊസഷന് വേണ്ടി, ഒരു ഘോഷയാത്രയ്ക്ക് വേണ്ടി പോയി. അവരുടെ വീടുകളെല്ലാം വിട്ട് അവർ ഘോഷയാത്രയ്ക്ക് വേണ്ടി പോവുകയാണ്. ഒരു പ്രൊസഷന് വേണ്ടി പോവുകയാണ്. ഘോഷയാത്ര എന്ന് ഞാൻ ഒരു ടേം യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ, അല്ലാതെ ഉത്സവപ്പറമ്പിലെ ഘോഷയാത്ര എന്നല്ല. എന്ന് പറഞ്ഞാൽ ഒരു യാത്രയ്ക്ക് വേണ്ടി അവർ പോവുകയാണ്. അപ്പം ആ യാത്രയിൽ പോകുമ്പം അവരുടെ വീടുകളും അവരുടെ ടൗണുകളും എം ടി ആണ്. അതിനി എല്ലായ്പ്പോഴും എം ടി തന്നെ ആയിരിക്കും. തിരിച്ചവർ വരത്തില്ല, അവരിനി വരത്തില്ല. ദേ വിൽ നെവർ റിട്ടേൺ ടു ഇറ്റ്. ഇൻ ദിസ് സെൻസ് ഹി കൺഫ്രോൺസ് ഹെഡ് ഓൺ ടു ലിമിറ്റ്സ് ഓഫ് സ്റ്റാറ്റിക് ആർട്ട്. ഇഫ് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ലേൺ ഫ്രം ദ ഊൺ ദ വൂസ് ആൻഡ് വേഴ്സ് ഓഫ് ദ റിയൽ സ്റ്റോറി ഇൻ ദ ഫസ്റ്റ് ആൻസർ ഇറ്റ് ഈസ് ഇമ്പോൾ ടു എവർ ടു നോ ദ ഒറിജിൻ ആൻഡ് ദ ഡെസ്റ്റിനേഷൻ ഓഫ് ദ ഫിഗേഴ്സ് ഓൺ ദ ഊൺ ഇൻ ദ ഫോർത്ത്. അദ്ദേഹം പറയുകയാണ്, ആദ്യത്തെ സ്റ്റാൻസുകളിൽ അതിൻ്റെ യഥാർത്ഥ കഥ എന്താണെന്ന് നമുക്ക് അറിയത്തില്ല. ആദ്യത്തെ സ്റ്റാൻസിൽ നമ്മൾ പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെയാണ് നാലാമത്തെ സ്റ്റാൻസിൽ ഇവർ എവിടെ നിന്നാണ് വന്നത്, ഇവരുടെ ഡെസ്റ്റിനേഷൻ ഇങ്ങോട്ടാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. നമുക്ക് ഒന്നും തന്നെ പറയാൻ പറ്റത്തില്ല. സ്റ്റാറ്റിക് ആയിട്ടുള്ള ആർട്ടാണ്. നമുക്ക് ജസ്റ്റ് ഹഞ്ചസ് എന്ന് വെച്ചാൽ സജഷൻസ് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. ഇതിങ്ങനെയൊക്കെ ആയിരിക്കും, ആ ഒരു പിക്ചർ കാണുമ്പോൾ ഇതിങ്ങനെയൊക്കെയാണ് എന്നൊക്കെ പറയാൻ പറ്റത്തുള്ളൂ. അല്ലാതെ അതിൻ്റെ പിന്നിലുള്ള യഥാർത്ഥ കഥയോ ഇവർ എങ്ങോട്ടേക്കാണ് പോകുന്നത്, ഇവർ ആരാണ്, ഇവർ എന്താണ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഓക്കെ, അത് തന്നെയാണ് ഫസ്റ്റ് സ്റ്റാൻസിലും പറയുന്നത്, അത് തന്നെയാണ് ഫോർത്ത് സ്റ്റാൻസിലും പറയുന്നതാണ് ഇവിടെ ഈ തീമുകളിൽ പറയുന്നത്. ഇറ്റ് ഈസ് ട്രൂ ദാറ്റ് ദ സ്പീക്കർ ഷോസ് എ സർട്ടൻ കൈൻഡ് ഓഫ് പ്രോഗ്രസ് ഇൻ ദി സക്സസീവ് അറ്റംപ്റ്റ്സ് ടു എൻഗേജ് വിത്ത് ദ ഓണർ. അപ്പം പോകെ എന്താ പറയുന്നത്, സ്പീക്കർ ഒരു പ്രോഗ്രസ് നേടുന്നുണ്ട്. തൻ്റെ അറ്റംപ്റ്റുകളെല്ലാം എന്താ പറയുന്നത് സക്സസ് ആണെന്ന് പറയുന്നത് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അറ്റംപ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് തമ്മിലുള്ള അറ്റംപ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ അറ്റംപ്റ്റ് അദ്ദേഹം നടത്തുന്നുണ്ട്. ഇവരിങ്ങനെയൊക്കെയാണെന്ന് വ്യാഖ്യാനിക്കുന്നുണ്ട്. അത് ഏകദേശം ശരിയായിരിക്കാം എന്ന് നമുക്കും തോന്നുന്നുണ്ട്. അദ്ദേഹം പറയുന്നു ടൗൺ എം ടി ആണ്. ശരിയാണ്, കുറേ ആൾക്കാർ വീട്ടിൽ നിന്ന് പോകുമ്പോഴത്തേക്ക് ആ വീട് അനാഥമാണ്, അല്ലെങ്കിൽ ടൗൺ അനാഥമാണ്. നമുക്കത് ഒരു സക്സസീവ് അറ്റംപ്റ്റ് ആയിട്ട് തന്നെ പറയാം. ഓക്കെ, ഹീസ് ഐഡിയൽ ക്യൂരിയോസിറ്റി. എന്താണ് ഐഡിയൽ? അലസമായ എന്നൊക്കെ അർത്ഥം. അത് അലസമായ എന്ന് പറഞ്ഞാൽ ഐഡിയൽ ക്യൂരിയോസിറ്റി. ക്യൂരിയോസിറ്റി ദ ഫസ്റ്റ് അറ്റംപ്റ്റ് ഗിവ്സ് വേ ടു എ മോർ ഡീപ്ലി ഫെൽറ്റ് ഐഡന്റിഫിക്കേഷൻ ഇൻ ദ സെക്കൻഡ്, ഇൻ ദ തേർഡ്. സ്പീക്കർ ലീവ്സ് ഹിസ് ഓൺ കൺസേൺ ബിഹൈൻഡ് തിങ്സ് ഓഫ് ദ പ്രൊഫഷണൽ പ്യൂർലി in its own terms, thinking of the little town with a real and generous feeling. ആദ്യം അദ്ദേഹം ഒരു ചെറിയൊരു ഒരു അലസമായൊരു ക്യൂരിയോസിറ്റി, ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത് എന്നൊരു ക്യൂരിയോസിറ്റി മാത്രമാണ് ആദ്യത്തെ അറ്റംപ്റ്റുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ആദ്യത്തെ സ്റ്റാൻസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതിനുശേഷം പ്രോഗ്രസ് ആയി പോകുന്നുണ്ട്. സെക്കൻഡ് സ്റ്റാൻസിൽ കുറച്ചുകൂടെ ഒന്ന് കണക്ട് ചെയ്ത് വരുന്നുണ്ട്. തേർഡ് സ്റ്റാൻസിൽ എന്താ പറയുന്നത്, ഇൻ ദ തേർഡ് ദ സ്പീക്കർ ലീവ്സ് ഹിസ് ഓൺ കൺസേൺസ് ബിഹൈൻഡ് ആൻഡ് തിങ്സ് ഓഫ് ദ പ്രൊഫഷണൽ പ്യൂർലി ഓൺ ഇറ്റ്സ് ഓൺ ടേംസ്. എന്ന് വെച്ചാൽ സ്പീക്കർ അദ്ദേഹത്തിൻ്റെ ചിന്താഗതികളെല്ലാം വിട്ടിട്ട്, അദ്ദേഹം വ്യാഖ്യാനിക്കുന്ന കാര്യങ്ങളെല്ലാം വിട്ടിട്ട് എന്ന് വെച്ചാൽ അദ്ദേഹം വേറെ ചിന്താഗതികളൊന്നും എടുക്കുന്നില്ല. ഓക്കെ, ഹൂസ് വാട്സ് എന്ന് വേറെ എന്ന് പറഞ്ഞാൽ ആ ചിന്താഗതികളെല്ലാം വിട്ടിട്ട് അദ്ദേഹം ഇത് എന്താണ് കാണിച്ചു തരുന്നത്, ഇത് എന്താണ് അതിൽ നിന്ന് നമുക്ക് ആ ഒരു ഐഡിയ കിട്ടുന്നത് എന്നൊരു ചിന്താഗതിയിലോട്ട് മാറി. മനസ്സിലായോ? എന്ന് വെച്ചാൽ അദ്ദേഹം ആദ്യം നല്ലൊരു എന്താ പറയുക അറ്റംപ്റ്റ് നടത്തുന്നുണ്ട്, പിന്നെ അത് ശേഷം സക്സസീവ് അറ്റംപ്റ്റ് ആയിട്ട് മാറുന്നുണ്ട്. അദ്ദേഹം ഇത് എന്താണെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ചിന്താഗതിയിൽ വലിയ രീതിയിൽ വ്യാഖ്യാനിക്കൊന്നും പോയില്ല, വലിയ വ്യാഖ്യാനങ്ങളൊന്നും കൊടുത്തില്ല. ഹൂസ് വാട്സ് വേർസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങ് വിട്ട് അവരാരാണ് എന്താണ് എവിടെയാണെന്നുള്ള ക്വസ്റ്റ്യൻസ് വിട്ടിട്ട് അദ്ദേഹം ഇത് എന്താണ് നമുക്ക് കാട്ടിത്തരുന്നത് എന്നൊരു ചിന്താഗതിയിലോട്ട്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ഹഞ്ചിലോട്ടും സജഷൻസിലോട്ടും അദ്ദേഹം പോയി. അതിൽ ഏകദേശം അദ്ദേഹം സക്സസ് ആയെന്നാണ് പറയുന്നത്. അപ്പം എന്നിട്ട് ഏതിലൊക്കെ കോൺസെൻട്രേറ്റ് ഒക്കെ ചെയ്തിട്ട് അവിടെ ഒരു യാത്ര പറയുന്നുണ്ട്, ഒരു പ്രൊസഷൻ പറയുന്നുണ്ട്. ആ ഒരു പ്രൊസഷന് അദ്ദേഹത്തിൻ്റെതായ കുറച്ച് വ്യാഖ്യാനങ്ങൾ അദ്ദേഹം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. തിങ്കിങ് ഓഫ് ദ ലിറ്റിൽ ടൗൺ വിത്ത് എ റിയൽ ആൻഡ് ജനറസ് ഫീലിംഗ്. നല്ല ആ ഒരു കൊച്ചു ടൗണിൻ്റെ കാര്യം അവിടെ പറയുന്നുണ്ട്. ആ ടൗണിനെ യാഥാർത്ഥ്യമായിട്ടും സത്യസന്ധമായിട്ടുള്ള ഫീലിംഗ് വെച്ചിട്ട് എന്താണ് ടൗണിൽ എന്ന് വെച്ചാൽ റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ആ ടൗണിൻ്റെ റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ എക്സ്പ്ലെയിൻ ചെയ്തു. ബട്ട് ഈച്ച് അറ്റംപ്റ്റ് അൾട്ടിമേറ്റ്ലി എൻഡ്സ് ഇൻ ഫെയിലിയർ. പക്ഷെ ഓരോ അറ്റംപ്റ്റും എന്താണ് ഫെയിലിയറിലേക്ക് പോകുന്നു എന്നാണ് പറയുന്നത്. നമ്മൾ പറയായിരുന്നു ചെറിയൊരു പ്രോഗ്രസ് മാത്രമേ അവിടെ നടക്കുന്നുള്ളൂ. അദ്ദേഹം ചെറിയ രീതിയിൽ കുറച്ച് സക്സസീവ് അറ്റംപ്റ്റ് നടത്തുന്നുണ്ട്, ചെറിയ രീതിയിൽ വ്യാഖ്യാനിച്ച് എടുക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനൊരു ലിമിറ്റ് ഉണ്ട്, അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ദ തേർഡ് അറ്റംപ്റ്റ് ഫെയിൽസ് സിംപ്ലി എന്ന് വെച്ചാൽ മൂന്നാമത് അദ്ദേഹം എടുത്ത അറ്റംപ്റ്റ് ടൗണിനെ പറ്റി എടുത്ത ഒരു അറ്റംപ്റ്റ് അതങ്ങ് ഫെയിലിയർ ആയി പോവുകയാണ്.
അതായത് പിന്നെ അതിനെപ്പറ്റി ഒന്നും പറയാനില്ല. ആ ടൗൺ എം ടി ആണെന്ന് മാത്രമേ പറയാനുള്ളൂ. എംറ്റിനെസ്സും എറ്റേണലും മാത്രം, അത് ഇനി എല്ലായ്പ്പോഴും എം ടി ആണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഹി ഹാസ് റീച്ച് ദ ലിമിറ്റ് ഓഫ് ദ സ്റ്റാറ്റിക് ആർട്ട് എന്ന് പറഞ്ഞാൽ നിശ്ചലമായ ഒരു രചന, നിശ്ചലമായ ഒരു കലയുടെ, നിശ്ചലമായ ഒരു കല, ആ ഒരു കലയുടെ ലിമിറ്റിൽ അദ്ദേഹം എത്തി. അതിനപ്പുറത്തേക്ക് ഇനി വിവരിക്കാൻ അദ്ദേഹത്തിന് പറ്റുന്നില്ല. കാരണം അത് ഇനി അതിന് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടായാലും നമുക്കത് എന്താ പറയാൻ പറ്റത്തുള്ളൂ. അദ്ദേഹം ചെറിയൊരു പ്രോഗ്രസ് ഉണ്ടാക്കി എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്, ചെറിയ രീതിയിൽ അദ്ദേഹം സക്സസ് ആവുകയും ചെയ്തു. പക്ഷേ എന്താ പറയുന്നത്, അവസാനം ചെല്ലുമ്പോഴത്തേക്ക് എന്താണ്, അത് ഫെയിലിയർ ആയിട്ട് പോവുകയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ലിമിറ്റ് അറ്റൈൻ ചെയ്തു. അതിനപ്പുറത്തേക്ക് ഇനി പറയാൻ പറ്റുന്നില്ല. ആ ഒരു ടൗൺ എം ടി ആണെന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. ടൗൺ എം ടി ആണ്, അതിനപ്പുറത്തേക്ക് ഇനി ആ ടൗണിൽ എന്തൊക്കെ നടക്കുന്നതെന്ന് പുള്ളിക്കാരന് പറയാൻ പറ്റുന്നില്ല. ഓൺ ദിസ് സബ്ജക്റ്റ് അറ്റ്ലീസ്റ്റ് ദർ ഇസ് നത്തിങ് മോർ ദ ഊൺ ക്യാൻ ടെൽ ഹിം. ഇത് എന്താ പറയുക, ആ ഊണിൽ ഇനി അദ്ദേഹത്തിന് ഒന്നും തന്നെ, ആ ഊണ് അദ്ദേഹത്തിനോട് ഇനി ഒന്നും തന്നെ പറയാനില്ല. ആ ഊണിലുള്ള പിക്ചേഴ്സിന് അദ്ദേഹത്തിനോട് ഇനി ഒന്നും തന്നെ പറയാനില്ല. അദ്ദേഹം ഒരു എൻഡിലോട്ടെത്തി. സർട്ടൺ കൈൻഡ് ഓഫ് പ്രോഗ്രസ് എന്ന് ആദ്യമേ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചെറിയ ഡൗട്ട് വന്നു. ആദ്യം ഞാൻ പ്രോഗ്രസ് സക്സസീവ് ആണെന്ന് പറയുന്നുണ്ട്, പോകെ സക്സസ് ആവുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ എന്താ, അത് ഫെയിൽസ് മിസറബിളി. ഓക്കെ, എന്ന് വെച്ചാൽ ആദ്യം ചെറിയൊരു പ്രോഗ്രസ് നടക്കുന്നുണ്ട്, ചെറിയ രീതിയിൽ അദ്ദേഹം കുറച്ച് അറ്റംപ്റ്റുകൾ എടുത്ത് കൊണ്ടുവരുന്നുണ്ട്. ഏകദേശം അദ്ദേഹം സക്സസ് ആവുകയും ചില രീതിയിലൊക്കെ സക്സസ് ആവുന്നുണ്ട്. പക്ഷേ സക്സസ് ആയതിനു ശേഷം അത് എന്താ പറയുക, ഒരു കയറ്റത്തിൽ ചെന്നിട്ട് അതങ്ങ് ഇറങ്ങി അങ്ങ് പോവുകയാണ്. എന്ന് പറഞ്ഞാൽ ഒരു കുന്നിലോട്ട് കയറിയിട്ട് അതങ്ങ് ഇറങ്ങിപ്പോക്കുകയാണ്. നല്ല തോട്ടത്തിലോട്ടൊക്കെ ഇങ്ങനെ അങ്ങ് പോയിട്ട് എന്താ പറയുന്നത്, അദ്ദേഹം പിന്നെ താഴോട്ട് അതിനില്ല, അത് അവിടെ ചെന്ന് അവിടെ അങ്ങ് സ്റ്റോപ്പായി പോയി. ആ കുന്ന് കയറിപ്പോയതുള്ളൂ. പിന്നെ എന്താ പറയുക, ഒന്നുകിൽ ആ കുന്നിന് താഴോട്ട് അങ്ങ് ഇറങ്ങിപ്പോയി, അല്ലെങ്കിൽ കുന്ന് അവിടെ വെച്ചങ്ങ് നിന്ന്. ഇത്രേ ഉള്ളൂ. മനസ്സിലായല്ലോ? സോ ഫൈനൽ സ്റ്റാൻസിൽ സ്പീക്കർ എന്ത് ചെയ്യാണ്, ആ കൺക്ലൂഷൻസ് പറയുകയാണ്. ഡ്രോൺ ഫ്രം ദീസ് 3 അറ്റംപ്റ്റ്. അദ്ദേഹം 3 അറ്റംപ്റ്റുകൾ നടത്തി. ആ ഊണിൽ 3 അറ്റംപ്റ്റുകൾ നടത്തി. ഈസ് ഓവർവെൽംഡ്. എന്നിട്ട് ഓവർവെൽംഡ് എന്ന് പറഞ്ഞാൽ ആഴത്തിൽ അദ്ദേഹം ചിന്തിച്ചു. എന്താണ് അദ്ദേഹം ചിന്തിച്ചത്? അതിൻ്റെ ടെമ്പറൽ ചെയ്ത്, ഔട്ട്സൈഡ് ഓഫ് ടെമ്പറൽ ചെയ്ത്, താൽക്കാലികമായിട്ടുള്ള ചേഞ്ചുകളിൽ നിന്ന് ആ പുറമേയുള്ള കാര്യങ്ങൾ, അതിൻ്റെ പുറമേയുള്ള അതിൻ്റെ എക്സിസ്റ്റൻസ്, ആ ഊണിൻ്റെ എക്സിസ്റ്റൻസ് വിത്ത് ഇറ്റ്സ് എബിലിറ്റി ടു ടീസ് ഹിം ഔട്ട് ഓഫ് തോട്ട് എന്ന് പറഞ്ഞാൽ സാധാരണ ചിന്തകളിൽ നിന്ന് അദ്ദേഹത്തിനെ വെളിയിലേക്ക് കൊണ്ടുവരാനുള്ള അതിൻ്റെ ഒരു എബിലിറ്റി, ആ എബിലിറ്റിയാണ് എറ്റേണിറ്റി എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ അനശ്വര എന്ന് പറയുന്നത് നമുക്ക് എത്ര വേണമെങ്കിലും അതിന് ഒരു മീനിങ്സ് ഉണ്ടാക്കി എടുക്കാമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പം താൻ എന്താ പറയുന്നത്, ഒരു മീനിങ് ഉണ്ടാക്കിയെടുത്തു, താനൊരു വ്യാഖ്യാനം ഉണ്ടാക്കിയെടുത്തു. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വേറെ രീതിയിൽ വ്യാഖ്യാനിക്കാം. ആ ഒരു ഊൺ കാണുമ്പം അത് വേറെ രീതിയിൽ വ്യാഖ്യാനിക്കാം, തൊട്ടപ്പുറത്ത് വേറൊരാൾക്ക് വേറെ രീതിയിൽ വ്യാഖ്യാനിക്കാം. അങ്ങനെ ഇത് എറ്റേണൽ ആണെന്നാണ് അവർ പറയുന്നത്, പോയിട്ട് പറയുന്നത്, അല്ലെങ്കിൽ സ്പീക്കർ അവിടെ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ടെമ്പറൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ അതിന് ഇന്നതാണെന്ന് പറയാൻ പറ്റത്തില്ല. അതിനപ്പുറത്തേക്ക് നമുക്കതിനെ വ്യാഖ്യാനിക്കാം. പക്ഷേ പോയിട്ടിന് ഒരു വ്യാഖ്യാനം അതിന് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ നാളെ വേറൊരാൾ കാണുമ്പം അതിന് വേറൊരു വ്യാഖ്യാനം ഉണ്ടാക്കിയെടുക്കാം. അതാണ് അതിൻ്റെ ഒരു എറ്റേണിറ്റിയുടെ ഒരു സിമ്പിൾ എന്ന് പറയുന്നത്. അതൊരു എറ്റേണിറ്റിയാണ്. ആ ഊണിലെ ഫിഗേഴ്സ് എന്നൊക്കെ പറയുന്നത് ഒരു എറ്റേണിറ്റിയിലോട്ടാണ് അത് കൊണ്ടുപോകുന്നത്. എന്ന് പറഞ്ഞാൽ അനശ്വരതയിലേക്കാണ്, തോട്ടിൻ്റെ എറ്റേണിറ്റി, അതായത് ചിന്തകളുടെ എറ്റേണിറ്റി. പല രീതിയിൽ നമുക്കതിനെ വ്യാഖ്യാനിച്ചെടുക്കാം എന്നാണ് ആര് പറയുന്നത്, പോയിട്ട് പറയുന്നത്. അതാണ് ടീസ് ഹിം ഔട്ട് ഓഫ് തോട്ട്. ഓക്കെ, ഇഫ് ഹ്യൂമൻ ലൈഫ് ഈസ് എ സസഷൻ ഓഫ് ഹംഗ്രി ജനറേഷൻ ആസ് ദ സ്പീക്കർ സജസ്റ്റ് ഇൻ നൈറ്റിംഗേൽ, ദ ഊൺ ഈസ് എ സെൽഫ് സെപ്പറേറ്റ് ആൻഡ് സെൽഫ് കണ്ടെയ്ൻഡ് വേൾഡ്. എന്ന് വെച്ചാൽ മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത്, മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ സൈക്കിൾ എന്ന് പറയുന്നത് സസഷൻ ഓഫ് ഹംഗ്രി ജനറേഷൻ എന്ന് പറഞ്ഞാൽ നൈറ്റിംഗേൽ എന്ന് പറഞ്ഞ ഓഡിൽ കീറ്റ്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് നമ്മുടെ സ്ഥാനം അപഹരിച്ചുകൊണ്ട് വേറൊരു പുതിയൊരു ജനറേഷൻ കടന്നു വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്ഥാനം ഒഴിഞ്ഞു കൊടുത്ത് അവിടെ പുതിയ യുവതലമുറ കയറി വരും. അതാണ് സസഷൻ ഓഫ് ഹംഗ്രി ജനറേഷൻ. ആക്രാന്തമുള്ളതെന്നൊക്കെ പറയുന്നുണ്ട്. ആക്രാന്തമുള്ള ജനറേഷൻസ് അവിടെ കയറി വന്ന് നമ്മുടെ സ്ഥാനം കൈയടക്കും, പഴയ ആൾക്കാരുടെ സ്ഥാനം കൈയടക്കും. അത് നൈറ്റിംഗേളിൽ കീറ്റ്സ് പറയുന്നതാണ്. ഈ ഊണിൽ അതൊരു എന്താ പറയുന്നത്, ബേസിക് ലൈഫാണ് പറയുന്നത്. അപ്പോൾ പഴയ ആൾക്കാർ പോകും, പുതിയ ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും എന്ന് പറയുന്ന ആ ഒരു നൈറ്റിംഗേളിൽ അങ്ങനെ പറയുന്നുണ്ട്. ഊണെന്ന് പറയുന്നത് അങ്ങനെയല്ല. ഊണെന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള സെൽഫ് കണ്ടെയ്ൻഡ് ആയിട്ടുള്ള വേൾഡാണ്. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ബേസിക് ഹ്യൂമൻ ലൈഫിൻ്റെ കാര്യമാണ് നൈറ്റിംഗേളിൽ പറയുന്നത്. നൈറ്റിംഗേളിൽ ആ സസഷൻ ഓഫ് ഹംഗ്രി ജനറേഷനിൽ പറയുന്നത്. ഇവിടെ ഊണെന്ന് പറയുന്നത് അതൊരു സെപ്പറേറ്റ് വേൾഡാണ്. ഹ്യൂമൻ വേൾഡ് അല്ല, അത് സെപ്പറേറ്റ് സെൽഫ് കണ്ടെയ്ൻഡ് വേൾഡാണ്. സെൽഫായിട്ട് കുറച്ച് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറ്റുന്ന ഒരു വേൾഡാണ്. അത് ഒരു മനുഷ്യൻ്റെ ഫ്രണ്ടാണ്, മനുഷ്യന് കൂട്ടുകാരനാണ് ആ ഒരു ഊണെന്ന് പറയുന്നത്. ബട്ട് ഇറ്റ് കനോട്ട് ബി മോർട്ടൽ. പക്ഷേ മറ്റേ നൈറ്റിംഗേൽ പറയുന്ന കണക്ക് എന്താ പറയുന്നത്, മനുഷ്യൻ്റെ സ്ഥാനം അപഹരിച്ചുകൊണ്ട് പഴയ ആൾക്കാരുടെ സ്ഥാനം അപഹരിച്ചുകൊണ്ട് പുതിയ ആൾക്കാർ കടന്നു വന്ന് ഇങ്ങനെ സൈക്കിൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് നടക്കുന്ന ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു മോർട്ടൽ വേൾഡാണ്. പക്ഷേ ഊണെന്ന് പറയുന്നത് മോർട്ടൽ അല്ല, അത് സെപ്പറേറ്റ് ആൻഡ് സെൽഫ് കണ്ടെയ്ൻഡ് വേൾഡാണ്. അതെന്താണ്, മനുഷ്യരൊരു കൂട്ടുകാരനാണ്. പക്ഷേ ഈ ഊൺ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, മരിക്കുന്നില്ല.
A kind of aesthetic connection with the speaker experience with the own is ultimately insufficient to human life. Okay, അപ്പം ഒരു എസ്തെറ്റിക് കണക്ഷൻ, ഒരു എന്താ പറയുക, നമുക്ക് എന്താ പറയുന്നത്, സൗന്ദര്യമായ അല്ലെങ്കിൽ സൗന്ദര്യമുള്ള ഒരു കണക്ഷൻ നമുക്ക് എന്ത് നൽകുന്നുണ്ട്, ഈ ഒരു ഓൺ നൽകുന്നുണ്ട്. സ്പീക്കർ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്, അതുപോലെ നമ്മളും എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അവർ തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്, അവർ തമ്മിൽ ഒരു എസ്തെറ്റിക് കണക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഫ്രണ്ട് ടു മാൻ ആണ് ഉദ്ദേശിക്കുന്നത്. മനുഷ്യനൊരു കൂട്ടുകാരനാണ് ആ ഒരു ഓൺ എന്ന് പറയുന്നത്. പക്ഷേ മനുഷ്യനൊക്കെ ജീവിതത്തെ കണക്കല്ല, മനുഷ്യൻ്റെ ജീവിതത്തെ കണക്കല്ല, അത് എന്താണ്, മോർട്ടൽ അല്ല, അത് ഇമ്മോർട്ടൽ ആണെന്നാണ് ആര് പറയുന്നത്, ഈ സ്പീക്കർ പറയുന്നത്. ഫൈനൽ 2 ലൈൻസ് കാര്യങ്ങൾ കാട്ടിത്തരുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ. മെസ്സേജ് ടു മാൻകൈൻഡ്, അവസാനത്തെ 2 ലൈനിൽ സ്പീക്കർ എന്താ പറയുന്നത്, സ്പീക്കർ ഊണ് നമ്മളോട് സംസാരിക്കുന്നതായിട്ട് തോന്നും. അത് മാൻകൈൻഡിന് വേണ്ടിയിട്ട് ഒരു മെസ്സേജ് തിരിക്കുകയാണ്. ബ്യൂട്ടി ഈസ് ട്രൂത്ത്, ട്രൂത്ത് ബ്യൂട്ടി. സൗന്ദര്യമാണ് സത്യം, സത്യമാണ് സൗന്ദര്യം. നമ്മളത് പറഞ്ഞതാണ്, ഒരുപാട് തവണ എക്സ്പ്ലെയിൻ ചെയ്ത ഒരു ടേമാണ് ബ്യൂട്ടി ഈസ് ട്രൂത്ത്, ട്രൂത്ത് ഈസ് ബ്യൂട്ടി. 4 തവണ കേട്ട് മനസ്സിലാക്കുക. ഓക്കെ, 4-5 തവണ സ്വന്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കും. ഓക്കെ, ബ്യൂട്ടി ഈസ് ട്രൂത്ത്, ട്രൂത്ത് ഈസ് ബ്യൂട്ടി. സൗന്ദര്യം എന്നത് സത്യമാണ്, സത്യം എന്നത് സൗന്ദര്യമാണ്. ആൻഡ് ഐ ഹാവ് പ്രൂവ്ഡ് എമോങ് ദി മോസ്റ്റ് ഡിഫിക്കൽട്ട് ടു ഇൻ്റർപ്രറ്റ് ദ കിഡ്സ് ക്യാനോൺ. കിഡ്സിൻ്റെ ക്യാനോണിലുകളിൽ അല്ലെങ്കിൽ കിഡ്സ് പറയുന്ന കാര്യങ്ങളിൽ എന്താ പറയുക, വളരെ പ്രയാസപ്പെട്ട്, അല്ലെങ്കിൽ അദ്ദേഹം എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ഇതിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് പിടികിട്ടത്തില്ല. ആഫ്റ്റർ ദ ഊൺ അട്ടേഴ്സ് ദ എനിഗ്മാറ്റിക് ഫ്രേസ് ദ ബ്യൂട്ടി ഈസ് ട്രൂത്ത് ആൻഡ് ട്രൂത്ത് ബ്യൂട്ടി, നോ വൺ ക്യാൻ എവർ സേ ഫോർ ഷുവർ ഹൂ സ്പീക്സ് ദ കൺക്ലൂഷൻ. ഈ ലാസ്റ്റിലൊരു എനിഗ്മാറ്റിക് ഫ്രേസ് പറയുന്നുണ്ട്. എന്താണ് എനിഗ്മാറ്റിക്? സങ്കീർണമായ അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റാത്തൊരു ഫ്രേസ് പറയുന്നുണ്ട്. ആരാണ് ഇവിടെ പറയുന്നതെന്ന് നമുക്ക് പെട്ടെന്ന് പിടികിട്ടത്തില്ല. അതിൽ ആരാ കറക്റ്റ് പറയുന്നതെന്നും പിടികിട്ടത്തില്ല. ചിലപ്പം ഊണായിരിക്കാം, ചിലപ്പം എന്താണ് അവിടെ സ്പീക്കർ ആയിരിക്കാം എന്ന് പറയുന്നുണ്ട്. ബ്യൂട്ടി ഈസ് ട്രൂത്ത്, ട്രൂത്ത് ഈസ് ബ്യൂട്ടി, ട്രൂത്ത് ബ്യൂട്ടി. നോ വൺ ക്യാൻ സേ ഫോർ ഷുവർ ഹൂ സ്പീക്സ് ദ കൺക്ലൂഷൻ, ദാറ്റ് ഈസ് ഓൾ ഹേ ന്യൂ ഓൺ നോർത്ത് ആൻഡ് ഓൾ ഏ നീഡ് ടു നോ. എ എന്ന് വെച്ചാൽ എന്താ, വൈ എന്ന് വെച്ചാൽ എന്താ, യു. ദാറ്റ് ഈസ് ഓൾ you know on earth and all you need to know. ഓക്കെ, ഇറ്റ് കുഡ് ബി ദ സ്പീക്കർ അഡ്രസ്സിങ് ദ ഊണ്. സ്പീക്കർ ചിലപ്പോൾ ഊണിനെ പറ്റി പറയുന്നതായിരിക്കും. ഇവിടെ സ്പീക്കർ ഊണിനെ പറ്റി പറയുന്നതായിരിക്കാം. ഇറ്റ് കുഡ് ബി ദ ഊൺ അഡ്രസ്സിങ് മാൻകൈൻഡ്, അല്ലെങ്കിൽ ഊൺ എന്താ ചെയ്യുക, മനുഷ്യരാശിക്ക് പൊതുവായിട്ടൊരു മെസ്സേജ് കൊടുക്കുന്നതായിരിക്കാം. ഇഫ് ഇറ്റ് ഈസ് ദ സ്പീക്കർ അഡ്രസ്സിങ് ദ ഊണ്, ദെൻ ഇറ്റ് വുഡ് ബി സീം ടു ഇൻഡിക്കേറ്റ് ഈസ് അവയർനെസ് ഓഫ് ഹിസ് ലിമിറ്റേഷൻ ആൻഡ് ദ ഊൺ മേ നീഡ് ടു നോ എനിത്തിങ് ബിയോണ്ട് ദ ഇക്വേഷൻ ഓഫ് ബ്യൂട്ടി ആൻഡ് ട്രൂത്ത്, ബട്ട് ദ കോംപ്ലിക്കേഷൻ ഓഫ് ഹ്യൂമൻ ലൈഫ് മേക്ക് ഇറ്റ് ഇമ്പോസിബിൾ ഫോർ സച്ച് എ സിമ്പിൾ ആൻഡ് സെൽഫ് കണ്ടെയ്ൻഡ് ഫ്രേസ് ടു എക്സ്പ്രസ് സഫിഷ്യൻ്റ്ലി എനിത്തിങ് അബൌട്ട് നെസസറി നോളജ്. സ്പീക്കറാണ് ഇവിടെ ഊണിനെ അഡ്രസ്സ് ചെയ്യുന്നതെങ്കിൽ സ്പീക്കർ പറയുകയാണ് ആ ഊണിന് അതിൻ്റെ അപ്പുറത്തേക്ക് അറിയത്തില്ല. അതായത് സൗന്ദര്യം എന്നത് സത്യം, ബ്യൂട്ടി ഈസ് ട്രൂത്ത്, ട്രൂത്ത് ബ്യൂട്ടി എന്ന് പറയുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഊണിനൊന്നും പറയാൻ അറിയത്തില്ല. മനസ്സിലായോ? ഇവിടെ സൗന്ദര്യം എന്ന് പറയുന്ന ആർട്ടിസ്റ്റിക് ബ്യൂട്ടിയാണ്. അതിൻ്റെ ആർട്ടിസ്റ്റിക് ബ്യൂട്ടി എന്ന് പറയുന്നത് സത്യമാണെന്ന് ഊൺ പറയുകയാണെങ്കിൽ, സ്പീക്കർ പറയുകയാണ് ഊൺ അതാണ് പറയുന്നതെങ്കിൽ ഊണിന് അറിയാത്തത് കൊണ്ടാണ്. അതിനപ്പുറത്തേക്ക് ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് ആര് പറയുകയാണ്? സ്പീക്കർ പറയുകയാണ്. അതിനപ്പുറത്തേക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതാണെന്ന് പറയുമ്പോൾ ഊണ് പറയുകയാണ് ബ്യൂട്ടി ഈസ് ട്രൂത്ത്, ട്രൂത്ത് ബ്യൂട്ടി എന്ന് പറയുമ്പോഴത്തേക്ക്, സൗന്ദര്യം എന്നത് സത്യമാണെന്ന് പറയുമ്പോഴത്തേക്ക് എന്താ പറയുക, അതങ്ങ് സമ്മതിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. കാരണം ഹ്യൂമൻ ലൈഫ് എന്ന് പറയുന്നത്, മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് അതിനെതിരായിട്ട് തിരിക്കുകയാണ്. മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ്. ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉള്ളതാണ് മനുഷ്യൻ്റെ ജീവിതം. അപ്പം മനുഷ്യൻ്റെ ജ്ഞാനം എന്ന് പറയുന്നത് ഒരുപാട് ഉള്ളതാണ്, ഒരുപാട് പലതിനും അധീനമാണ്. ഓക്കെ, പലതിനും അധീനമാണ്. ആ ഒരു ചിന്താഗതി വെച്ചുകൊണ്ട് ബ്യൂട്ടി ഈസ് ട്രൂത്ത്, ട്രൂത്ത് ബ്യൂട്ടി എന്ന് പറഞ്ഞ് വ്യാഖ്യാനിക്കാൻ പറ്റത്തില്ല നമുക്കെന്ന് ആര് പറയുന്നു? സ്പീക്കർ പറയുകയാണ്. അപ്പോൾ അതിന് ലിമിറ്റേഷൻ ഉണ്ട്. ഊണിന് നമുക്ക് പറഞ്ഞു തരുന്നതിന് ലിമിറ്റേഷൻസ് ഉണ്ട് എന്ന് ആര് പറയുകയാണ്? ഇവിടെ സ്പീക്കർ പറയുകയാണ്. മറിച്ച് ഊണാണ് ഇവിടെ മാൻകൈൻഡിനോട് പറയുന്നതെങ്കിൽ, ഊണ് ഇവിടെ പറയുകയാണ്, ഊണാണ് തിരിച്ച് പറയുന്നതെങ്കിൽ ഇവിടെ ഊണ് എന്താണ് നമുക്ക് കാട്ടിത്തരുന്നത്? ഒരു ഇമ്പോർട്ടൻറ്റ് ലെസൺ പറഞ്ഞു തരികയാണ്. അതായത് ഹ്യൂമൻ ലൈഫിനോട് പറഞ്ഞു തരികയാണ്. ബ്യൂട്ടി എന്ന് പറയുന്നത് ട്രൂത്താണ്, ട്രൂത്ത് എന്ന് പറയുന്നത് ബ്യൂട്ടിയാണ്. അത് അങ്ങനെ തന്നെ ഇൻറ്റർപ്രറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. ഓക്കെ, 2 തരത്തിൽ നമുക്ക് ഇതിനെ വ്യാഖ്യാനിക്കാം. ഓക്കെ, 2 തരത്തിൽ വ്യാഖ്യാനിക്കാം. സ്പീക്കർ ഊണിനെ പറ്റി അഡ്രസ്സ് ചെയ്ത് പറയുകയാണെങ്കിൽ സ്പീക്കർ പറയുകയാണ് അതിനെ അറിയാത്തത് കൊണ്ടാണ്, ആ ഊണിനെ അറിയാത്തത് കൊണ്ടാണ് ബ്യൂട്ടി ഈസ് ട്രൂത്ത്, ട്രൂത്ത് ബ്യൂട്ടി എന്ന് പറയുന്ന ആ ഒരു കോട്ടെന്ന് പറയുന്നത് നമുക്ക് അതേപടി സമ്മതിച്ചു കൊടുക്കാൻ പറ്റത്തില്ല അല്ലേ? നമ്മൾ എന്തെങ്കിലും ഒരു ക്രിറ്റിസിസം, എന്തെങ്കിലും ഒരു കാര്യം ഒരാൾ എഴുതി കഴിഞ്ഞാൽ എന്താ പറയുന്നത്, റോളണ്ട് ബാർത്ത്സിൻ്റെ നമ്മുടെ ഡെത്ത് ഓഫ് ദി ഓതർ എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ ഒരു വർക്ക് ചെയ്തു. അതിനെ കൗണ്ടർ ചെയ്തുകൊണ്ട് നമ്മുടെ മൈക്കിൾ ഫുക്കോ എഴുതിയ വർക്ക് എഴുതി, വാട്ട് ഈസ് ആൻ ഓതർ എഴുതി. അപ്പം ഊൺ അങ്ങനെ പറയുമ്പോഴത്തേക്ക് അത് അതേപോലെ സമ്മതിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അതിന് ലിമിറ്റേഷൻസ് ഉള്ളതുകൊണ്ടാണ് അത് അങ്ങനെ പറയുന്നതാണ് ഇവിടെ സ്പീക്കർ പറയുന്നത്. പക്ഷേ നേരെ മറിച്ച് തിരിച്ച് ഊണാണ് നമ്മളോട് ഇത് പറയാം, ഇതിങ്ങനെ തന്നെയാണ്, ഊണാണ് ആ ഒരു ടേം അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നെങ്കിൽ, ബ്യൂട്ടി ഈസ് ട്രൂത്ത്, ട്രൂത്ത് ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ ആ ഒരു ലൈൻ അവിടെ പറയുന്നെങ്കിൽ അത് നമുക്ക് പറഞ്ഞ് കാട്ടി തരികയാണ്, ഇത് ഇങ്ങനെ തന്നെയാണ്, നിങ്ങളത് സമ്മതിച്ചു തന്നേ പറ്റത്തുള്ളൂ.
എന്നുള്ളൂ. ഓക്കെ, സൗന്ദര്യം എന്ന സത്യമാണ്, എന്താ പറയുക, അത് രണ്ടും ഒന്നാണ്. ഇറ്റ് ഈസ് ലാർജ്ലി എ മാറ്റർ ഓഫ് പേഴ്സണൽ ഇൻ്റർപ്രിട്ടേഷൻ വൈൽ റീഡിങ് ടു അക്സെപ്റ്റ്. അപ്പം എന്താ പറയുക, പേഴ്സണലായിട്ടുള്ള എന്ത് രീതിയിലുള്ള വ്യാഖ്യാനവും നിങ്ങൾക്ക് അതിൽ അവിടെ കൊടുക്കാം എന്നാണ് ആര് പറയുന്നത്, സ്പീക്കർ അവിടെ പ്രസൻറ്റ് ചെയ്യുന്നത്. ഒരുപാട് തോട്ട്സുകൾ നമ്മളിവിടെ പറയുന്നുണ്ട്, ഒരുപാട് ചിന്താഗതികളിലൂടെ നമ്മൾ ഈ ഒരു തീം സെക്ഷനിലൂടെ കടന്നു പോയിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിൽ നിങ്ങളത് മനസ്സിലാക്കി എടുത്താലേ അത് നിങ്ങൾക്ക് പിടികിട്ടത്തുള്ളൂ. ഇനി ഞാൻ പറയുന്നത് മനസ്സിലായില്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ആ ഒരു എന്താ പാരഗ്രാഫ് വൈസ് ഒന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് പേരെടുത്ത് വായിച്ച് നോക്കുക, അപ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് പിടികിട്ടും. ഓക്കെ, അടുത്ത നമുക്ക് ഇനി ലാസ്റ്റ് ബയോഗ്രഫിയിലേക്ക് കിടക്കാം. സോ ജോൺ കീറ്റ്സ് ജനിച്ചത് എന്നാടെ 31 ഒക്ടോബർ 1795 മരിച്ചത് 23 ഫെബ്രുവരി 1821. ഞാൻ റൈറ്റ് സൈഡിൽ അതിൻ്റെ ജോൺ കീറ്റ്സിൻ്റെ കാര്യങ്ങൾ മുമ്പേ പറഞ്ഞതാണ്. എന്താ പറയുന്നത്, മറ്റേ ബോൺ ഡൈഡ്, അത് ആദ്യം ഇൻട്രൊഡക്ഷൻ സെക്ഷനിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ജസ്റ്റ് നിങ്ങളത് ഒന്നുകൂടെ ഒന്ന് ജസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പ്രസൻറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഒരു ഇംഗ്ലീഷ് പോയിറ്റാണ്, പ്രോമിനൻറ്റ് ഇൻ ദ സെക്കൻഡ് ജനറേഷൻ ഓഫ് റൊമാൻറ്റിക് പോയിറ്റ്. റൊമാൻറ്റിക് പോയിറ്റുകളുടെ സെക്കൻഡ് ജനറേഷനിൽ ഉണ്ടായിരുന്ന ഒരു പ്രോമിനൻറ്റ് ഇംഗ്ലീഷ് പോയറ്റാണ് ആര്, ജോൺ കീറ്റ്സ് എന്ന് പറയുന്നത്. ആരുടെ കൂടെ അദ്ദേഹത്തിൻ്റെ കണ്ടംപററീസ് ആരൊക്കെയാണ്, Lord Byron, P.B. Shelley. Although his poems were in publication for only 4 years before he died of tuberculosis at the age of 25. 25-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് ട്യൂബർക്ലോസിസ് ബാധിച്ച് അദ്ദേഹം മരിക്കുകയുണ്ടായി കേട്ടോ. 4 വർഷം മാത്രമേ അദ്ദേഹത്തിൻ്റെ പോയംസ് എല്ലാം നല്ല വൈഡായിട്ട് പബ്ലിക്കേഷൻ നടത്തി വരുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് ട്യൂബർകുലോസിസ് വന്നിട്ട് അദ്ദേഹം മരിക്കുകയാണ് ഉണ്ടായത്. ദേ ആർ ഇൻഡിഫറൻ്റ്ലി റിസീവ്ഡ് ബൈ ക്രിറ്റിക്സ് ഇൻ ഹിസ് ലൈഫ് ടൈം, ബട്ട് ഹിസ് ഫെയിം ഗ്രൂ റാപ്പിഡ്ലി ആഫ്റ്റർ ഹിസ് ഡെത്ത്. അദ്ദേഹത്തിൻ്റെ മരണശേഷമാണ് അദ്ദേഹത്തിൻ്റെ പോയംസ് എല്ലാം നല്ല പോപ്പുലാരിറ്റിയും പ്രശസ്തിയും ആർജിച്ചത്. ഒരുപാട് റാപ്പിഡായിട്ടുള്ള ഒരു പ്രശസ്തി ആർജിച്ചു. ആ ഒരു നൂറ്റാണ്ട് കഴിയുമ്പം അദ്ദേഹം ജീവിച്ചിരുന്ന ആ ഒരു നൂറ്റാണ്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൻ്റെ ആ ഒരു കാര്യത്തിൽ, ആ ഒരു തിങ്ങിൽ, ആ ഒരു ചട്ടങ്ങളിൽ, കാനോൺ എന്ന് വെച്ചാൽ നിയമം, ചട്ടം, ലോസ് എന്നൊക്കെ അർത്ഥം കേട്ടോ. അല്ലെങ്കിൽ കാനോൺ വേറെ അർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്ന ഒരു കളക്ഷൻ ഓഫ് ലിസ്റ്റ് ഓഫ് സാക്രഡ് ബുക്സ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ബിബ്ലിക്കലായിട്ട് പറയാം. എന്നിരുന്നാൽ തന്നെയും ആ ഒരു ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൻ്റെ കാര്യങ്ങളിൽ അദ്ദേഹം പ്ലേസ് ചെയ്യപ്പെട്ടു. ബിക്കം ആൻഡ് ദ ഇൻസ്പിറേഷൻ ഓഫ് പ്രീ റാഫ്ലൈറ്റ് ബ്രദർഹുഡ്സിന് ഒരു ഇൻസ്പിറേഷനായി അദ്ദേഹത്തിൻ്റെ വർക്ക്സ് ഒക്കെ പറയുന്നത്. വിത്ത് എ സ്ട്രോങ് ഇൻഫ്ലുവൻസ് ഓഫ് മെനി റൈറ്റേഴ്സ്, ദ എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക ഡിസ്ക്രൈബ്ഡ് വൺ ഓഫ് ദി ഫൈനൽ മാസ്റ്റർ പീസസ്. അപ്പം ബ്രിട്ടാനിയയുടെ ഒരു എൻസൈക്ലോപീഡിയ നമുക്ക് കാണാൻ സാധിക്കും. ഇത് അദ്ദേഹത്തിൻ്റെ ഓടുകൾ എന്നൊക്കെ പറഞ്ഞാൽ വൺ ഓഫ് ദി ഫൈനൽ മാസ്റ്റർ പീസസ് ആണ്. ഓക്കെ, മാസ്റ്റർ പീസ് ആണെന്ന് പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വർക്കുകൾ ഒരുപാട് റൈറ്റേഴ്സിന് ഒരുപാട് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ജോർജ് ലൂയിസ് ബോർജസ് called his first encounter with Keats' work an experience that he felt all in his life. അപ്പം ജോർജ് ലൂയിസ് ബോർജസ് അദ്ദേഹം കീറ്റ്സിൻ്റെ ഒരു വർക്ക് ഇൻ്റർപ്രറ്റ് ചെയ്തു. ഒന്ന് വായിച്ചു നോക്കി, ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തപ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ ലൈഫ് ടൈമിൽ കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ വർക്കുകൾ, കീറ്റ്സിൻ്റെ വർക്കുകൾ വായിക്കുന്നതെന്ന് ആര് പറഞ്ഞു? ജോർജ് ലൂയിസ് ബോർജസ് പറഞ്ഞു. ഇറ്റ് ഹാഡ് എ സ്റ്റൈൽ ഹെവിലി ലോഡഡ് വിത്ത് സെൻഷ്വാലിറ്റീസ് നോട്ടബിൾ ഇൻ സീരീസ് ഓഫ് ഓഡ്സ്. അദ്ദേഹത്തിൻ്റെ ഓഡ്സിൻ്റെ ആ സീരീസിൽ നമുക്ക് കാണാൻ സാധിക്കും ഒരുപാട് ഹെവിലി ആയിട്ട് ലോഡ് ചെയ്ത, ഒരുപാട് കട്ടിയായിട്ട് ലോഡ് ചെയ്ത ഒരുപാട് സെൻഷ്വാലിറ്റീസ് നമുക്ക് കാണുവാൻ സാധിക്കും. സെൻഷ്വാലിറ്റീസ് എന്ന് വെച്ചാൽ എന്താ, ഒരുപാട് വിഷയങ്ങൾ, ഒരുപാട് സബ്ജക്റ്റുകൾ നമുക്കതിൽ കാണുവാൻ സാധിക്കും. ഹ്യൂമൻ ലൈഫോട് ഇൻ്റർപ്രറ്റ് ചെയ്ത ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. അതൊക്കെ ആ സീരീസ് ഓഫ് ഓഡ്സ്, മൊത്തത്തിൽ ഒരു 4 ഓടുണ്ട് കേട്ടോ. 4 ഓഡ് ടു വേ നൈറ്റിംഗിൾ, ഓഡ് ടു വേ മെലങ്കോളി, ഓഡ് ടു വേ ഇപ്പം നമ്മൾ പഠിക്കുന്ന ഓഡ് ഓൺ എ ഗ്രേഷൻ ഓൺ, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ഓടുകളാണ്. Typically of the romantics, he accentuated the extreme emotion through emphasis on natural imagery. റൊമാൻറ്റിക്സുകളെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് അദ്ദേഹം അക്സെൻച്യുവേറ്റഡ് എന്താണ് അക്സെൻച്യുവേറ്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഊന്നി പറയുക, ദൃഢമാക്കി പറഞ്ഞു. എന്താ ദൃഢമാക്കി പറഞ്ഞത്? ദ എക്സ്ട്രീം ഇമോഷൻസ്, ഒരുപാട് ഇമോഷൻസ് അദ്ദേഹത്തിൻ്റെ കവിതകളിൽ അദ്ദേഹം കൊണ്ടുവന്നു. അതുപോലെ നാച്ചുറൽ ഇമേജറിയുടെ എക്സ്ട്രീം ഇമോഷൻ, പ്രകൃതിപരമായിട്ടുള്ള ഇമേജറി ഒരുപാട് നമുക്ക് കാണാൻ സാധിക്കുന്നു. അതിൻ്റെ എക്സ്ട്രീം ഇമോഷൻസ് അദ്ദേഹം നല്ല ദൃഢമായിട്ട് അദ്ദേഹത്തിൻ്റെ കവിതകളിലൊക്കെ അദ്ദേഹം പറയുന്നു. ഇന്ന് അദ്ദേഹത്തിൻ്റെ പോയംസും ലെറ്റേഴ്സും മോസ്റ്റ് പോപ്പുലറാണ്. ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ഒരുപാട് ആനലൈസ് ചെയ്യുന്ന ഒരു വർക്ക് കൂടിയാണ്. മോസ്റ്റ് പോപ്പുലർ ആൻഡ് ആനലൈസ്ഡ് ഇൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. അദ്ദേഹത്തിന് എസ്പെഷ്യലി അക്ലെയിംഡ് ആറ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കിട്ടിയിട്ടുള്ള ഓടുകൾ എന്നൊക്കെ പറയുന്നത് ഓഡ് ടു വേ നൈറ്റിംഗേൾ, നമ്മളിപ്പോൾ പഠിക്കുന്ന ഓഡ് ഓൺ എ ഗ്രേഷൻ ഓൺ, സ്ലീപ്പ് ആൻഡ് പോയട്രി. അതുപോലെ അദ്ദേഹത്തിൻ്റെ ഒരു സോണറ്റ് ഉണ്ട്, ഓൺ ഫസ്റ്റ് ലുക്കിംഗ് ഇൻ ടു ചാപ്മാൻസ് ഹോമർ. ഓക്കെ,
ഇത്രയേ ഉള്ളൂ ജോൺ കീറ്റ്സിനെ പറ്റി പറയാൻ. അപ്പോൾ നമ്മൾ ആ ഒരു ഓഡ് ഓൺ എ ഗ്രേഷൻ കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാ ഏരിയസും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഇപ്പം നാളെ എക്സാമിൻ്റെ തലേന്ന് ഞാൻ എപ്പോഴും പറഞ്ഞു, എക്സാമിൻ്റെ തലേന്ന് നോക്കുന്ന വ്യക്തികളാണെങ്കിൽ സമ്മറി സെക്ഷൻ ആ ഒരു തീം സെക്ഷനൊക്കെ വായിച്ച് പെട്ടെന്ന് കേട്ടിരുന്നാൽ മതി. കേൾക്കാൻ പറ്റാത്തൊരു വായിച്ചങ്ങ് പോയാലും മതി. ഏതായാലും നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ നിങ്ങൾ പഠിച്ചെടുക്കുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമുക്ക് പഠിക്കാൻ. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ദ ചാനൽ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് വിത്ത് എഡ്യൂക്കേഷൻ.